ഹലോ, കേൾക്കണ്ടോ മക്കളെ? തുടങ്ങാം അല്ലേ? ടൈമായി, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാം അല്ലേ? കേൾക്കുന്നില്ലേ? ക്യാൻ യു പ്ലീസ് പുട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ്? കേൾക്കാമോ? സൗണ്ട് ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലിടണേ. കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി പവറും റൊട്ടേഷണൽ ഡൈനാമിക്സാണ് നമ്മൾ ഇന്ന് 3 മണിക്കൂറിനുള്ളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. അതിനു മുമ്പ് ഈ 3 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു നീറ്റ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്സിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് പരമാവധി നോക്കി പോവാം. അതിനനുസരിച്ച് 1-2 കീ പോയിൻറ്റ്സ് ഓരോ ചാപ്റ്ററിലും ഉണ്ട്. അത് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് പോവാം. ഫൈൻ. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ മോനെ? കേൾക്കുന്നുണ്ടോ? പറയുന്നത് ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ? ഫൈൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ലോസ് ഓഫ് മോഷനെ കുറിച്ച് നമുക്ക് അറിയണം. ഓക്കെ, കാരണം ഈ 3 ചാപ്റ്ററും കണക്റ്റഡാണ്. ലോസ് ഓഫ് മോഷൻ നമുക്ക് നല്ല രീതിയിൽ ഫോഴ്സ് എന്താണ്, അതിൻ്റെ വെക്റ്റർ റെസൊല്യൂഷൻ എങ്ങനെയാണ്, നമുക്ക് വെക്റ്ററിനെ സോൾവ് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായാലേ നമുക്ക് അടുത്ത ചാപ്റ്റർ, ദാറ്റ് ഇസ് വർക്ക് എനർജി ആൻഡ് പവറിൽ ഇതേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇതേ കാര്യങ്ങൾ ഇതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവൽ വരുന്നുണ്ട് വർക്ക് എനർജി ആൻഡ് പവറിൽ. ഓക്കെ, വർക്ക് എനർജി ആൻഡ് പവറിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറത്തിന് വെച്ചിട്ടുള്ള കൺസെപ്റ്റുകളും പ്രോബ്ലംസും എല്ലാം നമുക്ക് എവിടെ വരുന്നുണ്ട്? അടുത്ത ചാപ്റ്ററിൽ. ഓക്കെ, കേൾക്കുന്നുണ്ട് അല്ലേ? അടുത്ത ചാപ്റ്ററിൽ, ദാറ്റ് ഇസ് റൊട്ടേഷണൽ ഡൈനാമിക്സിൽ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ചാപ്റ്ററും നമുക്ക് എന്താണ്, കണക്റ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേഷണൽ ഡൈനാമിക്സ് ഒരു കാലത്ത് ഒരു മോർണിംഗിൽ നമുക്ക് എടുത്തിട്ട് റൊട്ടേഷണൽ ഡൈനാമിക്സ് നമുക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ബിക്കോസ് വർക്ക് എനർജി ആൻഡ് പവർ മനസ്സിലാവണം. വർക്ക് എനർജി ആൻഡ് പവർ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ലോസ് ഓഫ് മോഷൻ മനസ്സിലാവണം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ജസ്റ്റ് ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ആക്ച്വലി ലോസ് ഓഫ് മോഷൻ ഇസ് സർക്കിളിങ്, കറങ്ങുന്നത് ജസ്റ്റ് 1 ഇക്വേഷൻ, മോസ്റ്റ്ലി F is equal to ma. ഇതറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. പക്ഷേ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ലൈക്ക് 3 ഡയമെൻഷനിൽ ഉണ്ടാവില്ല, സ്റ്റിൽ സെഡ് ആക്സിസിലും ഓരോ ആക്സിസിലും നമുക്ക് എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ്, വൈ കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ്, സെഡ് കമ്പോണൻറ്റ് ഓഫ് ദ ഫോഴ്സ് നമുക്ക് എഴുതി റിസോൾവ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അവിടെയുള്ള ആക്സിലറേഷൻ, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ദെൻ കംസ് ഫ്രിക്ഷൻ, ഫ്രീ ബോഡി ഡയഗ്രാം. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഫൈൻ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോ. ഇൻ ദ ഫോളോയിങ് ഫിഗർ ദ ഒബ്ജക്റ്റ് ഓഫ് മാസ് m is held at rest by a horizontal force as shown. The force exerted by the string ഓൺ ദി ബ്ലോക്ക് എസ്. നമുക്കറിയാം എന്താണ്, സ്ട്രിങ്ങിലുള്ള ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ട്രിങ് ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ടുള്ളതാണെങ്കിൽ, 2 പേര് തമ്മിൽ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റൂഫിൻ്റെ മുകളിലാണ് ആ ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ, ഒരു ബോഡി അതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ ഉണ്ടാകുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആയിരിക്കും. നോർമലി നമ്മൾ T ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ആണ്, ഫ്രീ ബോഡി ഡയഗ്രാം ആണ്. ആൻഡ് അതിനെ റിസോൾവ് ചെയ്തിട്ട് നമ്മൾ F is equal to ma നമ്മൾ എങ്ങനെ വരക്കുന്നു എന്നാണ്. അപ്പോൾ നോക്കിയോ, ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആ ഒരു സ്ട്രിങ്ങിലുള്ള ഫോഴ്സ് എന്താണ്, നമ്മൾ ടെൻഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡയറക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാണ്, ഇറ്റ് വിൽ ബി ഓൾവേസ് ആക്ട്സ് എവേ ഫ്രം ദ ബോഡി. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ബോഡി എങ്കിൽ അവിടെ നിന്ന് ആക്ട് എവേ ഫ്രം ദ ബോഡി ആണ് ടെൻഷൻ ഉണ്ടാവുക. സോ ദിസ് ഈസ് അവർ ടെൻഷൻ. ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കി, പിന്നെ ഒബ്ജക്റ്റിന് മാസ് ഉണ്ട് അല്ലേ? ഒബ്ജക്റ്റിന് മാസ് ഉള്ളപ്പോൾ തന്നെ അതിനുണ്ടാവുന്ന ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? mg ആയിരിക്കും. ഓക്കെ, സോ mg
ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് മാസ് ഉണ്ടോ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫോഴ്സ് mg ഡൗൺവേർഡ് ആയിരിക്കും. അത് നേരെ താഴോട്ടായിരിക്കും. അത് ഒബ്ജക്റ്റ് വലത്തോട്ടാണെങ്കിലും ഇടത്തോട്ടാണെങ്കിലും ഏത് പൊസിഷനിലാണെങ്കിലും അതിൻ്റെ mg എന്ന് പറഞ്ഞത് താഴോട്ടായിരിക്കും. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ആക്ട് എവേ ഫ്രം ദ ബോഡി ആയിരിക്കും. ഇതാ ഇതിൽ നോക്കിയേ എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സ്ട്രിങ് ഓൺ ദ ബ്ലോക്ക് ഇസ്. നമ്മളോട് ചോദ്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഇസ് ദ ദിസ് ഗൈ ടെൻഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ടെൻഷൻ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആ ടെൻഷൻ നോക്കി, ആക്ച്വലി ഇത് അനങ്ങാതെ നിൽക്കുന്നൊരു ഫിഗറാണ്. അനങ്ങാതെ നിൽക്കുന്നൊരു ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ ദിസ് ഇസ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കണം, ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആരൊക്കെ തമ്മിലായിരിക്കും, ഒന്ന് എഫ് ഉണ്ട് പിന്നെ എം ജി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നതായിരിക്കും റൂട്ട് ഓഫ് ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എഫ് റൈറ്റിലോട്ടാണ്, എം ജി ഓൾവേസ് താഴോട്ടാണ്. സോ ഇങ്ങനെ രണ്ട് ഫോഴ്സ് വന്നാൽ ഇതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഡയഗണൽ. നമ്മൾ ഏത് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഷെഫിക് സാർ എടുത്തിരുന്നു, മോഷൻ്റെ പ്ലെയിനിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്താ ഫോർമുല പറഞ്ഞ മക്കളെ, റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് എം ജി ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? സോ പറഞ്ഞേ ഓപ്ഷൻ എം ജി ആണ്. ഐഷ യെസ്, എം ജി താഴോട്ടാണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ക്ലിയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, സോ ഫൈൻ. സോ ഇതിലൊന്നുമില്ല, ഇതിൻ്റെ എന്താണ് നമ്മൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിച്ചത്. റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് താഴോട്ട് റൈറ്റ് സൈഡിലോട്ടാണ്, എം ജി താഴോട്ടാണ്. സോ ഇതിൻ്റെ റിസൾട്ടൻറ്റ് വിൽ ബി ഡയഗണൽ. സോ ദ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? പറയണേ ക്ലിയർ ആണ്, ഓക്കെ ആണ് എന്ന് നമുക്ക് പോകാം. ഓക്കെ, ഡി ആണ്. ഫൈൻ, ഡി ആണ് കറക്റ്റ്. ഫൈൻ. സോ നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആണ് കേട്ടോ. എന്താണ്, എ സ്ട്രിങ് tied on a roof can bear a maximum tension of 50 kilogram weight. Okay, clear on, fine. Okay, 50 kilogram weight. The minimum acceleration that can be acquired by a man of 98 kilogram to descend will be. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരാൾക്ക് ഒരു കയറിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 100 കിലോഗ്രാം ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, 100 കിലോഗ്രാം. നമുക്ക് എല്ലാ കയറിലും ചിലപ്പോൾ നമുക്ക് തൂങ്ങി നിൽക്കാൻ പറ്റണമെന്നില്ല. പറ്റുമോ? ഇല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് താങ്ങാൻ കഴിയുന്ന മാക്സിമം ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഈ ഒരു കയറിലതാ എ സ്ട്രിങ് ഇസ് ടൈഡ് ഓൺ ദ റൂഫ് ക്യാൻ ബിയർ എ മാക്സിമം ടെൻഷൻ ഓഫ് 50 കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ 50 കിലോഗ്രാം വെയിറ്റ്, ഇത് ശ്രദ്ധിക്കണേ മക്കളെ, കിലോഗ്രാം വെയിറ്റ് ശ്രദ്ധിക്കണേ, കിലോഗ്രാം വെയിറ്റ് ശ്രദ്ധിക്കണേ. ഈ 50 കിലോഗ്രാം വെയിറ്റ് ആണ് ആ ഒരു സ്ട്രിങ്ങിന് താങ്ങാൻ കഴിയുന്ന മാക്സിമം ടെൻഷൻ എന്ന് പറഞ്ഞാൽ. ഫൈൻ. നമ്മളോട് ചോദ്യം, നമ്മൾ എത്ര ആക്സിലറേഷനിൽ പോയാലാണ് ഈ ഒരു ഡിസെൻഡ് ചെയ്താലാണ് ഇറങ്ങിയാലാണ് ഈ ഒരു കയർ പൊട്ടാതെ ഇരിക്കുക. ദ മിനിമം ആക്സിലറേഷൻ ദാറ്റ് ക്യാൻ ബി അക്വയർഡ് ബൈ എ മാൻ ഓഫ് 98 കിലോഗ്രാം ആണ് ചോദ്യം. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, ഓക്കെ കിട്ടി. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. കിലോഗ്രാം ആണ്, പിന്നെ ഡിസെൻഡ് ആണ്. ഈ 3 സെൻറ്റൻസ് ആണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഈ 3 സെൻറ്റൻസ് അല്ല, 3 വേർഡുകൾ മാത്രം ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പം നമ്മൾ ഫിഗർ വരച്ചു, ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെ ഫോഴ്സ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഐഡൻറ്റിഫൈ ദ ഫോഴ്സസ്. ഇയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ് പറഞ്ഞ മക്കളെ? ഓക്കെ, വണ്ടർഫുൾ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഓക്കെ, സോ താഴോട്ട് ഏതാ ഫോഴ്സ് ഉണ്ടാവുക, താഴോട്ട് എം ജി ഉണ്ടാവും. സോ 98 ഇൻറ്റു ജി ആണ് ഇയാളുടെ താഴോട്ടുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് ഡിസെൻഡ് ചെയ്യാണ്, താഴോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ആക്സിലറേഷൻ താഴോട്ടേക്കാണ്. ടെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ടെൻഷൻ ഓൾവേസ് ആക്ട് എവേ ഫ്രം ദ ബോഡി. അപ്പോൾ മുകളിലോട്ടാണ് എന്തുള്ളത്, ടെൻഷൻ ഉള്ളത്. സോ ടെൻഷൻ കൊടുത്തു. ഫൈൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെന്ത് ചെയ്യാൽ മതി, ടെൻഷൻ തന്നിട്ടുണ്ട്. ടെൻഷൻ എത്രയാണ്, 50 കിലോഗ്രാം വെയിറ്റ് ആണ്. സോ 50 കിലോഗ്രാം വെയിറ്റ് ഞാൻ മക്കളോട് പറഞ്ഞിരുന്നു. 50 കിലോഗ്രാം വെയിറ്റ് വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ ജി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 50 ഇൻറ്റു 9.8 വിൽ ബി ഗെറ്റിംഗ് 490 ന്യൂട്ടൺ. തീർന്നു. ഇനി ഇതിനെ എഫ് ഇസ് ഈക്വൽ ടു എം എ കൊടുത്ത് ആൻസർ കിട്ടും. സോ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ആക്സിസ് ആ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്, ആക്സിലറേഷൻ എങ്ങോട്ടാണോ ആ ആക്സിസ് ആണ് പോസിറ്റീവ്, ആക്സിലറേഷൻ താഴോട്ടാണ്. സോ ഈ ഫോഴ്സ് ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത്, ഇവനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഇനി നമ്മൾ ഒന്നുമില്ല, കഴിഞ്ഞ് നീ തീർന്നു. എഫ് ഇസ് ഈക്വൽ ടു എം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ എഫിന് എന്ത് കൊടുക്കണം, 98 ജി മൈനസ് 50 ജി, അതാണ് ടെൻഷൻ, മുകളിലോട്ടാണ് ടെൻഷൻ, ഇസ് ഈക്വൽ ടു ഇയാളുടെ മാസം എത്രയാണ്, 98 ആണ്, 98 ഇൻറ്റു എ. സോ
solve ചെയ്യുക, we'll get A is equal to 4.8 meter per second square. Option Mufida. Wonderful. Okay, clear അല്ലേ മക്കളെ? Clear അല്ലേ? പറഞ്ഞേ. Okay ആണ്, fine. Okay, option C. Okay അല്ലേ? പറയണേ, കമൻറ്റ് ബോക്സ് പറയണേ. Okay, fine. Now let's go to the next question. ഏതാ ക്വസ്റ്റ്യൻ നോക്കി? 10 gram bullet moving at 200 meter per second stops after penetrating 5 centimeter of wooden plank. The average force exerted on the bullet will be. Okay, clear ആണ്. Okay, so average force exerted on the bullet will be. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പല പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കൺസെപ്റ്റുകൾ വേണം. അപ്പോൾ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് എനർജി തിയറം കടന്നു വരും. പിന്നെ വർക്ക് എനർജി തിയറത്തിൽ ചിലപ്പോൾ ഫോഴ്സ് കടന്നു വരും. അപ്പോൾ ഒരു ചാപ്റ്ററിൽ മെക്കാനിക്സ് ഒക്കെ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ 2-3 ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റുകളൊക്കെ കയറി വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സ് നീറ്റിൽ വന്ന ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളാം, പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളാം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സാധനം വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലോട്ടെത്താൻ പറ്റുള്ളൂ. നോക്കിക്കോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ 10 gram ഓഫ് ബുള്ളറ്റ്, അപ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തു, നമുക്ക് മാസിൻ്റെ ആവശ്യമുണ്ട്. മൂവിങ് അറ്റ് വെലോസിറ്റി തന്നു. ആഫ്റ്റർ പെനട്രേറ്റിംഗ് 5 centimeter ആണ്. ദ ആവറേജ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ബുള്ളറ്റ് വിൽ ബി. എന്താ സംഭവം? ഒരു പ്ലാങ്ക് ഉണ്ട്, ഒരു മരക്കഷ്ണുണ്ട്, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ബുള്ളറ്റ് കടത്തി വിട്ടു. അങ്ങനെയാണെങ്കിൽ ആ കുറച്ച് ആഫ്റ്റർ പെനട്രേറ്റിംഗ് 5 centimeter ട്രാവൽ ചെയ്തതിന് ശേഷം ആ ബുള്ളറ്റ് അവിടെ നിന്നു. അങ്ങനെയാണെങ്കിൽ ആ ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ്, ആ ഒരു വുഡൻ പ്ലാങ്ക് ആ ഒരു ബുള്ളറ്റിന് കൊടുത്തിട്ടുള്ള റെസിസ്റ്റീവ് ഫോഴ്സ് എത്രയാണെന്നാണ്. അപ്പോൾ ആക്ച്വലി ഫോഴ്സ് എഴുതുമ്പോൾ F is equal to MA ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, റൈറ്റ്? പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തറിയില്ല, മാസ് അറിയാം. ഓക്കെ ഫൈൻ, 10 gram ആണെന്നറിയാം, ഇതെല്ലാം ന്യൂട്ടണിലാണ്. സോ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു എന്തിലോട്ടാക്കണം? നമുക്ക് കിലോഗ്രാമിലാക്കാം. സോ 10 divided by 1000 നമ്മൾ ചെയ്തു. സ്റ്റിൽ വി ഡോണ്ട് നോ ദ ആക്സിലറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിപാടി അവസാനിച്ചു. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ന്യൂട്ടൻ്റെ കൈനമെറ്റിക് ഇക്വേഷനിലോട്ട് പോകണം, 1 dimensional മോഷനിലോട്ട് പോകണം. സോ നമുക്ക് എന്തറിയാം? ആഫ്റ്റർ പെനട്രേറ്റിംഗ് 5 centimeter എന്ന് പറഞ്ഞാൽ 5 centimeter പോയതിന് ശേഷം ബുള്ളറ്റ് അവിടെ നിന്നു, സ്റ്റോപ്പായി. ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി 0 ആണ്. പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ട്? 200 meter per second ഇനീഷ്യൽ വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മക്കളെ ആൻസർ പറഞ്ഞേ. സോ യെസ്, ഡി ആണ് കറക്റ്റ്. ഷാഫി, വെരി ഗുഡ്. സോ യു ഇസ് ഈക്വൽ ടു 200 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 5 centimeter ആണ്. 5 centimeter നമുക്ക് എന്തെങ്കിലും കൊടുക്കാം? മീറ്ററിലോട്ട് കൊടുക്കാം. സോ 5 × 10⁻² meter ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ നമുക്ക് കൊടുക്കുക? പറ മക്കളെ, ഏതാ കൊടുക്കുക? v² - u² ഇസ് ഈക്വൽ ടു 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈനലി വി ഗെറ്റ് എ ഇസ് ഈക്വൽ ടു v² 0 ആണ്, -u²/2s. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടണ്ടേ? ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ, വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ആക്സിലറേഷൻ ഹിയർ വിൽ ഗെറ്റ് എഫ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? -4000. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 0 മൈനസ് u² എത്ര വരിക? 400 divided by 2 × 5 × 10⁻². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിൽ ഗെറ്റ് ഓപ്ഷൻ എത്ര കിട്ടുക? ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ, സോൾവ് ചെയ്യണം. എഫ് ഇസ് ഈക്വൽ ടു 10/1000 × -400 എത്ര 0? 200ന്റെ സ്ക്വയർ ആയിരുന്നു. സോ 4 0 × 5 × 10⁻². സോ കളയാനുള്ളതെല്ലാം നമുക്ക് ഇവിടുന്ന് കളയാം. വിൽ ഗോ ടു ദി ന്യൂമറേറ്റർ. ഫൈനലി വിൽ ഗെറ്റ് -4000. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പറഞ്ഞേ, ആൻസർ ക്ലിയർ ആണോ? സോൾവ് ചെയ്ത് ക്ലിയർ ആണോ? പറ. ഈ രണ്ട് 10⁻² ന്യൂമറേറ്ററിലോട്ട് പോവേ. സോ ദെൻ ഓൺലി നമുക്ക് എന്ത് കിട്ടുള്ളൂ? -4000 കിട്ടുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? പറ. ഓക്കെ ആണോ? ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദർ ഡി. ഓക്കെ ഫൈൻ, ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതൊക്കെ വരാറുണ്ടോ എന്ന് നമുക്ക് ബേസിക് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബേസിക് ആയിട്ട് ചാപ്റ്റർ എന്ന് വരാനുള്ള ഒരു പോസിബിലിറ്റി ഗ്രാഫാണ്. ഗ്രാഫ് വരുമ്പോൾ നമുക്ക് എന്താ അറിയണം? ഗ്രാഫ് ക്വസ്റ്റ്യൻ വിൽ ബി മെയിൻലി ബേസ്ഡ് ഓൺ 50-50 ചാൻസ് ആണ് ഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒന്ന്, ദ ക്വസ്റ്റ്യൻ വിൽ ബി ബേസ്ഡ് ഓൺ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്.
രണ്ടാമത്തത് ഏരിയ ഓഫ് ദ ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ആണ് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, y ആക്സിസിന്റെ പാരാമീറ്റർ ഡിവൈഡഡ് ബൈ x ആക്സിസിന്റെ പാരാമീറ്റർ ആയിരിക്കും എൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് ഏരിയ ഓഫ് ദ ഗ്രാഫ്. ഏരിയ ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? y ആക്സിസിലെ പാരാമീറ്റർ ഇൻറ്റു x ആക്സിലെ പാരാമീറ്റർ ചെയ്താൽ കിട്ടുന്നതാണ് ഏരിയ ഓഫ് ദ ഗ്രാഫ്. അപ്പോൾ ഈ രണ്ട് പാരാമീറ്ററിനെ വെച്ചിട്ടേ നമുക്ക് ഏതൊരു ചാപ്റ്ററിലും ക്വസ്റ്റ്യൻ വരികയുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനോട് പോകാം. എന്താ ക്വസ്റ്റ്യൻ നോക്കി? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് ദ ടോട്ടൽ ചേഞ്ച് ഇൻ ദ മൊമെൻറ്റം ഇസ് 0? ഏതിലാണ് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആവുക? ഓക്കെ, ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം മൊമെൻറ്റത്തിൻ്റെ ഫോർമുല അറിയും. മൊമെൻറ്റത്തിന് നമുക്ക് അറിയാവുന്ന ഫോർമുല എന്താ? എഫ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. സോ ഇവിടെ നമുക്കറിയാം ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എഫ് ഡെൽറ്റ ടി ആണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ എഫ് ഡെൽറ്റ ടി ആണ് നമ്മുടെ എന്ത്? മൊമെൻറ്റം. എഫ് ഡെൽറ്റ ടി ആണ് നമ്മുടെ മൊമെൻറ്റം. അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ എന്താണ്? സ്ലോപ്പ് ആണോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണോ? സ്ലോപ്പ് ആണോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണോ? നമുക്ക് നോക്കേണ്ടത് പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. വൈ ആക്സിൽ ആരാളുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാഫ് കിട്ടുമ്പോൾ അപ്പോൾ തന്നെ നോക്കേണ്ടത് എന്താണ്? ആരാണ് എക്സ് ആക്സിസിൽ, ആരാണ് വൈ ആക്സിസിൽ? അപ്പോൾ എക്സ് ആക്സിൽ ആരാ? ടൈമാണ്. വൈ ആക്സിൽ ആരാ? ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് എന്ത്? എൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദാ ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആവുന്നത് ആരെ കേസാണ്? സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആവാൻ എന്ത് വേണം? ഈക്വലി ഏരിയ എവിടെ വേണം? ഈക്വൽ ഏരിയ എബവ് ദ ഗ്രാഫ് വേണം, ഈക്വൽ ഏരിയ ബിലോ ദ ഗ്രാഫ് വേണം. ഓക്കെ, സോ ഇവിടെ ഞാൻ നോക്കേണ്ടത് സ്ലോപ്പ് അല്ല, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ്. ഇത് അവിടെ നോക്കിയേ, ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് വരില്ല? 0 വരില്ല. ഇല്ലല്ലോ, ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇവിടെ പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്. ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം പോസിറ്റീവ് ആണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം അഗെയിൻ പോസിറ്റീവ് ആണ്. ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം നെഗറ്റീവ് ആണ്, ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം ഏതിലാണ് ഇതാ. അപ്പോൾ ഇത് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഒന്നല്ലെങ്കിൽ ഇതാ വരിക, ഒന്നല്ലെങ്കിൽ ഇതാണ് വരിക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇതിൽ രണ്ട് ആക്സിസിൽ ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ഷേപ്പ് നോക്കി? ഇതേതാ ഷേപ്പ്? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഇത് ട്രയാങ്കിൾ അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? ഇതിൻ്റെ ബേസ് എത്രയാ? ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 5. ഇതാണ് താഴെ കിടക്കുന്നതിൻ്റെ ഏരിയ. ഇനി അതേപോലെ തന്നെ അല്ലേ മുകളിലും? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? 1 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 5. സോ ഇതിനും രണ്ടിനും കൂടി ആഡ് ചെയ്ത ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് 0. പക്ഷേ ഇവിടെ വരുന്നത് നോക്കി, നമുക്ക് ഇവിടെ എത്രയാണ് നോക്കി? ഹാഫ് ഇൻറ്റു ദാ ഡി, ഓപ്ഷൻ ഡി നോക്കി, 3 ആണ് കറക്റ്റ്. വണ്ടർഫുൾ, വെരി ഗുഡ്, 3 ആണ് കറക്റ്റ്. ഇതിൽ 0 വരില്ല. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ, 0 വരില്ല. കാരണം ഈ ഏരിയ ഇതാ കൂടുതലാണ്, ഈ ഏരിയ കുറവാണ്. ഓക്കെ, സോ ഇറ്റ്സ് നോൺ 0 ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ, സോ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? പറഞ്ഞ മക്കളെ ഓക്കെ അല്ലേ? പോവാം. ഫൈൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോടാ. എ വെയ്റ്റ് mg is suspended from the middle of a rope whose ends are at the same level. The rope is no longer horizontal. The minimum tension required to completely straighten the rope is. അപ്പോൾ ദാ നോക്കിയേ, എന്താ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഒന്നുകൂടെ വായിക്കാം. എ വെയ്റ്റ് mg is suspended from the middle of a rope whose ends are at the same level. The rope is no longer horizontal. The minimum tension required to completely straighten the rope is. എന്താ സംഭവം? നമ്മുടെ കയ്യിൽ ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു റോപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് ഒരു റോപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു റോപ്പ് ഹൊറിസോണ്ടലാണ്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആ റോപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ റോപ്പിൽ നമ്മൾ ഒരു മാസ് നമ്മൾ ഹാങ് ചെയ്യാണ്. റൈറ്റ്, സി mg ഒരു വെയിറ്റ് നമ്മൾ ഹാങ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഹാങ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? ദ റോപ്പ് ഇസ് നോ ലോങ്ങർ ഹൊറിസോണ്ടൽ. ആ ഒരു വെയിറ്റ് നമ്മൾ തൂക്കിയിട്ടതിന് ശേഷം ഈ റോപ്പ് എങ്ങനെയാവുന്നില്ല? ഹൊറിസോണ്ടൽ ആവുന്നില്ല. ഓക്കെ, ഹൊറിസോണ്ടൽ ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പുതിയൊരു ഷേപ്പായിട്ട് വരക്കാം. ലൈക്ക് ഇങ്ങനെ വരക്കാം. ഓക്കെ, ഒരു മാസം നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ബെൻഡ് ആവും. റൈറ്റ്, റോപ്പ് വിൽ ഗെറ്റ് ബെൻഡ്, ഇങ്ങനെ ബെൻഡ് ആവും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ എന്തെന്ന് വിചാരിക്കാം? മാസ് എന്ന് വിചാരിക്കാം. ഓക്കെ, കുറച്ചും കൂടി കയറ്റി വരക്കാം. ഓക്കെ, ഫൈൻ, ഇതാണ് നമ്മുടെ മാസ്. ഫൈൻ, നമ്മളോട് ചോദ്യം എന്താണെന്നറിയോ? നമ്മുടെ ചോദ്യം എന്താണ്? ദ ലാസ്റ്റ് സെന്റൻസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ദ മിനിമം ടെൻഷൻ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റൻ ദ റോപ്പ് ഇസ്. എത്ര ടെൻഷൻ നമ്മൾ കൊടുത്താലാണ് എന്ത് ചെയ്യുക?
ഈ ഒരു സാധനത്തിന് നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുമില്ല, നമുക്ക് ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്, ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് mg താഴോട്ടാണ്. ഓക്കെ, mg താഴോട്ടാണ്. പിന്നെയോ ഞാൻ പറഞ്ഞിരുന്നു എവിടെ കയറുണ്ടോ അവിടെ ആരുണ്ടാവും? അവിടെ ടെൻഷൻ ഉണ്ടാവും. ഉണ്ടാവില്ലേ? എവിടെ കയറുണ്ടോ അവിടെ ടെൻഷൻ ഉണ്ടാവും. സോ ഇവിടെ ടെൻഷൻ്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു, തുടക്കമേ ഞാൻ പറഞ്ഞിരുന്നു, ഡയറക്ഷൻ ഓഫ് ടെൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ആക്ട് എന്താണ്? എവേ ഫ്രം ദ ബോഡി. ആ ബോഡിയിൽ നിന്ന് എപ്പോഴും ടെൻഷൻ എവേ ആയിട്ട് ആക്ട് ചെയ്യുക. സോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ബോഡിയെയാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരെ നോക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്? mgനെയാണ്. സോ mgൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് മാത്രം, ഫോഴ്സസ് ആക്ടിങ് ഓൺ mg ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ദാ ഇയാളുടെ മുകളിലുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. സെയിം റോപ്പാണ്, നമ്മൾ അതിൻ്റെ ഒരേ ലെവലിൽ നമ്മൾ മിഡ് പോയിന്റിലാണ് നമ്മൾ തൂക്കിയിടുന്നത്. അപ്പോൾ ഒരേ ടെൻഷൻ ആയിരിക്കും വലത്തോട്ടും ഇടത്തോട്ടും. ശ്രദ്ധിക്കണേ മക്കളെ, സെയിം ടെൻഷൻ ആയിരിക്കും നമ്മളെ വലത്തോട്ടും ആക്ട് ചെയ്യുക, ഇടത്തോട്ടും ആയിരിക്കും. കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? മിഡിൽ ഓഫ് ദ റോപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാസ് തൂക്കിയിടുന്നത്. ഓക്കെ ആണോ? സോഫാർ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഇനി നാം നോക്കിയേ, ഈ സാധനം അനങ്ങാതിരിക്കുന്ന ഒരു സാധനമല്ലേ? എടോ, നമ്മളിപ്പോൾ ഒരു സാധനം തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കയറ് പൊട്ടാതിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ്? ദിസ് ഇസ് ഇൻ ഇക്വിലിബ്രിയം. ഇത് ഇക്വിലിബ്രിയത്തിലാണ്. നമുക്ക് കാണേണ്ടത് മറക്കരുത്, ടെൻഷനാണ് നമുക്ക് കാണേണ്ടത്. സച്ച് ദാറ്റ് എന്തിനുള്ള ടെൻഷൻ? പിടിച്ച് വലിച്ച് നീട്ടാനുള്ള ടെൻഷൻ. അപ്പോൾ ആക്ച്വലി ഇത് തൂങ്ങി കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് വിചാരിക്കാം ഇക്വിലിബ്രിയം ആണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം എന്താണെന്നറിയോ? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം വിൽ ബി സീറോ. ഇവിടെ ഏതൊക്കെ ഫോഴ്സാണ് ഉള്ളത്? നന്ദി വരച്ച ഫോഴ്സസ്. അതിനെല്ലാം കൂടി ആക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? അതിനെല്ലാം കൂടി ആക്ട് ചെയ്തിട്ട് സീറോ കൊടുക്കണം. കാരണം ഇത് എന്തിലുള്ളത്? ഇക്വിലിബ്രിയത്തിലുള്ളത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ mg ഉള്ളത് ഏത് ആക്സിസിലാണ്? mg ഉള്ളത് ഐഷ വണ്ടർഫുൾ, mg ഉള്ളത് എങ്ങനെയാണ്? താഴോട്ടാണ്. പക്ഷേ ഈ രണ്ട് ടെൻഷനും ഉള്ളത് എങ്ങനെയല്ല? y ആക്സിസിൽ അല്ല. ശ്രദ്ധിക്കണേ മക്കളെ, ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് റിസോൾവിങ് ദ ഫോഴ്സസ്, റിസോൾവിങ് ദ ടെൻഷൻ, റിസോൾവിങ് ദ നോർമൽ റിയാക്ഷൻ. ഓക്കെ, എല്ലാത്തിനെയും റിസോൾവ് ചെയ്ത് എക്സ് ആക്സിലും വൈ ആക്സിലും കൊണ്ടുവന്ന് എത്തിക്കുക. F = ma സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓവർ, ചാപ്റ്റർ ഇസ് ഓവർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ടെൻഷന് നമ്മൾ ഇവിടെ ഏതാ? ഒരു പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്, XY പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പുറത്തെ ടെൻഷൻ എന്താ? SY പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഈ ടെൻഷനെ ഞാൻ റിസോൾവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? Y ആക്സിസിലോട്ട് കൊണ്ടുവരണം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എത്രയാണ്? ഒരു ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചു ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇതും അതേ ടെൻഷനിൽ തന്നെയായിരിക്കും, അതേ ആംഗിൾ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കമ്പോണൻറ്റ് റിസോൾവ് ചെയ്യുമ്പോൾ, ശ്രദ്ധിക്കണേ മക്കളെ, കമ്പോണൻറ്റ് റിസോൾവ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ y കമ്പോണൻറ്റ് എടുത്തു. y കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇവൻ്റെ y കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് t cos θ ആയിരിക്കും. ആയിരിക്കൂലേ? ഫൈൻ ആണ്. ഇതേപോലെ ഇവൻ്റെ y കമ്പോണൻറ്റ് ഇൻ ദ സെൻസ് അത് അഡ്ജസൻ്റ് ആണ്. അതാരാ? t cos θ തന്നെയാണ്. ഇനി ഇപ്പുറത്ത് വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവരെ ഞാൻ എഴുതുന്നില്ല. ഇവനാരാ? ദിസ് വൺ വിൽ ബി t sin θ. വലത്തോട്ടാരാ? അതും t sin θ. ഓക്കെ, എനിക്ക് വേണ്ടത് mgനെ സംബന്ധിച്ചിടത്തോളം ആണ് എനിക്ക് സോൾവ് ചെയ്യാനുള്ളത്. ഫൈൻ. സോ നമുക്ക് ഓവറോൾ നെറ്റ് ഫോഴ്സ് ഇൻ y ആക്സസ് എന്താണ്? നെറ്റ് ഫോഴ്സ് ഇൻ y ആക്സസ് എത്ര വരിക? മുകളിലോട്ട് ആരാണല്ലേ? t cos θ പ്ലസ് t cos θ. ഇത് രണ്ടുമാണ് മുകളിലോട്ടുള്ള ഫോഴ്സസ്. യെസ് ഓർ നോ? താഴോട്ട് ആരാണല്ലേ? -mg = ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് എന്താണ്? 0 എന്ന് നമുക്ക് കൊടുത്തൂടെ? ഓക്കെ ആണോ മക്കളെ? എക്സാമിന് മുന്നേ ഫുൾ ചാപ്റ്റർ എടുക്കുമോ? നോക്കാം. നമുക്ക് മാക്സിമം ലൈവ്, നമ്മൾ ഡെയിലി നമ്മുടെ ലൈവ് സെഷൻ പോകുന്നുണ്ട്. പഠിച്ചുകൊണ്ടേയിരിക്കുക. പ്രീവിയസ് ഇയേഴ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കൂടുതൽ ധാരാളം ക്വസ്റ്റ്യൻസിൻ്റെ പുറകെ പോകാതെ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുറേ പുസ്തകത്തിൽ നിന്ന് വാരി വലിച്ച് പഠിക്കാതെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. എന്താ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ NCERT എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് അതേ സാധനങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത്? ലാസ്റ്റ് ടൈമിൽ നമുക്ക് പ്രിപ്പറേഷൻ. അപ്പോൾ എപ്പോഴും വിചാരിക്കുക നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? ഗൈഡ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ലെറ്റ്സ് സേ ഏതെങ്കിലും ഒരു പുസ്തകം ഉണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഉണ്ടാവും,
പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ പഠിച്ച പുസ്തകങ്ങളുണ്ടാവും. അങ്ങനെ 3-4 പുസ്തകങ്ങളുണ്ടാവും. ഇതുകൂടാതെ നമ്മൾ സ്കൂളിൽ നിന്ന് എടുത്തത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആരെങ്കിലും തന്ന ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൻ്റെ മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ എപ്പോഴും വേണ്ടത്, ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ സ്പീഡ് കൂട്ടണം. നമുക്ക് പഠിച്ച സാധനങ്ങൾ തറവായിട്ട് നമ്മുടെ മനസ്സിലിരിക്കണം. ഈ 2 സാധനങ്ങളാണ് നമുക്ക് ദ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ 100 മീറ്ററൊക്കെ ഓടുന്നത് പോലെയാണോ നമ്മൾ 2000 കിലോമീറ്റർ ഓടുക? ലൈക്ക് നിങ്ങൾ സ്കൂളിലൊക്കെ ഓടുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ 100 മീറ്റർ ഓടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പരമാവധി വേഗത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓടുക അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പരമാവധി വേഗത്തിലാണ് ഓടുക. ഫിനിഷ് ചെയ്യുമ്പോഴും നമുക്ക് അതേ ഒരു എനർജി ഉണ്ടാവും. പക്ഷെ നമ്മൾ 200 മീറ്റർ അല്ലെങ്കിൽ ലൈക്ക് മാരത്തോണൊക്കെ ഓടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 400 മീറ്റർ, നിങ്ങൾ സ്കൂളിൽ ഒരു 2 റൗണ്ട് ഉണ്ടാവും 400 മീറ്റർ നമ്മൾ റിലേ അല്ല 400 മീറ്റർ നമ്മൾ ഓടുക എന്ന് വിചാരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അടിച്ചു വിട്ടു. അപ്പം നമ്മളായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവുക അല്ലേ? നമ്മളായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താ? ബാക്കിയുള്ളവരൊക്കെ പതുക്കെ ഓടുമ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓടി, നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. 400 മീറ്റർ എന്ന് പറഞ്ഞാൽ 2 റൗണ്ടാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു 2 റൗണ്ട് ചിലപ്പോൾ പകുതി എത്തുമ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ എക്സോസ്റ്റ് ആയിട്ട് പോയിണ്ടാവും. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇനീഷ്യലി ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ ഒന്നും എടുത്തില്ലെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റ് ഓഫ് എവറി റേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ 100 മീറ്റർ ആവട്ടെ, നിങ്ങൾ 2000 ആവട്ടെ, നിങ്ങൾ 400 മീറ്റർ ആവട്ടെ, എല്ലാത്തിൻ്റെയും അവസാനമാണ് ഇമ്പോർട്ടൻറ്റ്. ലൈഫാണ്, നമ്മുടെ ജീവിതമാണെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്കിങ്ങോട്ട് പറയാനുള്ളത്, ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷനിലാണ് എല്ലാവരും. ഓൾമോസ്റ്റ് 1 month and plus days ആണ് നമ്മുടെ കയ്യിലുള്ളത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് NCERT എക്സാമ്പിൾസ് ആൻഡ് പ്രീവിയസ് ഇയേഴ്സ്. ഈ 2 ടോപ്പിക്സ്, ഈ 2 സാധനം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫാസ്റ്റായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യാൻ ഉള്ളത് കേട്ടോ. ഫൈൻ. അപ്പോൾ കുറേ സാധനങ്ങളൊന്നും പഠിച്ച് വാരി വലിച്ച് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത്. പഠിക്കുന്ന സാധനങ്ങൾ വൃത്തിയായിട്ട് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഫിസിക്സ് ആണ് ഞാൻ പറയുന്നത്, ഫിസിക്സ് ആണ്. ഫൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ വരെ എത്തി കഴിഞ്ഞു കേട്ടോ. ലെറ്റ്സ് സോൾവ് ദിസ്. ഫാസ്റ്റ്ലി സോൾവ് ചെയ്യുക. 2t cos theta is equal to mg. അപ്പോൾ എനിക്ക് വേണ്ടത് മിനിമം ടെൻഷൻ ആണ്. സോ ടെൻഷൻ t is equal to mg divided by 2 cos theta. ഇവിടെ വരെ നമ്മൾ എത്തി. ഓക്കെ, നസ്രീൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരെ നമ്മൾ എത്തി. എന്നൊരു ചോദ്യം എന്താ? മിനിമം ടെൻഷൻ, ഇത് മിനിമം ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ്, എത്ര ടെൻഷൻ കൊടുക്കണം എന്നാണ്. അപ്പോൾ അതാ നോക്കിയേ, മിനിമം ടെൻഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? എനിക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റൻ ചെയ്യണം. ഈ റോപ്പ്, ഇങ്ങനെ നിന്ന റോപ്പിന് എനിക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയല്ലേ ഇപ്പോൾ റോപ്പ് ഉള്ളത്, ഈ റോപ്പിന് എനിക്ക് എന്ത് ചെയ്യണം? വലിച്ച് നീട്ടണം. എന്നാലേ ഇത് സ്ട്രെയിറ്റൻ ആവുമെന്ന് പറയുള്ളൂ. സി ഇത് ശ്രദ്ധിക്കണേ മക്കളെ. എൻ്റെ മോനെ വെളുക്കാൻ തേച്ച് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ഇത് സ്ട്രെയിറ്റൻ ചെയ്ത് പിടിക്കണം. ഇത് സ്ട്രെയിറ്റൻ ചെയ്ത് പിടിച്ചാലേ ഇത് ഹൊറിസോണ്ടൽ ആവും എന്ന് പറയാം. അപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്ത് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം മക്കളെ, സ്ട്രെയിറ്റൻ ചെയ്ത് പിടിച്ചു എന്ന് വെക്കുക. നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് പിടിച്ചു, സ്ട്രെയിറ്റൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ തീറ്റ എന്തായി മാറും? സി ദ തീറ്റ എന്താവും? തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിത്ത് ദ വേർട്ടിക്കലാണ്, ഇങ്ങനെ നിൽക്കുന്ന ലൈനിലായിട്ട് തീറ്റ വരുന്നത്. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആക്ച്വലി സ്ട്രെയിറ്റൻ ചെയ്താൽ തീറ്റ എത്രയാവും മക്കളെ? പറ തീറ്റ എത്രയാവും? തീറ്റ വിൽ ബി 90 ഡിഗ്രി. തീറ്റ വിൽ ബി 90 ഡിഗ്രി. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ വാട്ട് ഈസ് കോസ് തീറ്റ? ഇവിടെ നമ്മൾ തീറ്റ 90 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. വാട്ട് ഈസ് കോസ് 90? കോസ് 90 0. സോ എനി നമ്പർ ബൈ 0 വി ഗോട്ട് ദ വാല്യൂ ആസ് ഇൻഫിനിറ്റി. ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്തു. മിനിമം ടെൻഷൻ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റൻ ദ റോപ്പ്. സ്ട്രെയിറ്റൻ ദ റോപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലിയാണ് നമ്മൾ തീറ്റ എടുത്തത്. അപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ തീറ്റ 90 ആവും. തീറ്റ 90 ആവുമ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മൾ കോസ് 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോസ് 90 എത്രയാണ്? 0. സോ എനി നമ്പർ ബൈ 0 ദ ആൻസർ ഇസ് ഇൻഫിനിറ്റി. ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞേ, ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? പറയണേ, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആണ്? ഫൈൻ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. T1 and T2 are given. T1 and T2 in the given figure are. ഓക്കെ, അപ്പോൾ കണക്റ്റഡ് ബോഡീസിലെ ക്ലിയർ ആണ്. കണക്റ്റഡ് ബോഡീസ് നമ്മൾ ശ്രദ്ധിക്കണം. കണക്റ്റഡ് ബോഡീസിൻ്റെ പ്രോബ്ലംസ് നമുക്ക് എവിടെയൊക്കെ വരുന്നുണ്ട്? പുള്ളിയിൽ വരുന്നുണ്ട്, ബ്ലോക്കുകൾ കയറ് കെട്ടിയിൽ വരുന്നുണ്ട്, പുള്ളി തന്നെ പല ടൈപ്പിലുണ്ട്. സോ ആ ഒരു കണക്റ്റഡ് ബോഡി സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണേ. ഇതിൻ്റെ എല്ലാ പ്രോബ്ലവും നിങ്ങൾ മിനിമം ഒരെണ്ണമെങ്കിലും നോക്കിയിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇതൊരു കണക്റ്റഡ് ബോഡിയാണ്. ഓക്കെ, ഇതൊരു കണക്റ്റഡ് ബോഡിയാണ്.
നമ്പർ 1. ഓക്കെ ഫൈൻ. ഇനി എന്ന് വെച്ചാൽ ഇതൊരു കണക്റ്റഡ് ബോഡിയാണ്. നമ്പർ 2. ഓക്കെ, പിന്നെ ഇതൊരു കണക്റ്റഡ് ബോഡിയാണ്. നമ്പർ 3. ഓക്കെ, ഇത് ആൽഫ. സോ ഐ എം നെയിമിങ് ഇറ്റ് ആസ് എ ബി സി, പിന്നെ ഡി ആൽഫ ബീറ്റ. ഇതൊരു കണക്റ്റഡ് ബോഡിയാണ്. ഓക്കെ, പിന്നെ ദ ലാസ്റ്റ് വൺ, ലാസ്റ്റ് അല്ല ഇനിയും വരക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ഈ വിത്ത് ഫ്രിക്ഷൻ. ഓക്കെ, വിത്ത് ഓർ വിത്തൗട്ട് ഫ്രിക്ഷൻ, മൂവബിൾ പുള്ളി വളരെ കുറച്ചേ നമുക്ക് ചോദിക്കാറുള്ളൂ. നമ്മൾ വരച്ചല്ലേ. സോ ഇവിടെ ഏതാ ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ? ഓക്കെ, ഇത് നമുക്ക് മാസസ് കണക്റ്റഡ് ഇൻ എ സ്ട്രിങ് വിത്ത് ഓർ വിത്തൗട്ട് സ്ട്രിങ് നമുക്ക് കൊടുക്കാം. 2, 3. ഓക്കെ, ഇവിടെ നിന്ന് തള്ളുന്നു അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും തള്ളുന്നു. ഫൈൻ. സോ ഇതുപോലെ കണക്റ്റഡ് ബോഡീസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മിനിമം ഒരെണ്ണെങ്കിലും. ഇത് NCERT-യിലുണ്ട്. ദിസ് ഇസ് NCERT-യിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ഇത് പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ആൻഡ് ഇത് പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് ഓൾസോ ഇൻ പ്രീവിയസ് ഇയേഴ്സ്. ദിസ് ഇസ് ഓൾസോ ദസ് ഇൻ പ്രീവിയസ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ കണക്റ്റഡ് ബോഡീസ് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ്. ഓക്കെ, മുഫീദ ആൻസർ പറഞ്ഞത്. ഓക്കെ ഫൈൻ. അപ്പോൾ കണക്റ്റഡ് ബോഡി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കണക്റ്റഡ് ബോഡി മക്കളെ ബേസിക് കൺസെപ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആക്സലറേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് കണക്റ്റഡ് ബോഡീസ്. കാരണം എന്താ നോക്കി, ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം കിട്ടാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. വിത്തിൻ ദിസ് ഷോർട്ട് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട നല്ല ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? പ്രീവിയസ് ഇയേഴ്സ് ആണ്, NCERT ബേസ്ഡ് ആണ്. സോ അതിൽ നിന്നുകൊണ്ട് ഫോക്കസ് ചെയ്യാം. അത് നോക്കിക്കോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, സ്ട്രിങ് കണക്റ്റഡ് വിത്ത് ഡിഫറെൻറ്റ് മാസസിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും എന്തായിരിക്കും? എ കോമൺ ആയിരിക്കും. കോമൺ ആക്സിലറേഷൻ ആയിരിക്കും. കോമൺ ആക്സിലറേഷൻ ആയിരിക്കും. മറക്കൂല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്, എല്ലാവർക്കും ഒരൊറ്റ ആക്സിലറേഷനാണ് ഉണ്ടാവുക. ഓക്കെ, എല്ലാവർക്കും ഒരൊറ്റ ആക്സിലറേഷൻ ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എ കോമൺ. എന്താ ഫോർമുല? എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ്, എഫ് എക്സ്റ്റേണൽ ഡിവൈഡഡ് ബൈ എം ടോട്ടൽ. മറക്കരുത്. എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ്. ഓക്കെ, എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. അല്ലാതെ നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ, ഇന്റേണൽ ഫോഴ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആക്സലറേഷൻ ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ദി എക്സ്റ്റേണൽ ഫോഴ്സ്. എന്താ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഈക്വൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ നമുക്ക് ഒരു സാധനത്തിന് ആക്സിലറേറ്റ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇന്റേണൽ ഫോഴ്സിന് നമ്മൾ ടെൻഷനെ കൊണ്ട് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഏതാ മക്കളെ? 120 ന്യൂട്ടൺ ആണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. 120 ഡിവൈഡഡ് ബൈ മാസ് ടോട്ടൽ എത്രയാണ്? 3, 5 + 7. എത്ര വരും? 3, 5 + 7. 3 + 5 + 7 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ വിൽ ബി 8 m/s² നമുക്ക് കിട്ടും. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ടെൻഷൻ T1 ആൻഡ് T2 ആണ് കാണേണ്ടത്. അപ്പോൾ തിരക്കൂട്ടാതെ T2 കാണണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ ഫോക്കസ് ചെയ്യാം, T2 കാണാൻ. അപ്പോൾ T2 കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. അപ്പോൾ ആദ്യം നമ്മൾ T2 ഫോക്കസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ആരെയാണോ നോക്കുന്നത് അവനെ മാത്രം ഫോക്കസ് ചെയ്യാം. രണ്ടുപേരെ ഒരേ സമയത്ത് നോക്കിയാൽ കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ഒരു സമയത്ത് ഒരാളെ നോക്കുക. ഞാനിപ്പോൾ ആരെയാണ് നോക്കുന്നത്? 7 കിലോഗ്രാം. അപ്പോൾ ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞിരുന്നു, ഒരാളെ നോക്കുമ്പോൾ അയാളുടെ മുകളിലുള്ള ഫോഴ്സാണ് നോക്കേണ്ടത്. ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡിയാണ് നോക്കേണ്ടത്. അപ്പോൾ 7 കിലോഗ്രാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇവിടെ ഓക്കെ ഫൈൻ. ഇവിടെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, എവേ ആണ്. ഇനി ചില ക്വസ്റ്റ്യനിൽ ഡയറക്ഷൻ തരൂല. അപ്പം നമുക്കറിയണം ഡയറക്ഷൻ തന്നിട്ടില്ലെങ്കിൽ അവിടെ ഇങ്ങനെയാണ് ടെൻഷൻ ഉണ്ടാവുക. കാരണം 7 എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ടെൻഷൻ ഓൾവേസ് ആക്ട് അവേ ഫ്രം ദ ബോഡി. അപ്പോൾ ഇതാണ് T2 എന്ന് പറഞ്ഞാൽ, ഇതാണ് 7 കിലോഗ്രാം. അപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ ഇക്വേഷൻ എഴുതേണ്ടത്? F = ma. അപ്പോൾ ഇവിടെ എന്താ? F ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ടെൻഷനാണ്. അപ്പോൾ ഞാൻ T2 = 7 ഇൻറ്റു, ഞാൻ പറഞ്ഞിരുന്നു എല്ലാവർക്കും 7 കിലോഗ്രാം ആവട്ടെ, 5 കിലോഗ്രാം ആവട്ടെ, 3 കിലോഗ്രാം ആവട്ടെ, എല്ലാവർക്കും ഒരേ ആക്സലറേഷൻ ആണ് ഉണ്ടാവുക. സോ 7 × 8 എത്ര മക്കളെ? 56 ന്യൂട്ടൺ ആണ് നമ്മുടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 56 ന്യൂട്ടണുള്ള 2 പേരുണ്ട്, ഒന്നല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4. അപ്പോൾ
ഓർഡർ ശ്രദ്ധിക്കുക T1 ആൻഡ് T2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന അതേ ഓർഡറിൽ തന്നെ ഉത്തരം എടുക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, പ്രത്യേകിച്ച് ഇതാ ഞാൻ പിന്നെയും പറയാണ്, റേഷ്യോ ഉള്ള ക്വസ്റ്റ്യൻ പിന്നെ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓക്കെ, റേഷ്യോ ഉള്ള ക്വസ്റ്റ്യൻ ലൈക്ക് A to B, ദ റേഷ്യോ ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിയോ പ്രീവിയസ് ഇയേഴ്സിൽ B വിത്ത് റെസ്പെക്ട് ടു A എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ കിടക്കണ്ടാവും. 1:2 എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ 50% ചാൻസ് ആണ് 2:1 അവിടെ ഉണ്ടാവും. കാരണം 1:2 കറക്റ്റ് ആണെങ്കിൽ കുട്ടികളെ എങ്ങാനും A/Bക്ക് പകരം B/A എടുത്തു കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. അപ്പോൾ അവിടെ 56-96 കേട്ടോ. ഈ രണ്ട് ഓപ്ഷൻ ശ്രദ്ധിച്ചേ. നിങ്ങൾ എങ്ങാനും കെയർലെസ് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ 5 മാർക്കാണ് പോവുക. 5 മാർക്ക്, 4 മാർക്ക് നമുക്ക് കിട്ടേണ്ടിയിരുന്നത് പ്ലസ് നിങ്ങൾ വരുത്തിയ നെഗറ്റീവ് മാർക്ക്. സോ 5 മാർക്സ് ആണ് പോവുക. ശ്രദ്ധിക്കുക. അപ്പോൾ റേഷ്യോ ഉള്ള ക്വസ്റ്റ്യൻ, ഓർഡർ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ T2 ആണ് എനിക്ക് കിട്ടിയത്. T2 തന്നിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷനിലാണ്, രണ്ടാമത്തെ ഓർഡറിൽ 56 ഉള്ളത് C ആണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് പോകാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഉറപ്പാണ്, ഷുവറാണ് നിങ്ങൾ ചെയ്തത് 56 കറക്റ്റ് ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ദ സെക്കൻഡ് വൺ. ഉറപ്പാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്താൽ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സെൻറ്റൻസ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ ചെയ്തത് ശരിയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ബോദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളാം, ചെയ്ത് നോക്കാൻ നിൽക്കണം. നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ ചെയ്ത് നോക്കാം. എന്താ ഇനി നമുക്ക് T1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. T1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ T1 എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നത്? 5 കിലോഗ്രാമിലാണ് T1 ആക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, 5 കിലോഗ്രാമിൽ T1 ആക്ട് ചെയ്യുന്നു. എങ്ങോട്ട്? ഇങ്ങോട്ട്. കഴിഞ്ഞോ? ഇല്ല. നോക്കിയേ, എവിടെ ഉണ്ട്? ഇതേ 5 കിലോഗ്രാമിൽ വലത്തോട്ടൊരാളുണ്ട്, T2 ഉണ്ടാവൂലേ? കാരണം എന്താ? എടോ 5 കിലോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം എത്ര ആളായിട്ട് കണക്റ്റഡ് ആണ് 5 കിലോഗ്രാം? 7 കണക്റ്റഡ് ആണ്, 3 കണക്റ്റഡ് ആണ്, എല്ലാത്തിനും കണക്റ്റഡ് ആണ്. അപ്പോൾ ടെൻഷൻ, ഞാൻ പറഞ്ഞു ടെൻഷൻ ഓൾവേസ് ആക്ട് അവേ ഫ്രം ദ ബോഡി. അത് മാത്രമല്ല, ഇത് മാത്രമല്ല ഉണ്ടാവുക, അവിടെ ആരുണ്ട്? 7 കിലോഗ്രാമായിട്ട്. അപ്പോൾ വേറൊരു ബോഡിയായിട്ട് കണക്റ്റഡ്. അപ്പോൾ വേറൊരു ടെൻഷൻ നമുക്ക് കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടി, ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി കിട്ടിയാണ്. അപ്പോൾ 5 കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ എഴുതുക? ആദ്യം നോക്കുക എങ്ങോട്ടാണ് നമ്മുടെ ആക്സിലറേഷൻ ഉള്ളത്. ഹോൾ മാസ് എങ്ങോട്ടാണ് പോകുന്നത്? വലത്തോട്ടാണ്. അപ്പം ഞാൻ എടുക്കേണ്ടത് വലത്തോട്ടുള്ള ഫോഴ്സസ്, ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ വലത്തോട്ടുള്ള ടെൻഷൻ പോസിറ്റീവായിട്ട് എടുക്കുക, ഇടത്തോട്ടുള്ള ടെൻഷൻ നെഗറ്റീവായിട്ട് എടുക്കുക. ഇതാണ് നമ്മളെ ഹിന്റ് സോൾവിങ്. അപ്പോൾ നമുക്ക് വലത്തോട്ടുള്ള ടെൻഷൻ T1 ആണ്, ഇടത്തോട്ടുള്ള ടെൻഷൻ T2 ആണ്. ഫൈൻ. അപ്പോൾ നമുക്ക് വലത്തോട്ടുള്ള ടെൻഷൻ നമുക്ക് എന്ത് കൊടുക്കാം? T1 എന്തോ. അപ്പോൾ നമുക്ക് F is equal to ma നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഓൾ ദ ഫോഴ്സസ്, ഏതൊക്കെയാണ് ഫോഴ്സ് ഇവിടെ ഉള്ളത്? T1 പോസിറ്റീവ്, കാരണം അത് ഇടത്തോട്ടാണ് നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നത്, ഇടത്തോട്ടാണ്. അപ്പോൾ T1 ഞാൻ പോസിറ്റീവ് കൊടുത്തു. മൈനസ് T2 റൈറ്റ് സൈഡിലോട്ടാണ്, ഇസ് ഈക്വൽ ടു 5 into A. നമുക്കറിയാവുന്ന സാധനങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. T1 is equal to 5 into ആക്സിലറേഷൻ എത്രയാ? 8 ആണ് നമുക്ക് കിട്ടി. പ്ലസ് T2 എത്രയാ? 56 ആണ്. ആഡിങ് വി ഗെറ്റ് 96 ന്യൂട്ടൺ. ഓക്കെ സുഹൈല, ഓക്കെ 96 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിരുന്നു. പിന്നെ ഫസ്റ്റ് ഓപ്ഷനും കിട്ടി. സോ 96 കൺഫേം ആയി. 110% ഓപ്ഷൻ C ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? പറഞ്ഞേ, ഓക്കെ ആണോ? പറയണേ. ദാ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ മക്കളെ, നോക്കണേ. എന്നാ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പുള്ളി shown in the diagram are smooth and the masses and A1 and A2 are the acceleration of the blocks of mass 4 kilogram and 8 kilogram respectively, then ആ ഒരു കേസ് തന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രിക്ഷൻ ഇല്ല, നമ്പർ 1, ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് സ്മൂത്ത് ആൻഡ് മാസ്ലെസ്. മാസ് ഇല്ല. ഓക്കെ, മാസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ റൊട്ടേഷണൽ ഡൈനാമിക്സിൽ നമുക്ക് അവിടെ ടോർക്ക് കൂടി കൺസിഡർ ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ടോർക്ക് കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റൊട്ടേഷണൽ ഡൈനാമിക്സിൽ ടോ ഇസ് ഈക്വൽ ടു I ആൽഫ റൊട്ടേഷണൽ അനാലിറ്റിക്സും കൂടെ കൊടുക്കാം. പക്ഷെ ആ ഒരു കേസിലോട്ട് പോകുന്നില്ല. ആക്ച്വലി ഈ ഒരു സാധനം എന്താ, ഇത്ര വെച്ചിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ ഒരു സാധനം ഇത്ര വെച്ച് ബ്ലോക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു ഫിഗറിന് പകരം ഒരു ഡിസ്ക് കൊടുത്തു. എന്നിട്ട് ഈ സാധനം ഞാനിവിടെ കണക്ട് ചെയ്തു. ഇതിനൊരു മാസ് തന്നു. ഓക്കെ, മാസ് ഉണ്ട്, മാസ് ലെസ് പുള്ളിയല്ല, മാസ് ഉള്ള പുള്ളിയാണ്. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ മാസ് ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡിസ്കിനായിട്ട്. സോ ദിസ് വിൽ കം ഡൗൺ. ചോദ്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് വിൽ ബി ദ ആംഗുലർ ആക്സിലറേഷൻ
ഓഫ് ദി പുള്ളി. പുള്ളിയുടെ ആംഗുലർ ആക്സിലറേഷൻ ആണ് ചോദിക്കുക. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയി? ഇത് റൊട്ടേഷണൽ ഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് തമ്മിൽ വ്യത്യാസം ഞാൻ പറയുന്നത്, റൊട്ടേഷണൽ ഡൈനാമിക്സിലെ ക്വസ്റ്റ്യനിൽ പുള്ളിക്ക് എന്തുണ്ടാവും? പുള്ളിക്ക് മാസ് ഉണ്ടാകും. ഓക്കെ, പുള്ളിക്ക് മാസ് ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ ടോർക്ക് നമുക്കതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ടോർക്ക് അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യേണ്ട? ഇവിടെ നമുക്ക് റൊട്ടേഷണൽ ഡൈനാമിക്സിലെ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. ബിക്കോസ് മാസ് ഇല്ല. ഐ ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ. എം ആർ സ്ക്വയർ ഇല്ല, നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് റൊട്ടേഷണൽ ഡൈനാമിക്സും ഈ ഒരു സാധനവും കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ എളുപ്പമാണ് പുള്ളീൻ്റെ കേസിൽ. ഫൈൻ, നോക്കാം നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ഈ 8 കിലോഗ്രാം ഉണ്ട്, 4 കിലോഗ്രാം ഉണ്ട്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് A1 A2. A1 എന്ന് പറഞ്ഞാൽ ആരാ? A1 എന്ന് പറഞ്ഞാൽ ഓർഡർ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓർഡർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. A1 എന്ന് പറഞ്ഞാൽ 4 കിലോഗ്രാമിൻ്റെയാണ്, A2 എന്ന് പറഞ്ഞാൽ 8 കിലോഗ്രാമിൻ്റെയാണ്. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഞാൻ താഴോട്ടാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിനർത്ഥം A2 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ടാണ്. ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ചോദ്യം എന്താണ്? ചോദ്യം വേറൊന്നുമില്ല, ഇവരുടെ റിലേഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആക്ച്വലി ഇതൊരു മൂവബിൾ പുള്ളിയാണ്. ദിസ് ഇസ് എ മൂവബിൾ പുള്ളി. കാരണം എന്താ? ഇതിന് മൂവ് ചെയ്യാം, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, റൈറ്റ്? ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഇത് ഫിക്സ്ഡ് പുള്ളിയാണ്. അപ്പം മൂവബിൾ പുള്ളിയും ഫിക്സ്ഡ് പുള്ളിയും ശ്രദ്ധിക്കാം. മൂവബിൾ പുള്ളിയുടെ ആക്സലേഷനും ഫിക്സ്ഡ് പുള്ളി ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ദെൻ വി ക്യാൻ ടോക്ക് അബൌട്ട് ദ തിയറി. ഓക്കെ, ആദ്യം ശ്രദ്ധിക്കാം മക്കളെ. നമുക്ക് ഇവിടെ ഒരാളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെയാണ് നമുക്ക് വരാറ്. നീറ്റിന് മൂവബിൾ പുള്ളി അധികം വരലില്ല കേട്ടോ. ഓക്കെ, മൂവബിൾ പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് നീറ്റ് അധികം വരാറില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു കൺസെപ്റ്റ് മാത്രം ഞാൻ പറഞ്ഞു തരാണ്. ഇത് നോക്കിക്കോ, ഇവിടെ ഞാൻ ആദ്യം ഒരു ലോജിക്ക് പറഞ്ഞു തരേ. ഇവിടെ നോക്കി മക്കളെ, ഇതിന് ആക്സിലറേഷൻ ഉണ്ടാവും. ഇതിന് ആക്സിലറേഷൻ ഉണ്ടാകുമ്പോഴാണ് ആക്ച്വലി ഈ റോപ്പ് താഴോട്ട് വന്ന് ഒരേ എമൗണ്ടിൽ താഴോട്ട് വരുമ്പോഴാണ് ഇവൻ താഴോട്ട് പോവുക. ചുരുക്കി പറഞ്ഞാൽ മുകളിലുള്ള വസ്തു റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് താഴെയുള്ള വസ്തു താഴോട്ട് മൂവ് ചെയ്യുക. ഇവൻ്റെ ആക്സിലറേഷനും ഇൻഫ്ലുവൻസ്ഡ് ആണ് രണ്ടുപേരും. പിന്നെ ഇവിടുന്ന് പോകുന്ന റോപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലെറ്റ്സ് സേ എക്സാമ്പിൾ ഞാൻ പറയുന്നത് കേട്ടോ. ആക്ച്വലി ലെറ്റ്സ് സേ ഇത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 2 സെൻറ്റിമീറ്റർ റോപ്പ് വലത്തോട്ട് പോയി. അപ്പോൾ ആക്ച്വലി ഇവിടെ എത്തുമ്പോൾ 2 സെൻറ്റിമീറ്റർ വന്നു ഇവിടെ. ഓക്കെ, ഈ ഭാഗത്ത് 2 സെൻറ്റിമീറ്റർ വന്നു, ഇപ്പുറത്തെ ഭാഗത്തും 2 സെൻറ്റിമീറ്റർ വരണം. എന്നാലേ താഴെയുള്ള ആള് എങ്ങോട്ട് പോവുകയുള്ളൂ? ഇവൻ്റെ അതേ ആക്സിലറേഷനിൽ പോവുകയുള്ളൂ. പറയാൻ ശ്രദ്ധിക്കണേ മക്കളെ. എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു 2 സെൻറ്റിമീറ്റർ റോപ്പ് മുകളിൽ നിന്ന് സഞ്ചരിച്ചു, മുകളിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ നീളുന്നു എന്ന് വിചാരിക്കാം. ആ 2 സെൻറ്റിമീറ്റർ റോപ്പ് നീണ്ട് ഇവിടെ വരെ എത്തി. പക്ഷേ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. അതിനർത്ഥം ഇവൻ 2 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് പോകുമെന്നാണോ? അല്ല. കാരണം ഇവൻ്റെ റോപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ബോഡി എന്ന് പറഞ്ഞാൽ വലത്തോട്ടും ഇടത്തോട്ടും ഒരേപോലെ കണക്റ്റഡ് ആകുമ്പോൾ ഇപ്പുറത്തോട്ടും എന്ത് വരണം? 2 സെൻറ്റിമീറ്റർ വന്നാലേ എൻ്റെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇവൻ്റെ ആക്സിലറേഷന് ഈക്വലായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇവൻ 2 സെൻറ്റിമീറ്റർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലറേഷൻ ഉണ്ടായാൽ ഇവൻ എത്ര ഉണ്ടാവുക? ഇവൻ അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഇവിടെയും സെയിം എമൗണ്ട് വന്നാലേ ഈ റോപ്പ് കണക്ട് ചെയ്തിട്ടുള്ള പുള്ളി താഴോട്ട് പോവുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മൂവബിൾ പുള്ളിയുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പുള്ളിയുടെ ഡബിൾ ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി A1 is equal to 2 times A2. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണിത് സോൾവ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോൾവ് ചെയ്യണം എങ്ങനെ നോക്കാം. ആദ്യം നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻസ് ഒന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തേ. ലെറ്റ്സ് സേ മുകളിലോട്ട് ആരാണ്? മുകളിലോട്ട് ടെൻഷൻ ഉണ്ട്, T ഉണ്ട്. പിന്നെ താഴോട്ട് ആരുണ്ട്? 4G വെയിറ്റ് ഉണ്ട്. പിന്നെ അതേ ടെൻഷനാണ് ഇങ്ങോട്ട്, T. ടെൻഷൻ സെയിം ആണ്. ഈ പുള്ളിനെ വിത്ത് റെസ്പെക്റ്റാണ് ഞാൻ എഴുതുന്നത്. അതേ ടെൻഷനാണ് റൈറ്റ് സൈഡിലോട്ട്, T.
ഓക്കെ, ഇനി ആ കയർ അല്ല എവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്, ഈ റോപ്പിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വേറൊരു കയറാണ്. സോ നമുക്ക് അവിടെ ടി ഡാഷ് എന്ന് കൊടുക്കാം, ടി ഡാഷ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ നോക്കിയോ മക്കളെ, ടി ഡാഷ് കൊടുത്തു നമ്മൾ. ഇനി നമുക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുള്ളി എന്താണ്, മാസ്ലെസ് പുള്ളിയാണ്. മാസ്ലെസ് പുള്ളി എന്ന് പറഞ്ഞാൽ അതിന് നെറ്റ് ഫോഴ്സ് 0 ആകണം. നെറ്റ് ഫോഴ്സ് മാസ് ഇല്ല, സോ നെറ്റ് ഫോഴ്സ് 0. അതിനർത്ഥം എന്താണെന്നറിയോ, ടി ഡാഷ്, ഈ ടി ഡാഷ് എന്തിന് ഈക്വൽ ആയിരിക്കണം, ആ ടി ഡാഷ് വലത്തോട്ടും ഇടത്തോട്ടുള്ള ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. സോ ടി ഡാഷ് മസ്റ്റ് ബി ഈക്വൽ ടു 2 times ടി. എന്നാൽ മാത്രമേ അവൻ ഇക്വിലിബ്രിയത്തിലാവുള്ളൂ, നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കേസ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടി ഡാഷ് മൈനസ് 2t ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു മാസ് ഇല്ലല്ലോ 0. സോ ദിസ് ഇസ് ദ സെയിം തിങ്, രണ്ടും ഒന്നാം. ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2t കൊടുത്തു. ഇനി ആദ്യം നമുക്ക് 4 കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. 4 കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ താഴോട്ടാണ് ആക്സലേറ്റ് ചെയ്യുന്നത്, A1 ആക്സലേഷൻ ആണ്. സോ 4 കിലോഗ്രാമിൻ്റെ എഴുതും നമ്മൾ, 4g താഴോട്ടാണ് മൈനസ് ടി മുകളിലോട്ടാണ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എ. ഇതാണ് നമ്മുടെ 4 കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി അതുപോലെ നമുക്ക് 8 കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. 8 കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ കൊടുത്തേ. എങ്ങനെയാ 8 കിലോഗ്രാമിൻ്റെ ഇക്വേഷൻ? 8 കിലോഗ്രാമിന് വലത്തോട്ട് പിടിച്ച് വലിക്കുന്നത് ആരാ? 8 കിലോഗ്രാമിന് വലത്തോട്ട് പിടിച്ച് വലിക്കുന്നത് അവിടെയുള്ള ടി ഡാഷ് ആണ്. ഞാൻ പറഞ്ഞു 8 കിലോഗ്രാമിന് വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ അവിടെയുള്ള ടെൻഷൻ T1 ആണ്. സി മക്കളെ ശ്രദ്ധിക്കണേ മക്കളെ. ഇത് 8 കിലോഗ്രാം, ഇത് പുള്ളി. ഇതാ നോക്കിയേ, രണ്ട് സൈഡിലും ടെൻഷൻ. ഞാൻ പറഞ്ഞിരുന്നു ടെൻഷൻ്റെ ഡയറക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 8 കിലോഗ്രാമിനെ നോക്കുമ്പോൾ 8 കിലോഗ്രാമിനെ പിടിച്ചു വലിക്കുന്ന ടെൻഷൻ വലത്തോട്ടാണ്. പുള്ളീനെ നോക്കുമ്പോൾ പുള്ളീൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടാണ്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ടെൻഷൻ ഇസ് ഓൾവേസ് ആക്ടിങ് എവേ ഫ്രം ദ ബോഡി. ആ ഒരു ബോഡിയിൽ നിന്ന് എവേ ആയിരിക്കും ടെൻഷൻ എപ്പോഴും ആക്ട് ചെയ്യുക. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇങ്ങോട്ടാണ് എന്ത്, 8 കിലോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ടാണ്. കാരണം ആ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ആ 8 കിലോഗ്രാം പോകുന്നത്. സോ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്ത് 8 കിലോഗ്രാമിന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ ആകെ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ, അതാരാ, ടി ഡാഷ് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു എ. അവിടെ നമുക്ക് വേറെ ആക്സലറേഷൻ ആണ്, 8 ഇൻറ്റു A2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ഇസ് അനദർ ഇക്വേഷൻ, ഇത് അനദർ ഇക്വേഷൻ, എ ബി സി. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ നോക്കി മക്കളെ, ഇനി നമുക്ക് ഈ സാധനം നമ്മളിവിടെ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ടി ഡാഷ് നമ്മൾ 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടും, 2t ഇസ് ഈക്വൽ ടു ആരാ, 2t ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു A2. സോ നമുക്ക് ഇവിടെ നിന്ന് t ഇസ് ഈക്വൽ ടു 4A2 എന്ന് നമുക്ക് കിട്ടും, 4A2. അത് നമ്മൾ കൊണ്ടുപോയി ഇക്വേഷൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, 4g മൈനസ് 4A2 ഈക്വൽ ടു 4a. ഓക്കെ, ഇനിതാ ശ്രദ്ധിക്കണേ മക്കളെ, ത്രൂ ഔട്ട് നമുക്ക് 4A2 ക്യാൻസൽ ചെയ്യാം. g മൈനസ് A2 ഈക്വൽ ടു A1 ഇങ്ങനെ കിട്ടും. സോ A1 പ്ലസ് A2 ഇസ് ഈക്വൽ ടു g. ഈ ഒരു റിലേഷൻ അവിടെ കിട്ടി. ഓക്കെ, അവിടെ കിടക്കട്ടെ. ഇതിൻ്റെ ഒന്നും ഇതാണ് നമുക്ക് ആക്ച്വലി നമുക്ക് ബൈ ഇക്വേഷൻ ഓഫ് മോഷൻ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണിത്. ഫൈൻ. പക്ഷെ ആക്ച്വലി ഇതൊന്നും നമ്മൾ എന്തിലില്ല, ഓപ്ഷനിൽ ഇല്ല. സോ വി ആർ ഗോയിങ് ടു യൂസ് ദി അനദർ കൺസെപ്റ്റ്. അതാണ് ഞാൻ പറയുന്നത്. ലോജിക്കലി നമ്മൾ വേറെ കൺസെപ്റ്റാണ് നമ്മൾ മൂവബിൾ പുള്ളിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കണം മക്കളെ, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇനീഷ്യലി ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ, ഇനീഷ്യലി ഞാൻ നിങ്ങൾക്ക് ഒരു ലോജിക്കൽ സാധനം പറഞ്ഞിരുന്നു, അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കാരണം ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഏതൊരു കുട്ടിയും ചെന്നെത്തുക, ഈ ഒരു സാധനത്തിലാണ്. പക്ഷേ ഈ ഒരു സാധനം എവിടെ ഉണ്ടാവില്ല, ഓപ്ഷനിൽ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മൂവബിൾ പുള്ളിൻ്റെ കേസ് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചോളൂ എന്താണ് സംഭവിക്കുന്നത്. ലെറ്റ്സ് അനലൈസ്. ഇതിൻ്റെ നമുക്ക് കുറച്ച് പാർട്സ് ആയിട്ട് നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് വിചാരിക്കാം എക്സ് ആണ്, x1 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം റോപ്പ് x2 ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഈ റോപ്പിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം നമുക്ക് x3 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ് x1 പ്ലസ് x2 പ്ലസ് x3 ആണ് എന്ന് നമുക്ക് പറഞ്ഞൂടെ? പറ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ് x1 പ്ലസ് x2 പ്ലസ് x3 ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോപ്പ്. അതിന് നാം ഒരു c എന്നൊരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചു. ഇനി ഈ റോപ്പുകളുടെ മൂവ്മെന്റ് അനുസരിച്ചാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, റോപ്പുകളുടെ മൂവ്മെന്റ് അനുസരിച്ചാണ് എനിക്ക് ആക്സലറേഷൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും. അപ്പോൾ ഇവരെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് ആരെ കിട്ടും, A1നെ കിട്ടും. ശ്രദ്ധിക്കണേ മക്കളെ. അപ്പോൾ എനിക്ക് A1 കിട്ടി.
A1 is increasing കാരണം ഇവൻ താഴോട്ട് വരുമ്പോൾ ഇവനും തമ്മിലുള്ള ദൂരം കൂടുകയാണ്. സോ ദാറ്റ് ഇസ് പോസിറ്റീവ്. കാരണം ഞാൻ വിചാരിച്ചു താഴോട്ടാണ് വരുന്നത്, താഴോട്ട് വരുമ്പോൾ അവൻ്റെ ലെങ്ത് കൂടുകയാണ്. സോ ദാറ്റ് ഇസ് പോസിറ്റീവ്. ഇനി ശ്രദ്ധിക്കണേ മക്കളെ, ഇവൻ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇവൻ്റെ ദൂരം ഈ പുള്ളിയും തമ്മിൽ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് അവൻ്റെ ആക്സിലറേഷൻ, ഇത് മൂവിനനുസരിച്ചുള്ള ആക്സിലറേഷൻ ഞാൻ A2 ആണെന്ന് വിചാരിച്ചു. സോ അത് കുറയുന്നതിനെ കൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? -A2 എന്ന് കൊടുത്തു. -A2 കാരണം എന്താ? കാരണം ഈ പുള്ളിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫൈൻ. അപ്പോൾ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഡിക്രീസിങ്. ഇനി x3 എന്ന് പറഞ്ഞാൽ ഇവൻ അടുത്തോട്ട് വരും തോറും, ഇവൻ അടുത്തോട്ട് വരികയല്ലേ, ഇവൻ താഴോട്ട് വരുന്നതനുസരിച്ച് ഇവൻ അടുത്തോട്ട് വരും. അതും x3യും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ -A2. അപ്പം ഇവൻ്റെ മൂവ്മെൻറ്റും സെയിം ആണ്. കാരണം അവരുടെ രണ്ടുപേരുടെയും ടെൻഷൻ സെയിം ആണ്. T ടെൻഷനാണ് മുകളിലും താഴെ. അപ്പം അതിൻ്റെ രണ്ടുപേരുടെയും ആക്സിലറേഷനും സെയിം ആയിരിക്കും. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു, ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. നമുക്കിവിടെ ആൻസർ കിട്ടി. A1 - 2A2 is equal to 0. A1 is equal to 2 times A2. Okay, so this is a mathematical way of explaining this question. Concept clear ആണോ നോക്കിയേ മക്കളെ? Concept clear ആണോ നോക്കിയേ? ഓക്കെ, പറയണേ മക്കളെ, ഇത് കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് പറയണേ. ഇത്രമാത്രം ഓർത്തു വെക്കുക. ഫൈനലി ബൈ ദ എൻഡ് ഓഫ് ദ മൂവബിൾ പുള്ളി ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ, ഒരു മൂവബിൾ പുള്ളിയുടെ ക്വസ്റ്റ്യൻ തന്നാൽ, മൂവബിൾ പുള്ളിയുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ, മൂവബിൾ പുള്ളിയുടെ ആക്സിലറേഷൻ അല്ലെങ്കിൽ മൂവബിൾ പുള്ളിയുമായിട്ട് കണക്ട് ചെയ്ത ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന അവനെ സഹായിക്കുന്നവൻ്റെ ഹാഫ് ആയിരിക്കും. സി A2 is equal to A1/2. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ ഓർത്ത് വെക്കുക. കാരണം ഇതൊന്നും നമുക്ക് ചെയ്യാൻ നേരം ഉണ്ടാവില്ല, ഇത്രയും നമുക്ക് ഡിറൈവ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. സോ ഇത്ര മാത്രം ഓർത്ത് വെക്കുക. മൂവബിൾ പുള്ളിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് ആണെങ്കിൽ, മൂവബിൾ പുള്ളിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ആണെങ്കിൽ ആരുമായിട്ടാണോ അവൻ കണക്ട് ചെയ്തിട്ടുള്ളത്, സിംഗിൾ മൂവബിൾ പുള്ളിയാണ് വരണമെങ്കിൽ തന്നെ വരുന്നുണ്ട്. മൾട്ടി മൂവബിൾ പുള്ളിയൊക്കെ JEE മെയിൻസിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, അപ്പോൾ ആരുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് അവൻ്റെ ആക്സിലറേഷൻ്റെ പകുതിയായിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു റോപ്പ് ഇങ്ങനെ പോകുമ്പോൾ അവൻ ഇത്ര മൂവ് ചെയ്താൽ മുകളിൽ അവൻ്റെ ഹാഫേ മൂവ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ക്ലിയർ ആണ്. ഫൈൻ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം, മനസ്സിൽ കുറിച്ച് വെച്ചോളാം. അല്ലാണ്ട് ഇതൊന്നും നമുക്ക് ചെയ്യാനൊന്നും നേരം ഉണ്ടാവില്ല. സോ ഈ സാധനം ഓർമ്മ ബൈ ഹാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സടപടേ എന്ന് പറയേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്ലിയർ ആണ്. ഫൈൻ. ഓക്കെ, ഫൈൻ. നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. എ ബുള്ളറ്റ് ഓഫ് മാസ് 40 gram is fired from a gun of mass 10 kilogram. If the velocity of the bullet is 400 meter per second, then the recoil velocity of the gun is. Okay, bullet of mass 40 gram. ബുള്ളറ്റിൻ്റെ മാസ് 40 ആണ്. ഓക്കെ, ഗ്രാം ആണ്. എല്ലാം മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇനിയാവും പോട്ടെ, നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇത് നമുക്ക് ഒരു സാധനം വേണം. ഗണ്ണിൻ്റെ മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് തന്നിട്ടുണ്ട്, റീകോയിൽ വെലോസിറ്റി ഒക്കെ എപ്പോഴും എന്താ പറയുക, അത്ര ബേസിക് ക്വസ്റ്റ്യൻ ആണ്. മൊമെൻറ്റം കൺസർവേഷൻ എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം കൺസർവേഷൻ എന്തിൻ്റെയും, കൊളീഷൻ എലാസ്റ്റിക് ആവട്ടെ ഇൻഎലാസ്റ്റിക് ആവട്ടെ, കൊളീഷനിൽ എപ്പോഴും എന്തായിരിക്കും? മൊമെൻറ്റം ഇസ് ഓൾവേസ് കൺസർവ്ഡ്. എലാസ്റ്റിക് ആണെങ്കിലും ഇൻഎലാസ്റ്റിക് ആണെങ്കിലും ഓർത്ത് വെക്കുക മക്കളെ, കൊളീഷനിൽ ഓൾവേസ് മൊമെൻറ്റം ഇസ് ഓൾവേസ് കൺസർവ്ഡ് ആണ്. സോ ഇനീഷ്യൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. വെടി തോക്കിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു, ബി ആണ് കറക്റ്റ്. ഓക്കെ, വണ്ടർഫുൾ, വെരി ഗുഡ്. ദിസ് ആൻഡ് ദാറ്റ്, ഓക്കെ കറക്റ്റ് ആട്ടോ, ബി ആണ്. വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഓക്കെ, സോ നമുക്ക് ഇനീഷ്യൽ മൊമെൻറ്റം എന്താണ്? 0 ആണ്. ഫൈനൽ മൊമെൻറ്റം എന്താ? മാസ് ഓഫ് ദി ബുള്ളറ്റ് എത്രയാണ്? ഗ്രാമിലാണ്. വി ക്യാൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു കിലോഗ്രാം. ഇൻ ടു വെലോസിറ്റി ഓഫ് ദി എന്താ തന്നിട്ടില്ലേ? ബുള്ളറ്റ് 400. സോ ഇതാണ് മൊമെൻറ്റം ഓഫ് ദി, ദിസ് ഇസ് ദ മൊമെൻറ്റം ഓഫ് ദി ബുള്ളറ്റ്, പ്ലസ് മൊമെൻറ്റം ഓഫ് ദ ഗൺ 10 into V. സോൾവ് ചെയ്യുക, ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. 10 into V is equal to മൈനസ് പോയി എത്ര വരാ? 1.16 കിട്ടൂലേ? V is equal to -1.6. വെരി സിമ്പിൾ. ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ. ഓക്കെ അല്ലേ മക്കളെ? ബി ആണ്, ഓപ്ഷൻ ബി ആണ്. വെരി ഗുഡ്. ഓക്കെ, മൈനസ് ഷോസ് വാട്ട്? ബുള്ളറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലോട്ടാണ് ആര് വരിക? ഗണ്ണ് വരിക. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണ്. ഫൈൻ. അടുത്തത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ റോക്കറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ക്ലിയർ ആണ്. നോക്കിക്കോട്ടാ ക്വസ്റ്റ്യൻ നോക്കിയേ. എ റോക്കറ്റ് ഓഫ് മാസ്
5,700 kilogram ejects mass at a constant rate of 15 kilogram per second with a constant speed of 12 meter per second. Okay, the acceleration of the rocket 1 minute after the blast is എന്താ ചോദ്യം? ആക്സിലറേഷൻ ആണ്. റോക്കറ്റിന്റെ ക്വസ്റ്റ്യനും കോൺസ്റ്റന്റ് റേറ്റിൽ ഓയിൽ എഞ്ചിനിൽ നിന്നുള്ള ഓയിൽ കത്തിത്തീരുന്നതിന്റെ ക്വസ്റ്റ്യനും ശ്രദ്ധിക്കണം. അത് നമ്മുടെ ക്ലീഷേ F=ma എന്ന് പറഞ്ഞ ഫോർമുലയിൽ വർക്കൗട്ട് ആവത്തില്ല. ശ്രദ്ധിക്കണേ മക്കളെ, പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. റോക്കറ്റിന്റെ ക്വസ്റ്റ്യൻ, റോക്കറ്റ് പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡിയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ അതിനെ റോക്കറ്റ് എന്ന് പറയാം. സോറി, ഓക്കെ, ലൈവ് നമ്മളെ ക്ലാസ് ആണ് വിചാരിച്ചിട്ടു. ഫൈൻ, ചളിയടിയൊന്നുമില്ല, ടു ദ പോയിന്റ്, നേരെ ക്ലാസ്സിലോട്ടാണ്. ഓക്കെ, സോ റോക്കറ്റ് റോക്കറ്റല്ലെങ്കിൽ മുകളിലോട്ട് കത്തിപ്പോണ സാധനം, അത് തന്നെയാണ് റോക്കറ്റ്. അപ്പോൾ മുകളിലോട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതിൽ നിന്ന് എഞ്ചിൻ ഓയിൽ തീരുന്നതിൻ്റെ റേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ ഓർത്ത് വെക്കുക, F=ma നെഹി ചലേഗ, പോല കേട്ടോ. ഫൈൻ. അപ്പോൾ നമുക്ക് എന്താ ചോദ്യം? ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന F=ma എന്ന് പറഞ്ഞ സാധനം നടക്കൂല നേരെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. എന്നാലും ഞാൻ എൻ്റെ ബേസിക്കിലോട്ട് പോവാണ്. ദിസ് ഈസ് ദ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് ലോ കൊടുത്തു. F=d/dt of mv. ഓക്കെ, d/dt of mv. അപ്പോൾ എങ്ങനെ കൊടുക്കുക? ആദ്യം എമ്മിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കീപ്പിംഗ് വി ആസ് കോൺസ്റ്റന്റ്. സോ v dm/dt പ്ലസ് ആൻഡ് ദ നെക്സ്റ്റ് വൺ m dv/dt. ഇതാണ് നമ്മുടെ എഫിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ ഫോർ ദി ഫോഴ്സ്. ഫൈൻ. അപ്പോൾ ഇനി നോക്കി മക്കളെ, ഇനി കൊടുത്തോ, ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സാധനം മുകളിലോട്ട് പോകുന്നു. ആക്ച്വലി മുകളിലോട്ട് പോകുമ്പോൾ അതിന് എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. മുകളിലോട്ട് പോകുമ്പോൾ അതിനെന്തുണ്ടാവും? അതിന് വെയിറ്റ് ഉണ്ടാവും. ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിക്കണേ. ഒരു സാധനം മുകളിലോട്ട് പോകുമ്പോൾ അതിനെന്തുണ്ടാവും? അതിന് ആക്സലറേഷൻ ഉണ്ടാവും. നല്ല മുകളിലോട്ട് ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് പോകുള്ളൂ, കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ. പിന്നെ മുകളിലോട്ട് പോകണമെന്ന് പറഞ്ഞ് അതിൻ്റെ വെയിറ്റ് വാനിഷ് ആവോ? ഇല്ല, അവിടെ വെയിറ്റ് ഉണ്ടാവും. പിന്നെ എഞ്ചിൻ ഓയിൽ കത്തി തീരുന്നതിനനുസരിച്ച് അവിടെ dm/dt ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? v dm/dt. അതാരാ? മുകളിലോട്ടുള്ള ഫോഴ്സാണ്. അതേസമയം താഴോട്ട് ആരുണ്ട്? ഒരു റോക്കറ്റ് പോകുമ്പോൾ മുകളിലോട്ടുള്ള ഫോഴ്സ് dm/dt. താഴോട്ട് ആരാളെ? താഴോട്ട് mg ഉണ്ട്. യെസ് ഓർ നോ? പിന്നെ ഇതിന് ആവറേജ് മുകളിലോട്ട് ഒരു ആക്സിലറേഷൻ ഉണ്ടാവാതിരിക്കാം. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടോ? നോ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? ആക്സിലറേഷൻ ഓഫ് ദ റോക്കറ്റ് 1 minute ആഫ്റ്റർ ആണ് ചോദ്യം. അത് ആക്സിലറേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് F=ma കൊടുക്കാം. ഓവറോൾ നമുക്ക് F=ma നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ടർ ഫോഴ്സ് ആർ ഹിയർ. F= ഡ്രൈവിംഗ് ഫോഴ്സ് ആരാ? v dm/dt മുകളിലോട്ട് മൈനസ് mg താഴോട്ട് ഈക്വൽ ടു ma മുകളിലോട്ട് ma, ദാറ്റ് ഈസ് മുകളിലോട്ട് ma. ദാറ്റ്സ് ഇറ്റ്. അല്ലേ? ആണോ അല്ലേ? ഇതാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഈ ഒരു കേസിൽ എഴുതേണ്ടത്. ഫൈൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് ഈ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നെറ്റ് ഫോഴ്സ് ആരാ? പറ. എം എത്രയായിരിക്കും? എം ഇവിടെ ശ്രദ്ധിക്കണേ മക്കളെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. 5700 കിലോഗ്രാം ആയിരുന്നു ഇനീഷ്യൽ മാസ്. ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ റോക്കറ്റിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 5700 ആയിരുന്നു. ഈ മാസ് 15 കിലോഗ്രാം പെർ സെക്കൻഡിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇജക്ട്സ് എ മാസ് ഓഫ് 15 കിലോഗ്രാം പെർ സെക്കൻഡിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് ആകുമ്പോൾ എൻ്റെ മാസ് എത്രയായിരിക്കും? 1 മിനിറ്റ് ആകുമ്പോൾ എൻ്റെ മാസ് എത്രയായിരിക്കും? പറ. ആ കാരണം എന്താ വെച്ചാൽ dm/dt എന്ന് പറഞ്ഞാൽ ആരാ? dm/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആക്ച്വലി എത്രയാണ്? 15 ആണ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് dm/dt ആണിത്. പിന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇജക്ഷൻ വെലോസിറ്റി തന്നിട്ടുണ്ടോ? യെസ്, 12 km/s. 12 km/s ആണ്. അവനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ ആക്കണം. സോ 12 into കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 10⁻³ മീറ്ററിൽ. സോ ഈ ഇക്വേഷൻ ആയി മൈനസ് ജി അറിയാം നമുക്ക് 10 ആണ് ഇൻറ്റു എം എന്താ മക്കളെ? വാട്ട് ഇസ് എം? എം 5700 അല്ല, 5700 അല്ല 100 വട്ടം അല്ല. വൈ? കാരണം 5700 എന്ന് പറഞ്ഞത് റോക്കറ്റ് പോകുന്നതിന് മുമ്പ് ഇനീഷ്യലി റെഡി 1 2 3 ഗോ ബൂം ഫയർ, റോക്കറ്റ് കൗണ്ട് ഡൗൺ ചെയ്ത് കണ്ടിട്ടില്ലേ? മുകളിൽ പോകുന്തോറും ഇതിൽ നിന്നുള്ള എഞ്ചിൻ കത്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് ദ ഇനീഷ്യൽ മാസ്. എനിക്ക് വേണ്ടത് ഇനീഷ്യൽ മാസ് അല്ല, 1 മിനിറ്റിന് ശേഷം ഉള്ള അതിൻ്റെ വെയിറ്റ് ആണ്. 1 മിനിറ്റ് ശേഷം അതിൻ്റെ വെയിറ്റ് ആണ്. കാരണം എനിക്ക് കാണേണ്ട ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആഫ്റ്റർ 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡിന് ശേഷമുള്ള ആക്സിലറേഷൻ ആണ്. സോ 1 സെക്കൻഡിന് ശേഷമുള്ള മാസ് അത്ര എങ്ങനെ കാണാം? 1 സെക്കൻഡിൽ 15 കിലോഗ്രാം പോയി. 1 സെക്കൻഡ് അല്ല, 1 മിനിറ്റ് കേട്ടോ. സോറി, 1 മിനിറ്റ്. ഇറ്റ്സ് നോട്ട് 1 സെക്കൻഡ്, ഇറ്റ് ഇസ് 1 മിനിറ്റ്. ഓക്കെ, 1 സെക്കൻഡിൽ 15 കിലോഗ്രാം നഷ്ടമായി. അപ്പോൾ 1 മിനിറ്റിൽ എത്ര മാസം നഷ്ടമാവും? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 അല്ലേ? യെസ്. സോ വാട്ട് ഇസ് എ മാസ്? എം ടോട്ടൽ, എം ഫൈനൽ എന്ന് പറഞ്ഞാൽ 5700 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്ന് 15 കിലോഗ്രാം 1 സെക്കൻഡിൽ നഷ്ടമായാൽ 60 സെക്കൻഡിൽ എത്ര നഷ്ടമായി? 15 × 60 എത്ര കിട്ടും? 4800 കിലോഗ്രാം ആണ് എൻ്റെ മാസ്. 4800 കിലോഗ്രാം. ഓക്കെ, സോ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 4800 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫൈനലി എനിക്ക് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 12,000 × 15 മൈനസ് 48,000 ആണ് എൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കറിയാം എന്ത്? എഫ് ഇസ് ഈക്വൽ ടു ആരാണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അപ്പം എം ആരാ? എം ആരാ? 1 മിനിറ്റിന് ശേഷമുള്ള മാസ്. അത് നമുക്കറിയാം, ഇപ്പം കിട്ടി. സോ ആക്സലറേഷൻ വിൽ ബി 12,500 × 15 മൈനസ് 48,000 ഡിവൈഡഡ് ബൈ 4,800. സോൾവ് ചെയ്താൽ മക്കളെ 27.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്കിവിടെ കിട്ടും. സോ ദ ഓപ്ഷൻ ബോക്സ് ആണ് കറക്റ്റ്. ക്ലിയർ ആണോ മക്കളെ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. എന്തോ വീണ് താഴെ. ഓക്കെ, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ? നിങ്ങൾക്കൊന്നും പറ്റിയില്ല, എനിക്കൊന്നും പറ്റിയില്ല. ഫൈൻ. ഓക്കെ അല്ലേ മക്കളെ? കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എന്ന് പറയണേ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. റോക്കറ്റിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഓക്കെ ആണോ? പറ. ഫൈൻ, ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കണേ. Which of the following is a self-adjusting force? Self-adjusting force ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സെൽഫ് അഡ്ജസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, സെൽഫ് അഡ്ജസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്നെ സ്വന്തം ചെയ്തോളൂ, അഡ്ജസ്റ്റ്മെന്റ് അല്ല. ആരാ? ആൻസർ എന്താ? ഇറ്റ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. നോട്ട് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, നോട്ട് കൈനറ്റിക് ഫ്രിക്ഷൻ, നോട്ട് റോളിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ് limiting friction. Okay, kinetic friction is whenever it starts to move. Rolling friction is when it rolls. Okay, fine. Let's go to the next question. നോക്കാം question. Okay, ഒരു question കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് എനർജി ആൻഡ് പവർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിയേ. A particle of mass 2m moving with a velocity v strikes a stationary particle of mass 3m and stick to it. The speed of the system will be. പട്ടേന്ന് പറഞ്ഞു വേഗം ആൻസർ പറഞ്ഞേ. ആൻസർ പറഞ്ഞേ മക്കളെ. സ്റ്റിക്ക് ടു ഇറ്റ്, സ്റ്റിക്ക് ടു ഇറ്റ്, സ്റ്റിക്സ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ കൊളീഷൻ ഇസ് പ്യുവർലി ഇൻഎലാസ്റ്റിക്. ഓക്കെ, ആക്ച്വലി ഇത് ചോദിക്കുന്നതിന് പകരം എന്ത് ചോദിക്കണമായിരുന്നു? കൈനറ്റിക് എനർജി ഓഫ് ദ ഫൈനൽ ബോഡി ചോദിക്കണമായിരുന്നു. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഫൈൻ.
അപ്പോൾ ഇവിടെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. എന്താണ് നോക്കി, പാർട്ടിക്കിൾ ഓഫ് 2m മൂവിങ് വിത്ത് വെലോസിറ്റി v. അപ്പോൾ 2m മൂവിങ് വിത്ത് വെലോസിറ്റി വിയിൽ വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ. പ്ലസ് സ്ട്രൈക്സ് എ സ്റ്റേഷനറി പാർട്ടിക്കിൾ ഓഫ് മാസ് 3m. സ്റ്റേഷനറി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി 0 ആയി. ഇസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ദ സിസ്റ്റം വിൽ ബി. ഇത് രണ്ടുപേരും ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങി. ഒരുമിച്ച് മൂവ് ചെയ്താൽ രണ്ടുപേർക്കുമുള്ളത് കോമൺ ആക്സിലറേഷൻ ആയിരിക്കും. ആദ്യം രണ്ടുപേരുടെ മാസ് എത്രയാണ്? ഒരുമിച്ച് ഒരാൾ വന്നു, ഇവൻ്റെ മാസ് 2m ആണ്, ഇവൻ അനങ്ങാതെ നിൽക്കുന്നു 3m. ശേഷം ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി തന്നെ മാസ് എത്രയായി? 2m പ്ലസ് 3m ആൻഡ് എ കോമൺ വെലോസിറ്റി v. ഓക്കെ, സോ നമുക്ക് കാണേണ്ടത് v ആണ്. സോ സോൾവ് ചെയ്യുക. ഇതെത്ര വരിക? 5mv ഇസ് ഈക്വൽ ടു 2mv. സോ m പോയി. സോ v വിൽ ബി ഈക്വൽ ടു 2/5 v ഡാഷ്. ഇത് v ഡാഷ് എന്ന് കൊടുക്കാം. v ഡാഷ് 2/5v. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 0.4v. ഓപ്ഷൻ 4th one is correct. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻ. Then we have to start with the work energy. Work energy and power നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മൂവ് എ സൈക്കിൾ വിത്ത് ദ ബ്രേക്സ് ഓൺ. എന്തുകൊണ്ടാണ്? നമുക്ക് അതിന് മുമ്പ് പറയട്ടെ, തിയറി നമ്മൾ നന്നായിട്ട് ക്ലിയർ ആണ്. ഫൈൻ. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അസേർഷൻ റീസൺ ടൈപ്പുള്ള എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം? 3 ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു 2022 നീറ്റിൽ ഫിസിക്സിൽ. 3 ആണോ 2 ആണോ എനിക്ക് ഓർമ്മയില്ല. സോ എനിവേ, മോർ ദാൻ 1, നോട്ട് ലെസ് ദാൻ 2. ഓക്കെ, 2നേക്കാളും കുറഞ്ഞിട്ടില്ല എന്തായാലും, 2ഓ 2ൽ കൂടുതലോ. അപ്പോൾ അതൊക്കെ പ്യുവർലി ഒന്ന് ബയോസവേർട്ട് ലോൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബയോസവേർട്ട് ലോ ആൻഡ് ആംബിയർ സർക്യൂട്ടൽ ലോൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയില്ല. ഓക്കെ, അന്ന് നോക്കിയതാ. അപ്പോൾ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തോളാം. ബിക്കോസ് നമുക്ക് ഫൈനലി നമുക്ക് അസേർഷൻ റീസൺ ഉണ്ട്. അതിനു വേണ്ടി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോയിന്റ്സ് ടു പോണ്ടർ. ഓരോ ചാപ്റ്റർ ഫിസിക്സിൻ്റെ NCERT കഴിയുമ്പോഴും അതിൻ്റെ ബാക്കിൽ നമുക്ക് പോയിന്റ്സ് ടു പോണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു നീലപ്പെട്ടി കോളത്തിൽ സാധനം കൊടുത്തിട്ടുണ്ടാവും. അതുകൂടാതെ സമ്മറി കൊടുത്തിട്ടുണ്ടാവും. രണ്ടും നല്ല വെടിപ്പായിട്ട് വൃത്തിയായിട്ട് വായിച്ചോളുക. ഓക്കെ, പിന്നെയും പറയുകയാണ് മക്കളെ, ഓരോ ചാപ്റ്ററിൻ്റെയും പുറകു വശത്ത് ലാസ്റ്റിൽ NCERT ടെക്സ്റ്റ് ബുക്കിലാണ് ഞാൻ പറയുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും ബാക്ക് വശത്ത് നമുക്ക് പോയിന്റ്സ് ടു പോണ്ടർ എന്ന് വെച്ചാൽ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ്, അതിൻ്റെ മീനിങ്, പിന്നെ സമ്മറി, ഓവറോൾ അതിലെന്താണ് ഉള്ളത്. ഈ 2 സാധനങ്ങളും വൃത്തിക്ക് വായിച്ചിട്ടുണ്ടാവണം. ബിക്കോസ് അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും മോസ്റ്റ്ലി നമുക്ക് എന്ത് വരാം, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഫൈൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ലോസ് ഓഫ് മോഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വർക്ക് എനർജി സ്റ്റാർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മൂവ് എ സൈക്കിൾ വിത്ത് ദ ബ്രേക്സ് ഓൺ. എന്തുകൊണ്ടാണ് നമുക്ക് ബ്രേക്ക് ഓൺ ആയിട്ട് സഞ്ചരിക്കാൻ പാട്? ആക്ച്വലി നമുക്കറിയാം ഓപ്ഷൻസ്. നമുക്കിപ്പോൾ ചിന്തിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പണി എന്താണെന്നറിയോ? ഓപ്ഷൻസ് നോക്കുക എന്നുള്ള. ഓപ്ഷൻസ് എല്ലാം ഫ്രിക്ഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നോക്കിയേ, റോളിംഗ് ഫ്രിക്ഷൻ ആണ്, പിന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്, പിന്നത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് തിയററ്റിക്കൽ നോളജ് വേണം. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷനേക്കാളും കൂടുതൽ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സ്ലൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സ്ലൈഡ് ചെയ്യുമ്പോഴാണ് ഫ്രിക്ഷൻ കൂടുക. റോൾ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറയേ ചെയ്യാം. അപ്പോൾ ആക്ച്വലി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈക്കിളിൻ്റെ ബ്രേക്ക് ടയർ എന്ത് ചെയ്യില്ല, റോൾ ചെയ്യൂല. റോൾ ചെയ്യാണ്ടാവുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ത് ചെയ്യാനേ, സൈക്കിൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയം ബ്രേക്ക് ഒന്ന് കൈയിട്ട് നോക്കിയേ, ഭൂന്ന് പറഞ്ഞിട്ടല്ലേ, അടച്ചോനെ ഞങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വീഴുക. ഓക്കെ, സോ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ്. അതിൻ്റെ ഫ്രിക്ഷൻ ഞങ്ങൾ ബ്രേക്ക് പിടിച്ചുകൊണ്ടൊന്നല്ല. ഓക്കെ, എന്താണ് ഞാൻ വീണില്ല, കാരണം എന്താ, ഞാൻ ബ്രേക്ക് പിടിച്ചു. നോ ബ്രേക്ക് പിടിച്ചു അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. എന്താ,
ബ്രേക്ക് പിടിക്കുമ്പോൾ ആക്ച്വലി ടയർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ബ്രേക്ക് അല്ലാത്ത വേറെ ആരെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് ടയർ റൊട്ടേറ്റ് ചെയ്യാതെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ താഴെ പോക്കൊന്ന് സ്റ്റോപ്പ് ഔട്ട്. എങ്ങാനും കറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വർക്കൗട്ട് ചെയ്യുക, പിന്നെ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആയിരിക്കില്ല, പിന്നെ റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ടയർ തള്ളിക്കൊണ്ടുപോകാനാ പാട്, പക്ഷെ ആ ടയർ ഉന്തിക്കൊണ്ടുപോകാൻ എളുപ്പമാണ്. ശ്രദ്ധിച്ചോ അല്ലേ? ഒരു ടയർ നമുക്ക്, ഒരു വലിയ ബസ്സിൻ്റെ ടയർ നമുക്ക് തള്ളിക്കൊണ്ടുപോകാൻ പാടല്ലേ അല്ലേ? പക്ഷെ അതേ ടയർ നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ തട്ടി 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 കൊണ്ടുപോയിക്കൂടെ? കൊണ്ടുപോകാം. ഓക്കെ, സിലിണ്ടറൊക്കെ നമ്മൾ വീട്ടിലൊക്കെ സിലിണ്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിലിണ്ടർ കുറ്റിയൊക്കെ നമ്മളെങ്ങനെ കൊണ്ടുപോവാ? ഇങ്ങനെ ഉരച്ചിട്ടാണ് കൊണ്ടുപോവാ? അല്ലല്ലോ, നമ്മൾ ആ സിലിണ്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടി 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 അതിനെ റോൾ ചെയ്യിച്ചിട്ടാണ് കൊണ്ടുപോവുക. കാരണം റോൾ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറയും, സ്ലൈഡ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കൂടും. സോ ദിസ് ഇസ് ദ റീസൺ. ഫൈൻ. ഓക്കെ അല്ലേ മക്കളെ? സോ ഫാർ ക്ലിയർ ആണോ? ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ? അടുത്ത ചാപ്റ്റർ തുടങ്ങാം. പറഞ്ഞേ, സ്റ്റാർട്ട് ചെയ്യാം. വർക്ക്, എനർജി ആൻഡ് പവർ. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സോ നമുക്ക് വർക്ക്, എനർജി ആൻഡ് പവർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് ഉണ്ട്, എനർജി, പവർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. പറഞ്ഞേ, ഇതുവരെ എടുത്തതും ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണോ? ഒന്ന് പറയാമോ ഇൻ ദ കമൻറ്റ് ബോക്സ്? ഓക്കെ ആണ്, ക്ലിയർ ആണ്, ഫൈൻ, യെസ്. സോ നമുക്ക് ചാപ്റ്റർ വർക്ക്, എനർജി ആൻഡ് പവർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വർക്ക്, എനർജി ആൻഡ് പവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പറഞ്ഞ പോലെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 3 കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ് ചാപ്റ്റർ ഉള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വർക്കാണ്, പിന്നത്തേത് എനർജിയാണ്, പിന്നത്തേത് പവറാണ്. കൈയടിച്ചാളാ. ഓക്കെ, യെസ്, ദിസ് ഓൺലി 3 പോയിന്റ്സ്. പക്ഷേ ഓൺലി 3 പോയിന്റ്സ് എന്ന് നമ്മൾ പറയുന്നില്ല. ഈ 3 വിത്ത് റെസ്പെക്റ്റും എന്ത് വരാറുണ്ട്? ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, വർക്കിന് വിത്ത് റെസ്പെക്റ്റും ക്വസ്റ്റ്യൻ വരാറുണ്ട്, എനർജീനെ വിത്ത് റെസ്പെക്റ്റും ക്വസ്റ്റ്യൻ വരാറുണ്ട്, പവറിന് വിത്ത് റെസ്പെക്റ്റും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് വർക്കിന് വിത്ത് റെസ്പെക്റ്റു. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് വർക്കിന് വിത്ത് റെസ്പെക്റ്റു 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, ബേസിക് കൺസെപ്റ്റ് അറിയണം. പിന്നെ വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്താണെന്ന് അറിയണം. പിന്നെ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് എന്താണെന്നും അറിയണം. ഓക്കെ, കോൺസ്റ്റന്റ് ഫോഴ്സ് എന്താണെന്നും അറിയണം, വേരിയബിൾ ഫോഴ്സ് എന്താണെന്ന് അറിയണം. പിന്നെ ദെൻ വേരിയബിൾ ഫോഴ്സിലൊക്കെ എന്തൊക്കെ വരും? ഇൻ്റഗ്രേഷനും കാര്യങ്ങളൊക്കെ വരും. ഫൈൻ. ഇനി നമുക്ക് എനർജിയാണ് പറയുന്നത്. എനർജി. ഓക്കെ, എനർജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനർജിയിൽ എന്തൊക്കെ വരും? കൈനറ്റിക് എനർജി വരും, പൊട്ടൻഷ്യൽ എനർജി വരും, ഇതിൽ തന്നെ എസ്പെഷ്യലി സ്പ്രിംഗ് ഫോഴ്സ് എല്ലാം കയറി വരും. ദെൻ ദ റിലേഷൻ കണക്ടിങ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വരും. ഓക്കെ, ലാസ്റ്റ് പവർ. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? പവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനർജി ഓർ വർക്ക് ബൈ ടൈമാണ്. പവർ എന്ന് പറഞ്ഞാൽ എനർജി ഓർ വർക്ക് ബൈ ടൈം. സോ ഇതാണ് ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. ഫൈൻ. സോ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ: എ ബോഡി കൺസ്ട്രെയിൻഡ് ടു മൂവ് along z-axis of a coordinate system is subjected to constant force given by F is equal to -I plus 2j plus 3k. ഇതാണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. For I, j, k are the unit vectors along x-axis, y-axis and z-axis respectively. The work done by this force in moving the body at a distance of 4 meter along the z-axis. പെട്ടെന്ന് തന്നെ ഉത്തരം പറയാം മക്കളെ. ആക്ച്വലി വർക്കിൻ്റെ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആദ്യം കോൺസ്റ്റന്റ് ആണോ അല്ലേ എന്ന് നോക്കാം. ഓക്കെ, ഫോഴ്സ് കോൺസ്റ്റന്റ് ആണോ അല്ലേ? ഫോഴ്സ് ആക്ച്വലി കോൺസ്റ്റന്റ് ആണ്. കാരണം എന്തില്ല? ഫോഴ്സിൽ ഒരു എക്സ് കമ്പോണൻറ്റോ വൈ കമ്പോണൻറ്റോ സെഡ് കമ്പോണൻറ്റോ ഇല്ല. അപ്പോൾ സിംപ്ലി എന്ത് ചെയ്താൽ മതി? ഡോട്ട് ചെയ്താൽ മതി. എഫ് ഡോട്ട് ഡി. ഡി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫൈൻ. അപ്പോൾ എഫ് എത്രയാ?
മൈനസ് ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഇതാണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 4. എവിടെയാണ്? z ആക്സിസിലാണ്. ഓക്കെ, അപ്പോൾ ആ z ആക്സിസിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 4 ഇൻറ്റു കെ ക്യാപ്. 4 ഇൻറ്റു കെ ക്യാപ്. അതാണ് നമ്മുടെ എന്ത്? അതാണ് നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റ് വെക്ടർ ഇൻ z ആക്സിസ്. അപ്പോൾ നമുക്ക് ഡോട്ട് ചെയ്യുമ്പോൾ അറിയാം ഐ ഡോട്ട് കെ, ജെ ഡോട്ട് കെ, ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ എല്ലാം എന്താണ്? 0 ആണ്. കാരണം എന്താ സംഭവം? കാരണം വേറൊന്നുമില്ല, എല്ലാതും പെർപെൻഡിക്കുലർ ആണ്. ഫൈൻ. അപ്പോൾ ഇതിനെ ഡോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം 0 ആയി പോയി. ദിസ് ഇസ് 0, ദിസ് ഇസ് 0. ഫൈനലി എനിക്ക് എന്താ കിട്ടുക? ഫൈനലി ഐ വിൽ ബി ഗെറ്റിംഗ് 4 ഇൻറ്റു 3. എത്രയാണ് ആൻസർ? 12 ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പറഞ്ഞേ, ഓക്കെ ആണോ? 4 ആണ്. യെസ്, മുഫീദ 4th one ആണ് കറക്റ്റ്. ഓക്കെ, ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A particle of mass m1 is moving with a velocity v1 and another particle of mass m2 is moving with a velocity v2. Both of them have the same momentum. Okay, but their kinetic energies are E1 and E2 respectively. If m1 greater than m2, m1 greater than m2 ആയാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആക്ച്വലി ക്വസ്റ്റ്യൻ ആരെ വിത്ത് റെസ്പെക്ട് ടു ആണ്? ക്വസ്റ്റ്യൻ കൈനറ്റിക് എനർജിയും എന്താണ് കൈനറ്റിക് എനർജി മാസും റിലേറ്റ് ചെയ്തിട്ടാണ്. എന്ത് പറഞ്ഞിട്ടുണ്ട്? സെയിം മൊമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻ. ഓക്കെ, സെയിം മൊമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി അവർ ഇ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇ. എനിക്കറിയാം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ആണ്. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ നമുക്ക് E1 ബൈ E2 എന്ന് പറഞ്ഞാൽ P1 സ്ക്വയർ ബൈ P2 സ്ക്വയർ ഇൻറ്റു 2 കട്ടായിപ്പോയി M2 ബൈ M1 തന്നിട്ടുണ്ട്. മൊമെൻറ്റം സെയിം ആണെന്ന്, P1 ഈക്വൽ ടു P2 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അത് രണ്ടും ഈക്വൽ ആണ്. സോ ഇത് രണ്ടും കട്ടായി പോയി. സോ E1 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആയതുകൊണ്ട് നമുക്ക് പറയാം സിൻസ് M1 ഇസ് ഗ്രേറ്റർ ദാൻ M2 അവർ E2 ഇസ് ഗ്രേറ്റർ ദാൻ E1. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഓക്കെ ആണോ മക്കളെ? പറഞ്ഞേ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? സിമ്പിൾ ആണ്. ഇതിൽ ഈ ഫോർമുല വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല ആണ്. ദിസ് വൺ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ ആണോ? യെസ്. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ 21%. Okay, kinetic energy of the body is increased by 21%. The percentage increase in the magnitude of the linear momentum of the body will be. Okay, എന്താ പറഞ്ഞിട്ടുള്ളത്? The percentage increase in the magnitude of the linear momentum of the body will be 21% എന്ത് കൂടി? കൈനറ്റിക് എനർജി കൂടി. ഓക്കെ, കൈനറ്റിക് എനർജി 21% കൂടി. എന്ത് കാണണം? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ മൊമെൻറ്റം കാണണം. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നു എന്ത്? പെർസെൻറ്റേജ് ഇൻക്രീസ് പെർസെൻറ്റേജ് ഡിക്രീസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഫോർമുല കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പെർസെൻറ്റേജിൽ ആക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫോർമുല എഴുതി. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എന്താണെന്നറിയാം? പി സ്ക്വയർ ബൈ 2m ആണ് നമുക്ക് അറിയാം. ഓക്കെ, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ആണ് അറിയാം നമുക്ക്. ഇനി നമുക്ക് എന്ത് എഴുതണം? പുതിയ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ പഴയതിൻ്റെ 21% കൂടുതൽ. 21%. അപ്പോൾ 21% എന്നുള്ളത് എങ്ങനെ എഴുതും? 21 ശ്രദ്ധിക്കണേ മക്കളെ, ഞാൻ പോസ് ചെയ്ത് പറയുകയാണേ. 21% എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാം? പി ആണ് ഓൾഡ് മൊമെൻറ്റം പ്ലസ് 21% ഓഫ് പി. ഇതിനെയാണ് നമ്മൾ 21% ഇൻക്രീസ് എന്ന് പറയാം. ഓക്കെ, ഇൻക്രീസ്ഡ് ബൈ 21%. അപ്പോൾ ഇതിനെ LCM എടുത്തു. 100 പ്ലസ് 21 ബൈ 100 വിത്തിൻ ദ ബ്രാക്കറ്റ് പി. ഇങ്ങനെ എഴുതി കൂടെ നമുക്ക്. പിൻ്റെ ബ്രാക്കറ്റ് പുറത്തെടുത്തു. 100 പ്ലസ് 21 ഡിവൈഡ് ബൈ 100 എത്ര വരിക? 121 ബൈ 100 പി. ഓർ വി ക്യാൻ റൈറ്റ് 100ന് നമുക്ക് 2 ഡെസിമൽ പോയിന്റ് എടുക്കാം. 1.21 പി ആണ്. ഓക്കെ,
സോ ഇത്രയും എഴുതേണ്ട ആവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് 21% ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു. 21% ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിരുന്നു എന്ത് 1 പോയിന്റ് ഇടുക, അപ്പുറത്ത് എത്രയാണോ ഉള്ളത് അതങ്ങോട്ട് എഴുതി വെക്കുക. 30% എന്ന് പറഞ്ഞാൽ 1.30 ആണ്. 27% എന്ന് പറഞ്ഞാൽ 1.27 ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് 1.21 p the whole square by 2m ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1.21 സ്ക്വയർ ആണ് നമുക്ക് എന്തെന്നുള്ളത്. ഇതാരാ? കൈനറ്റിക് എനർജി ആണല്ലേ. ഓ, കൈനറ്റിക് എനർജി ആണ് കൂടുന്നത്, മൊമെൻ്റ് അല്ല. ഓക്കെ, സോ ഞാൻ എഴുതിയത് മൊമെൻ്റ് ആണ്. സോ നമുക്കിവിടെ കൈനറ്റിക് എനർജി ആണ് കൂടുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 1.21 k ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? പുതിയ മൊമെൻറ്റം സ്ക്വയർ ബൈ 2m. ഓക്കെ, 1.21 ആണ് എൻ്റെ പുതിയ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ. പുതിയ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 21% ഓഫ് ദി ഓൾഡ് കൈനറ്റിക് എനർജി. അപ്പോൾ ആ 21% ഓഫ് ദി ഓൾഡ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ നമുക്ക് ആരെ എഴുതാം? ഓൾഡ് കൈനറ്റിക് എനർജിൻ്റെ ഫോർമുല ഇവിടെ കിടക്കുന്നുണ്ട്. സോ 1.21 p സ്ക്വയർ ബൈ 2m ഈസ് ഈക്വൽ ടു p ഡാഷ് സ്ക്വയർ ബൈ 2m. 2m പോയി. p ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1.21 p സ്ക്വയർ. സോ p is equal to root of 1.21 p. So root of 1.21 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.10 p ആണ്. അപ്പോൾ പുതിയ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു പോയിന്റിന് ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ദ മെത്തേഡ് എന്താണ്? ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 10% ഇൻക്രീസ്. 10% ഇൻക്രീസ് എന്നാണ് ആൻസർ. ഓക്കെ, കാരണം എന്താ? ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? ഇതിന് നമുക്ക് p ഡാഷ് ഇസ് ഈക്വൽ ടു പഴയ മൊമെൻറ്റം പ്ലസ് 0.10 പുതിയ മൊമെൻറ്റം എന്ന് നമുക്ക് എഴുതിക്കൂടെ? അതല്ലേ ഇത്. സോ ഇതാണ് പഴയ മൊമെൻറ്റം. ഇത് എത്രയാണ്? 0.10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10%, 10%. ഓക്കെ, സോ അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയത്. സോ p ഡാഷ് ഇസ് ഈക്വൽ ടു 1.10 ഓഫ് p ആണ് നമ്മുടെ എന്ത് വരിക? ഇൻക്രീസ്. സോ ഇതിൽ ഏത് ആൻസറാണ് ഇൻക്രീസ് വരിക മക്കളെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? പറഞ്ഞേ. ഫൈൻ. ഓക്കെ ആണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ദാ ക്വസ്റ്റ്യൻ നോക്കിയേ, നല്ല ക്വസ്റ്റ്യൻ ആണോ. മിനിമം വർക്ക് ഡൺ ഇൻ പുള്ളിംഗ് അപ്പ് എ ബ്ലോക്ക് ഓഫ് വുഡ് weighing 2 kilonewton for a length of 10 meter on a smooth plane inclined at an angle of 15 degree with the horizontal is എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഇപ്പോൾ ഫിഗർ ആദ്യം ഒന്ന് വരക്കണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. മിനിമം വർക്ക് ഡൺ ഇൻ പുള്ളിംഗ് അപ്പ് എ ബ്ലോക്ക് ഓഫ് വുഡ് weighing 2 kilonewton in an inclined plane of an angle 15 degree. 15 ഡിഗ്രിയിലാണ് നമുക്ക് പ്ലെയിനിൽ എന്തുള്ളത്? ഇൻക്ലിനേഷൻ ഉള്ളത്. അതേ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ സാധനം നമ്മൾ ഈ ഒരു സാധനത്തിനെ പുള്ളിംഗ് അപ്പ്, ഇതിന് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം? വലിക്കണം, മുകളിലോട്ട് വലിക്കണം. മുകളിലോട്ട് വലിച്ചു. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 kilonewton ആണ്. ഓക്കെ, അതിന് 10 മീറ്റർ ലോങ് ആണ് ഇതിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ജൂൾ, എത്ര എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ചെയ്യണം? അപ്പോൾ വർക്കിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് വർക്ക്? കൺസെപ്റ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ബട്ട് F.D ആണ്. അതിലെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങനെയായിരിക്കണം? അലോങ് ദ സെയിം ലൈനിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒന്ന് mg താഴോട്ട്, പിന്നെ ദിസ് വൺ mg cos 15 ആൻഡ് ദിസ് വൺ ഇസ് mg sin 15. mg sin 15. അപ്പോൾ അതാ നോക്കിയേ, എനിക്കിതിനെ പിടിച്ച് വലിക്കണമെങ്കിൽ ഇത്ര പുറകിലോട്ട് എത്ര ഫോഴ്സ് ആണോ ഉള്ളത് അതേ ഫോഴ്സ് തന്നെ എനിക്ക് റൈറ്റ് സൈഡിലോട്ടും കൊടുക്കണ്ടേ? എന്നാൽ മാത്രമല്ല എനിക്ക് ഈ സാധനത്തെ പിടിച്ച് വലിക്കാൻ പറ്റുള്ളൂ. താഴോട്ട് അതേ ഫോഴ്സിൽ പിടിച്ച് വലിക്കുമ്പോൾ ആ മിനിമം കംസേക്കം ചുരുങ്ങിയത് അത്ര തന്നെ എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുത്താലല്ലേ ഈ സാധനം മുകളിലോട്ട് പോകുള്ളൂ. യെസ്, കാരണം എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. അപ്പോൾ എൻ്റെ ഫോഴ്സും മുകളിലോട്ടായിരിക്കും. അപ്പോൾ മുകളിലോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് മിനിമം എത്രയാ? എഫ് മിനിമം എന്ന് പറഞ്ഞാൽ mg sin 15. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താവും? mg ഇൻറ്റു
sin 15 into എത്ര ദൂരം 10 meters 10 meters. So എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മാസ് എത്രയാ 2 കിലോ ആണ്. 2 into 10 raised to 3 sin 15ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.2588 into 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് 5.17 കിലോ ജൂൾ കിട്ടും. ഓക്കെ, ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ക്ലിയർ ആണോ മക്കളെ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? വർക്ക് ഡണ്ണിൻ്റെ കൺസെപ്റ്റ് ഇസ് ദാറ്റ് ക്ലിയർ? പറഞ്ഞേ. ഓക്കെ ഓക്കെ ആണോ മക്കളെ? പറയണേ. ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് വർക്കിൻ്റെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം നമുക്ക്. എ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം എ പോയിന്റ് -2i + 5j to 4j + 3k. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പാർട്ടിക്കിൾ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് മൂവ് ചെയ്തു. അപ്പോഴുള്ള ഫോഴ്സ് എത്രയാ? 4i + 3j ആണ്. ഹൗ മച്ച് വർക്ക് ഹാസ് ബീൻ ഡൺ ബൈ ദിസ് ഫോഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ് വർക്ക് ഡൺ എന്നാണ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ആണ്. വർക്ക് ഡൺ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? ഫോഴ്സ് F.D. F തന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. 4i + 3j ആണ് ഫോഴ്സ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഡിസ്പ്ലേസ്മെന്റ് എത്രയാ നോക്കി മക്കളെ. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നിന്ന് ഇവിടെ എത്തി. സോ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. സോ ഫൈനൽ എത്രയാണ്? ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് ഒന്നുമില്ല. സോ ഇവിടുത്തെ എക്സ് ആക്സിസ് കമ്പോണന്റ് 0. സോ നമുക്ക് ഇവിടെ 0i + 4j + 3k -2i + 5j + 0k. ഇങ്ങനെയാണ് മൈനസ് വരിക. അപ്പോൾ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് എത്ര കിട്ടുക? 2i - j + 3k. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഐ വിൽ ബി ഗെറ്റിംഗ് ആസ് 4 into 2 8 - 3 that is 5 joule. ഓക്കെ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. Now let's go to the next question. Question നോക്കാം. In the diagram shown, the forces F acts on the free ends of the string. If the weight W moves up slowly by a distance h, then the work done on the weight by the string holding it will be. എന്താ ചോദ്യം? ലാസ്റ്റ് the work done on the weight by the string. അപ്പോൾ ആര് ചെയ്ത വർക്കാണ് നമുക്ക് കാണേണ്ടത്? സ്ട്രിങ് ചെയ്ത വർക്കാണ് നമുക്ക് കാണേണ്ടത്. എന്തിനാണ്? ആ ഒരു വെയ്റ്റിനെ ഹോൾഡ് ചെയ്യാനുള്ള വർക്കാണ് കാണേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഇതിനൊന്ന് റിസോൾവ് ചെയ്ത് നോക്കാം. ബിക്കോസ് ആക്ച്വലി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ പുള്ളിയിൽ ആക്ട് ചെയ്യുന്നത് 2 ഫോഴ്സ് ഉണ്ട്. സിൻസ് ദിസ് ഇസ് ഫോഴ്സ് F, ഇത് ഫോഴ്സ് F ആയതുകൊണ്ട് ഇതും എന്ത് തന്നെയാവും? F തന്നെ ആവും. ബിക്കോസ് സെയിം ടെൻഷൻ ആണ്. സോ സെയിം ഫോഴ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്. സോ ഇതാണ് എന്ത്? നമുക്കിപ്പോൾ ഈ ഒരു ബോഡീനെ മാത്രം വരക്കാം. സോ മുകളിലോട്ട് 2 ടെൻഷൻ ഉണ്ട്. സോ ആ ടെൻഷൻ ആർക്ക് സെയിം ആയിരിക്കണം? എഫിന് സെയിം ആയിരിക്കണം. കാരണം ആ എഫ് ആണ് പിടിച്ചു വലിക്കുന്നത്. ഓക്കെ, ഇനി താഴെ ഈ ഒരു ബ്ലോക്കിൽ വെച്ച് വരക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ മുകളിലോട്ട് ഒരാളുണ്ട്, താഴോട്ട് ഇതിൻ്റെ mg ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. താഴോട്ട് ആരാ? ലെറ്റ്സ് സേ T'. അപ്പോൾ ഇവിടെയും ആരാ? T'. ഓക്കെ, അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയത്തിലല്ലേ ഇതുള്ളത്, അല്ലാണ്ട് ഇത് ആക്സിലറേറ്റ് ചെയ്യിക്കുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? T' = എന്താണ്? മുകളിലോട്ട് T. സോ 2F ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഈ T' നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഫ്രം ഹിയർ ഇതിൻ്റെ ഇക്വേഷൻ ആണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? T' ഈക്വൽ ടു ജസ്റ്റ് ഹോൾഡ് ചെയ്യാനാണ്, റൈറ്റ്? ആൻഡ് എച്ച് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യണം? ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണം. T' = എന്താണ്? നമ്മുടെ ഫോഴ്സ് ആണ്. സോ അതിൻ്റെ വർക്ക് ഡൺ ആണ് കാണേണ്ടത്. സോ വർക്ക് = എവിടെയും എന്ത് തന്നിട്ടില്ല? ടെൻഷൻ തന്നിട്ടില്ല. വർക്ക് = ടെൻഷൻ ആ ഒരു സ്ട്രിങ് ചെയ്ത വർക്കാണ്. ടെൻഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ടെൻഷൻ ഫോഴ്സ് എത്രയാ? 2F × H ആണ് ആൻസർ. സോ 2F × H ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ എന്താ ഇവിടെ കണ്ടുപിടിച്ചത്? നമ്മൾ ആദ്യം ഇവിടെ ടെൻഷൻ ഫോഴ്സ് ആണ് കണ്ടുപിടിച്ചത്. ടെൻഷൻ ഫോഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് = 2 ടൈംസ് ഓഫ് ദി F ആണ്. ബിക്കോസ് ആ ഒരു സ്ട്രിങ്, ഈ ഒരു ബ്ലോക്കിനെ പിടിച്ചു വെക്കാനുള്ള സ്ട്രിങ് ചെയ്ത വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടത്. ഫൈൻ. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ, വേരിയബിൾ ഫോഴ്സസ്.
വേരിയബിൾ ഫോഴ്സസിൻ്റെ കൺസെപ്റ്റിലോട്ട് നമ്മൾ പോവുകയാണ്. വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എന്തുണ്ടാവും, അതിൽ ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. A position dependent force F is equal to 7 minus 2x plus 3x square act on a small body of mass 2 kg and displaces it from 0 to x is equal to 5 meter. 0 മുതൽ x is equal to 5 മീറ്ററിലോട്ട് അതിനെ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ the work done in joule is, work done in joule ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വർക്ക് ഡൺ ആണ് ചോദ്യം. വർക്ക് is equal to എന്താണ്, F dot ds. പക്ഷെ അവിടെ നമുക്ക് കൊടുക്കുമ്പോൾ എഫ് ഡോട്ട് ഡി എസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, എഫ് ഡോട്ട് ഡി എസ് കൊടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് എന്തല്ല, ഫോഴ്സ് എന്തല്ല, ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എഫ് ഡി എക്സ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഡോട്ട് കൊടുത്തു, എക്സ് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്, എക്സ് ആക്സിൽ തന്നെയാണ് ഫോഴ്സ് ഉള്ളത്. സോ ബോത്ത് ആർ ഇൻ എക്സ് ആക്സിസ്. സോ തീറ്റ 0. അതുകൊണ്ട് കോസ് 0 ഞാൻ എന്തായിട്ട് എടുത്തു, കോസ് 0 1 ആയിട്ട് എടുത്തതിന് ശേഷമാണ് ഞാനിത് എഴുതുന്നത്. സോ 0 മുതൽ എവിടെ നിന്ന് എവിടം വരെ, 0 മുതൽ 5 വരെയാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് ഉള്ളത്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് ഇസ് ഈക്വൽ ടു എത്രയാ, 7 മൈനസ് 2x പ്ലസ് 3x സ്ക്വയർ. ഇതാണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 0 മുതൽ 5 വരെ വിത്ത് ദ ലിമിറ്റ് 0 to 5 ആണ് ലിമിറ്റ്. ഇൻ്റഗ്രേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. സോ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം മക്കളെ, 7x മൈനസ് 2x സ്ക്വയർ ബൈ 2 പ്ലസ് 3x ക്യൂബ് ബൈ 3. ഓക്കെ, സമാധാനത്തിൽ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിൽ ഗെറ്റ് ദ ആൻസർ ആസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 135 ജൂൾ. എങ്ങനെ ലിമിറ്റ് കൊടുക്കുക എന്നറിയോ, 0 to 5. എങ്ങനെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 7 into 5 അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 2 into 2 പോയി. ദെൻ എക്സിന് ലിമിറ്റ് 5 സ്ക്വയർ പ്ലസ് 3 into 3 പോയി 5 ക്യൂബ്. ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. മൈനസ് ലോവർ ലിമിറ്റ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾ ദ എല്ലാത്തിനും എക്സ് ഉണ്ട്. എക്സിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. ഫൈനലി വിൽ ഗെറ്റ് 136. ഓക്കെ ആണോ മക്കളെ, ക്ലിയർ ആണോ? ഫൈൻ. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ, ഫൈൻ. നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം 0 0 to 1 1 along the path y is equal to x by a force this one. The work done by this force is. Okay, okay, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. ഇതാ നോക്കിക്കോട്ടാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. 0 മുതൽ 1 1 പോകുന്നത്. ഏത് പാത്ത് വഴി, y is equal to x എന്ന് പറഞ്ഞ പാത്ത് വഴിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വർക്ക് ഡൺ? അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വർക്ക് ഡണ്ണിൽ ഫോഴ്സിന് വെനെവർ വി ഹാവ് എ വേരിയബിൾ വാല്യൂസ്, എക്സ് സ്ക്വയറെന്നോ വൈ സ്ക്വയറെന്നോ കോൺസ്റ്റന്റ് അല്ലാത്ത വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഗോ ഫോർ ദ ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാം. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സ്മോൾ വർക്ക് ഡൺ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്, സ്മോൾ ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആർ. ഓക്കെ, ഫോഴ്സ് എന്താണ്, ഫോഴ്സ് നമുക്ക് ഓർഡറിൽ എഴുതാം. വൈ ഐ ക്യാപ് പ്ലസ് എക്സ് സ്ക്വയർ ജെ ക്യാപ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഇവർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് തന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ലിമിറ്റ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല. ശ്രദ്ധിക്കണേ മക്കളെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ലിമിറ്റ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല. വി ഹാവ് ടു ഗോ ഫോർ ദ ഡി ആർ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുക, ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ്. ഓക്കെ, ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് ആണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് കൊടുത്തു. ഫൈൻ. അപ്പോൾ നമ്മൾ ഡോട്ട് ചെയ്യാൻ പോവാണ്. ഡോട്ട് ചെയ്യുമ്പോൾ ഡി എക്സ് ഐ ഡോട്ട് വൈ ഐ ഡി വൈ ജെ ഡോട്ട് എക്സ് സ്ക്വയർ ജെ. ഐനെ ഐനായിട്ടും ജെനെ ജെനായിട്ടും നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. സോ വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ആണ് നമ്മളെ സ്മോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ സ്മോൾ വർക്ക് ഡൺ. ഫൈൻ. ഇനി നമുക്ക് നോക്കിയ മക്കളെ, എന്താണ് കൊടുത്തിട്ടുള്ളത്, y is equal to x ആണ് നമ്മുടെ ലൈൻ. ആ ഒരു ലൈനിലൂടെയാണ് നമ്മൾ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർചേഞ്ച് ചെയ്യാം. dy is equal to dx ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്നാൽ മാത്രമേ ഈ ഒരു സാധനം നമുക്കിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ y
we are integrating as y, we are substituting as x. So നമുക്ക് എന്തായി ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് x dx plus x square we are going to substituting as y square dy. ഇങ്ങനെയായി. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇതാണ് ഇതിലുള്ള ആകെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഡി വൈ. ഓക്കെ, ഇത് എങ്ങനെയാണ് മാറിയത്? ബിക്കോസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലൈനിലൂടെയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു പാത്ത് ഗോയിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിൻ്റെ ലിമിറ്റ് ഇതിനെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് y cube by 3 x square by 2 എവിടെ നിന്ന് എവിടെ വരെ 0 മുതൽ 1 വരെ, y cube by 3 എവിടെ നിന്ന് എവിടെ വരെ 0 മുതൽ 1 വരെ. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1 by 2 plus 1 by 3, the answer is 5 by 6 joule. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? ഏത് ഓപ്ഷനാണ് കറക്റ്റ്? 5 by 6 joule ഓപ്ഷൻ സെക്കൻഡ് വൺ ഇസ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം ഫോഴ്സ് കൺസിഡർ ചെയ്തു. ഫോഴ്സ് നമ്മൾ വേരിയബിൾ ആയിട്ടാണ് ഗിവൺ ആണ് ക്വസ്റ്റ്യനിൽ. ആ വേരിയബിൾ ആയിട്ടുള്ള ഫോഴ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ഡിസ്പ്ലേസ്മെൻ്റ് എടുത്തത്? കോൺസ്റ്റന്റ് ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, വേരിയബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുത്തത്. വേരിയബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡോട്ട് ചെയ്തു. ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മിക്സ്ഡപ്പ് കൾച്ചർ മിക്സപ്പ് ആയിട്ടുള്ളൊരു വേരിയബിൾ ആണ് കിട്ടിയത്, y വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആൻഡ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ വേരിയബിൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y ഈസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? വൈനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y ഉള്ളിടത്തൊക്കെ നമ്മൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഫൈനലി നമുക്ക് 5 by 6 ജൂൾ നമുക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറയണേ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The bob of simple pendulum having length L is displaced from the mean position to an angular position theta with respect to vertical. If it is released, then the velocity of the bob at the lowest position will be. Okay, എപ്പോഴും ഓർത്തു വെക്കുക പെൻഡുലത്തിൻ്റെ കേസിൽ. ഓക്കെ, ബോബ് അറ്റ് ദ പെൻഡുലം, ബോബ് ആൻഡ് ദ പെൻഡുലം ക്വസ്റ്റ്യനിൽ നമുക്ക് എപ്പോഴും അത് ഓസിലേഷനിൽ വരാറുണ്ട്, അത് ടൈം പീരീഡ് കാണാൻ വരാറുണ്ട്, അതിൻ്റെ ടെൻഷൻ കാണാൻ വരാറുണ്ട്. ആ ഒരു പെൻഡുലം സിമ്പിൾ ബോബ് നമ്മൾ ലിഫ്റ്റിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? ആ ലിഫ്റ്റ് മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ലിഫ്റ്റ് താഴോട്ട് ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊക്കെയാണ് ആക്ച്വലി ക്വസ്റ്റ്യൻസ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബേസ് ചെയ്തിട്ട് വരാറ്. ഫൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആ ഒരു ഫിഗർ ഉണ്ടല്ലോ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫിഗർ, നമുക്ക് ആക്ച്വലി ആ ഒരു ഫിഗറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ആ ഒരു ഫിഗറിൻ്റെ കൈനറ്റിക് എനർജി, അതിൻ്റെ ആക്സിലറേഷൻ്റെ ഫോർമുല, അതിൻ്റെ വെലോസിറ്റീൻ്റെ ഫോർമുല, ഇതൊക്കെ നമുക്ക് പഠിച്ച് ബൈ ഹാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രോബ്ലംസ് എല്ലാം അറ്റ് എ ടൈമിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫൈൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് സംഭവം നോക്കിയേ. ഒരു പെൻഡുലം, ആക്ച്വലി സിമ്പിൾ പെൻഡുലം, അത് എന്ത് ചെയ്തു? ബോബ് ഓഫ് എ പെൻഡുലം അത് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തു. ഫ്രം ദ മീൻ പൊസിഷനിൽ നമ്മൾ വലത്തോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, വലത്തോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു ടു ആൻ ആംഗുലർ പൊസിഷൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ. അപ്പോൾ നമ്മൾ വലത്തോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ദ ബോബ് അറ്റ് ദ ലോവസ്റ്റ് പൊസിഷൻ വിൽ ബി. അപ്പോൾ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഇത് തിരിച്ച് ഇവിടെ എത്തുമ്പോഴുള്ള എന്താ ചോദിച്ചിട്ടുള്ളത്? ഇത് തിരിച്ച് ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് യൂസ് ദ കൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓൾവേസ് റിമെയിൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെയുള്ള എനർജി എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജിയാണ്, റൈറ്റ്? ബിക്കോസ് അറ്റ് ദ മാക്സിമം അത് അവിടെ നിർത്തിയിട്ടാണുള്ളത്, വെലോസിറ്റി ഇല്ല. സോ അതിന് പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. ഇവിടെ കൈനറ്റിക് എനർജി എന്താണ്? ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ്. കൈനറ്റിക് എനർജി 0 ഹിയർ, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ലോവസ്റ്റ് പൊസിഷനിലെത്തുമ്പോൾ, ഗ്രൗണ്ടിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായി? 0 ആയി. കൈനറ്റിക് എനർജിയാണ് ഉള്ളത്. ഓക്കെ, കൈനറ്റിക് എനർജിയാണ് ഉള്ളത്, പൊട്ടൻഷ്യൽ എനർജി 0 ആയി. സോ ലെറ്റ്സ് യൂസ് ദ കൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി. ശ്രദ്ധിക്കണേ മക്കളെ, ഈ ഒരു ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഇത് L ആണെങ്കിൽ ഇവൻ ആരായിരിക്കും? ഇവൻ ദിസ് വൺ വിൽ ബി L cos തീറ്റ, അഡ്ജസൻ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ വാട്ട്? അത് L ആണ്. ഓക്കെ, കാരണം ഈ ഒരു സാധനം ഇങ്ങോട്ട് തിരിച്ചു വെച്ചു എന്ന ഡസൻ മീൻ ദാറ്റ് അതിൻ്റെ ലെങ്ത് കുറഞ്ഞതായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ബിക്കോസ് സെയിം ആണ്, സെയിം എമൗണ്ട് ഓഫ് ലെങ്ത് ആണ് ഇങ്ങനെ വെച്ചാലും ഉണ്ടാവുക. സോ ആക്ച്വലി ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ദ ഹൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഇത്രയും ഹൈറ്റ് ആണ് എനിക്ക് വേണ്ടത് ഫോർ കാൽക്കുലേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു എന്താണ്? mg L
minus L cos theta. അല്ലേ? L minus L cos theta ആണ് എൻ്റെ എന്തായിട്ട് വരിക? എൻ്റെ എനർജി ആയിട്ട് വരിക, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് വരിക. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mgl 1 മൈനസ് കോസ് തീറ്റ ആണ് എൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അത് തന്നെ ആയിരിക്കണം എവിടെ? അതിൻ്റെ മീൻ പൊസിഷനിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ. സോ എം പോയി, വി is equal to 2gl under root 1 minus cos theta. 2gl 1 minus cos theta. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. സോ ഒന്നുമില്ല, നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഹൈറ്റ് വൃത്തിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടും. കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ അപ്ലൈ ചെയ്യണം എന്ന് മാത്രം. ഫൈൻ. Let's go to the next question. ഏതാ ക്വസ്റ്റ്യൻ നോക്കാം. Particle of mass m, mass 10 kg, moves with a velocity 10 root x. SI units where x is in displacement. The work done by the net force during the displacement of the particle from x is equal to 4 meter to x is equal to 9 meter is. എന്താ ചോദ്യം? നോക്കാം. വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുള്ളത്, വെലോസിറ്റി ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ വർക്ക് ഡണ്ണും വെലോസിറ്റിയും ആക്ച്വലി എന്താ സംഭവം? വി ഹാവ് ടു യൂസ് ദി വർക്ക് എനർജി തിയറം. എന്താ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ? വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ്, വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് നമ്മുടെ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് തന്നിട്ടുള്ളത്? വെലോസിറ്റി തന്നിട്ടുള്ളത്, അതിൻ്റെ ഇനീഷ്യൽ പോയിന്റും അതിൻ്റെ ഫൈനൽ പോയിന്റ് ഒക്കെ തന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അറ്റ് എക്സ് ഈക്വൽ ടു 4 meters എന്താണ് ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന് എത്ര വാല്യൂ? 10 root 4. സോ എത്ര വരിക? 10 into 2. എത്ര ആൻസർ വരിക? 20 meter per second. അപ്പോൾ 20 meter per second ആണ് എന്ത്? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, കാരണം അത് ഞാൻ പറയാൻ കാരണം എന്താ? എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ് അതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 9, എക്സ് ഈക്വൽ ടു 9 ആണ് ഇതിൻ്റെ ഫൈനൽ പോയിന്റ്. എക്സ് ഇസ് ഈക്വൽ ടു 9. സോ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 10 into root 9. root 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. സോ ദിറ്റ് ഇസ് 30 meter per second. ഫൈൻ. സോ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ വെലോസിറ്റിയും കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റിയും കിട്ടി. നൗ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഓക്കെ, സോ ഹാഫ് ഉണ്ട്, മാസ് ഉണ്ട്, വി സ്ക്വയർ എത്രയാ? 30 square മൈനസ് 20 square. ദിസ് ഇസ് അവർ എന്ത്? കൈനറ്റിക് എനർജി. ദാറ്റ്സ് ഈക്വൽ ടു വർക്ക് ഡൺ. So the answer will be 2500 joules. Okay, solve ചെയ്ത് കഴിഞ്ഞാൽ we'll be getting as 5. 30 square എന്ന് പറഞ്ഞാൽ എത്രയാ? 30 square is 9000. 20 square എത്രയാ? 4000. So 9000 minus 4000 എത്രയാണ്? 5000 divided into 2, like 25,000, like 2500. Okay, കിട്ടും നമുക്ക്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണ്? ഓക്കെ, പല തവണ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കി. എ ബോഡി ഓഫ് മാസ് എം ഇസ് റിലീസ്ഡ് ഫ്രം ദി ടോപ്പ് ഓഫ് എ ഫിക്സ്ഡ് റഫ് ഇൻക്ലൈൻഡ് പ്ലേസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഇഫ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് എഫ്, ഫ്രിക്ഷണൽ ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് എഫ് ഉണ്ട് എന്ന് വിചാരിക്കുക. ദെൻ the body will reach at the bottom with a velocity. Okay, എത്ര വെലോസിറ്റിയിലാണ് ആ ബോഡി നിലത്ത് എത്തുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇതാ നോക്കി മക്കളെ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഏതൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഒന്ന് എന്തുണ്ട്? ഒന്ന് there will be acting what? Gravitational force act ചെയ്യും. Okay, work done by the gravitational force ഉണ്ട്. പിന്നെ work done by the frictional force ഉണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ വർക്ക് എനർജി തിയറം വളരെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. വർക്ക് എനർജി തിയറം പ്രാക്ടീസ് ചെയ്താലേ വെലോസിറ്റി ഉള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻക്ലൈൻഡ് സർഫസിലെ ബോഡി വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വെലോസിറ്റി കാണാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്. വർക്ക് എനർജി തിയറം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ
വർക്ക് എനർജി തിയറത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള വെലോസിറ്റി കാണാനും വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈൻ. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കിയ മക്കളെ ഏതൊക്കെ ഫോഴ്സാണ് ഉള്ളത്? ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? ഒന്ന് mg, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വർക്ക് എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ സംഭവം ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് മസ്റ്റ് ബി അലോങ് ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, mgh അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വർക്ക് ഡൺ അതിങ്ങനെ വന്നാലും ഇങ്ങനെ വീണാലും എല്ലാം ഇൻക്ലൈൻഡ് സ്ലോപ്പ് എത്ര ആംഗിൾ ആണെങ്കിലും ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വർക്ക് ഡൺ വിൽ ബി mgh. അതെങ്ങനെയാണ് വന്നത്? വെരി സിമ്പിളാണ്. ഇതാരാ mg, ഇതാരാ mg കോസ് തീറ്റ, ഇതാരാ തീറ്റ അല്ലേ? ഇതാണ് തീറ്റ. ഇതാരാ ദിസ് ഇസ് mg സൈൻ തീറ്റ. ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ് L. സോ നമ്മൾ എന്താണ് നമ്മൾ ആക്ച്വലി എഴുതേണ്ടത് mg സൈൻ തീറ്റ ഇൻറ്റു L. ഓക്കെ, ഈ ട്രയാങ്കിൾ നോക്കിയേ മക്കളെ. വാട്ട് ഇസ് സൈൻ തീറ്റ? സൈൻ തീറ്റ എന്താ നോക്കിയേ? വാട്ട് ഇസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു h by L. സോ h is equal to L sin theta. സോ ഇവനെ നമുക്ക് സിംപ്ലി എന്താണെന്ന് എഴുതാം? mgh എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഓർ ഇൻ ഷോർട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ചെയ്യേണ്ട, ഓർത്ത് വെക്കുക. വർക്ക് ഡൺ നടക്കണമെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിൽ ആയിരിക്കണം. ഓക്കെ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിൽ ആയി. സോ അവൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആരാണ്? mgh ആണ്. മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു സാധനം താഴോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കണം. സോ ആക്ച്വലി സ്ലൈഡ് ചെയ്യുന്നത് താഴോട്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ട്. സോ അവിടെയുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു L ആണ്. ഓക്കെ, വർക്ക് ഡൺ ഫോർമുല എന്താ? ഫോഴ്സ് ഇൻറ്റു L. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നോക്കിയേ, ഫ്രം റിലീസ്ഡ് ഫ്രം ദ ടോപ്പ്. റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. ഹാഫ് mv² മൈനസ് ഹാഫ് ഇൻറ്റു m ഇൻറ്റു ഇനീഷ്യലി 0 വെലോസിറ്റി ആയിരുന്നു. ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0. ഇക്വേറ്റ് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? ഇത് 0 ആയിട്ട് പോയി. സോ നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 ഇൻറ്റു mgh മൈനസ് fl divided by m is equal to v square ആണ്. So v will be equal to പോയി root of 2gh minus 2 fl by m. This is the answer. ഏതാണ് correct option? Correct option is root. Something is missing somewhere. No. There is a small correction. കേട്ടോ, എന്താ നോക്കി മക്കളെ? ദാ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്ഷനും നോക്കിയേ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യാം നമുക്ക്? ഫ്രിക്ഷണൽ ഫോഴ്സ് ചെറിയൊരു കറക്ഷൻ. ദാ ഇവിടെ നമുക്ക് നോക്കിയേ, L എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? √2h ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ L നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mgh മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആസ് ഇറ്റ് ഇസ്. L നമുക്ക് √2h ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കണോ? എസ്പെഷ്യലി അത് തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ തന്ന സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഫൈൻ. സോ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു v സ്ക്വയർ. സോ v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2mgh മൈനസ് f √2h. ഇത് നമ്മൾ ഒരു എമ്മും കൂടി ഡിവൈഡിൽ വരും. സോ v വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh മൈനസ് 2√2f by mh. So which option is correct? Option 4th one ആണ് correct. ഓക്കെ, സോ നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് ഏത് കിട്ടും? ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് മൈനസ് കിട്ടും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ വരികയില്ല, കാരണം അവിടെ പ്ലസ് ആണുള്ളത്, നമുക്കുള്ളത് മൈനസ് ആണ്. ഫൈൻ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ നോക്കി മക്കളെ? ദാ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എ മാസ് ഓഫ് 0.5 kilogram മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 1.5 meter per second on a horizontal smooth surface collides with a nearly weightless spring with a force constant K is equal to 50 Newton per meter. The maximum compression of the spring would be. Okay, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ പല തവണ പരീക്ഷയ്ക്ക് വരാറുണ്ട്. എന്താ ക്വസ്റ്റ്യൻ നോക്കുക? എ മാസ് ഓഫ് 0.5 kilogram മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 1.5 meter per second. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. ആ ഒരു സാധനം അത്രേ എനർജിയിൽ പോയി, ശേഷം എന്ത് സംഭവിച്ചു?
ഇതുമായിട്ട് കൊളൈഡ് ചെയ്ത് കംപ്രസായി. ഓക്കെ, അതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ദ മാക്സിമം കംപ്രഷൻ ഓഫ് ദ സ്പ്രിംഗ് ഇസ് എന്നാണ് ക്വസ്റ്റ്യൻ. സ്പ്രിങ്ങിലുള്ള മാക്സിമം കംപ്രഷൻ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മാക്സിമം കംപ്രഷൻ. അപ്പോൾ നമുക്കറിയാം, ലെറ്റ്സ് അപ്ലൈ ദ വർക്ക് എനർജി. സ്മൂത്ത് സർഫസ് ആണ്, സ്മൂത്ത് ആണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ഡെസിപ്പേറ്റ് ആവുന്നില്ല, എനർജി ഡെസിപ്പേറ്റ് ആവുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് ദ ടോട്ടൽ എനർജി ഇനീഷ്യൽ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ. അപ്പോൾ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഈക്വൽ ആണ്, ഹാഫ് എം വി സ്ക്വയർ. അതാണ് ആ ഒരു ബോഡിയുടെ എനർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ ഹാഫ് കെ എക്സ് സ്ക്വയർ. അതാരാ, ദ എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിംഗ്. ഓക്കെ, സ്പ്രിങ്ങിലുള്ള എനർജിയാണ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് വാല്യൂ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വലി വാട്ട് കംപ്രഷൻ ആണ് അല്ലേ, കെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കെ അല്ല കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം കംപ്രഷൻ. ഓക്കെ, നോ, എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ ഹാഫ് ഹാഫ് പോയി, വി പുറത്തുണ്ട്, റൂട്ട് ഓഫ് എം ബൈ കെ. എല്ലാം തന്നിട്ടില്ലേ, മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി 1.5 ആണ്, റൂട്ട് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്, കെ എന്ന് പറഞ്ഞാൽ 50 ന്യൂട്ടൺ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിൽ ഗെറ്റ് 0.15 മീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഒന്നുമില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് സ്പ്രിങ്, ഒരു ബോൾ വന്ന് സ്പ്രിങ്ങിൽ തട്ടുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരാറുള്ളത് ഒരു ഗ്രാവിറ്റേഷണൽ ഒരു സ്പ്രിങ് വേർട്ടിക്കലി വെച്ചിട്ടുണ്ട്. ഓക്കെ, വേർട്ടിക്കലി വെച്ച സ്പ്രിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോഡി വീഴുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ബോഡി വീഴുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക, ആ മുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു ബോഡിയുടെ എനർജി എന്തായിട്ട് കൺവേർട്ട് ആവും, സ്പ്രിങ്ങിൻ്റെ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻ എല്ലാം പല ടൈപ്പിൽ നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ കാണാൻ നമുക്ക് പറ്റും. സോ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഫൈൻ, നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനദർ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി മക്കളെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, if two springs A and B, അതിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, കെ എ is equal to 2 times kb are stretched by the same suspended weights, then the ratio of the work done in stretching is equal to. Okay, then the ratio of the work done in stretching ആണ് ചോദിച്ചുള്ളത്. അപ്പോൾ വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് ദ സ്പ്രിംഗ് തന്നെയാണ് എന്ത്, എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിങ്ങും. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താ ഫോർമുല, ഹാഫ് കെ എക്സ് സ്ക്വയർ. സസ്പെൻഡഡ് ബൈ, ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സസ്പെൻഡഡ് ബൈ ദ സെയിം വെയിറ്റ്. ഓക്കെ, സെയിം വെയിറ്റ് ആണ് ഇവിടെ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി ആ ഒരു ഫോർമുല ഇവിടെ ഇല്ല, നമുക്കതിനെ കോൺസ്റ്റൻ്റ് ആയി എടുക്കുന്ന സാധനത്തിന് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് എന്ന് നമുക്കറിയാം. എവിടെ, മൈനസ് കെ എക്സ്, എവിടെയാണത്, സ്പ്രിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, സോ അവിടെ നമുക്ക് കെൻ്റെ വാല്യൂ നമുക്കറിയാം, കെ ഇസ് ഈക്വൽ ടു എഫ് ബൈ എക്സ് ഓർ എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ്. അപ്പോൾ ഈ ഒരു സാധനം, ഈ ഒരു ഫോഴ്സ് ആണ് അവിടെ എന്തായിട്ട് വരുന്നത്, റീസ്റ്റോറിങ് ഫോഴ്സ് ആണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. കാരണം സ്ട്രെച്ച്ഡ് ബൈ ദ സെയിം വെയിറ്റ് ആണ്. സോ രണ്ട് പേർക്കുള്ള റീസ്റ്റോറിങ് ഫോഴ്സ് സെയിം ആണ്. അപ്പോൾ ഞാനിവിടെ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ആക്ച്വലി എഫിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കെ എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ബിക്കോസ് ആ ഒരു വെയിറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും, എഫ് ഇസ് ഈക്വൽ ടു വെയിറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വെയിറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയറിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഹിയർ ആസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ബൈ കെ. ഓക്കെ, എഫ് ബൈ കെ ആണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് എഫ് ബൈ കെ ദ ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം, ബിക്കോസ് ആ ഒരു ഫോഴ്സ് നമുക്ക് വേണം, ഫോഴ്സിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് വേണം എടുക്കാൻ. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1/2 എഫ് സ്ക്വയർ ബൈ കെ ആണ് നമുക്ക് കിട്ടി. ഫൈൻ, അപ്പോൾ ഇവിടെ നമുക്ക് എഫ് വന്നിട്ടുണ്ട്. സോ രണ്ട് കേസ്, ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി ഇസ് ഈക്വൽ ടു ഹാഫ് പോയി, ഫോഴ്സ് പോയി, കെ ബി ബൈ കെ എ എന്ന് നമുക്ക് കിട്ടും. കെ എ ഇസ് ഈക്വൽ ടു, ക്വസ്റ്റ്യനിലൊക്കെ കെ എ ഇസ് ഈക്വൽ ടു 2 times കെ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 times കെ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദ ആൻസർ ഇസ് 1:2. ഓക്കെ, 1:2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. സോ 1:2 ശ്രദ്ധിക്കുക. ഞാൻ നമ്മളോട് തുടക്കം പറഞ്ഞിരുന്നു എന്ത്, 1:2 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ, അല്ലെങ്കിൽ എ ബൈ ബി വിത്ത് റെസ്പെക്ട് ടു ബി ബൈ എ എന്ന് പറഞ്ഞ ഓപ്ഷനിലെല്ലാം നമുക്ക് അതിൻ്റെ തിരിച്ചുണ്ടാവും. 1:2 കിടക്കുന്നുണ്ട്,
2:1 കിടക്കുന്നുണ്ട്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. റേഷ്യോ എടുക്കുമ്പോൾ ഏതിനെ വിത്ത് റെസ്പെക്ട് ടു ഏതാണ് എന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഫൈൻ. Now let's go to the last topic, power. Power ആണ് നമുക്ക് ഇനി ഡിസ്കസ്. നമ്മൾ വർക്ക് ഡിസ്കസ് ചെയ്തു, നമ്മൾ എനർജി ഡിസ്കസ് ചെയ്തു, ആൻഡ് ദ ലാസ്റ്റ് പോർഷൻ നമുക്ക് പവർ നോക്കാം. നമുക്ക് വാട്ടർ ഫാൾസ് ഫ്രം എ ഹൈറ്റ് ഓഫ് 60 meter at a rate of 15 kilogram per second to operate a turbine. The losses due to the frictional force are 10% of the energy. How much power is generated by the turbine? എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The water falls from a height 60 meter ഹൈറ്റിൽ നിന്നാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദ്യം എന്താ വെച്ചാൽ അതിൽ നിന്ന് 10% ഓഫ് എനർജി എന്തായി പോകുന്നുണ്ട്, 10% ഓഫ് എനർജി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പവർ ജനറേറ്റഡ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഫോർമുല പറയാം. എന്താണ് പവർ ജനറേറ്റഡ്, പവർ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു പവർ ഇൻപുട്ട് ഇൻടു എഫിഷ്യൻസി ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പവർ ഇൻപുട്ട് ഇൻടു എഫിഷ്യൻസി. ഇവിടെ നോക്കിയേ, പവർ ഇൻപുട്ട് എത്രയാണ്? പവർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഇസ് ഈക്വൽ ടു ദിസ് ഇൻടു എഫിഷ്യൻസി. ദിസ് ഇസ് ദ എഫിഷ്യൻസി. പവർ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ എനർജി ബൈ ടൈം ആണ്. എനർജി എന്താ മക്കളെ? എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. റൈറ്റ്. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്, പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം ആണ്. സോ അതേ സാധനത്തിനെ തന്നെ ഞാൻ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10% ഓഫ് ദ എനർജി ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് ഡെസിപ്പേറ്റ് ആയി പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ റിമൈനിങ് എത്രയുണ്ടാവുക? 90/100 ആണ് എൻ്റെ പവർ ജനറേറ്ററിൽ ഉണ്ടാവുക ഫൈനലി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി എത്രയാണ് നമുക്ക് പവർ വരിക എന്ന് നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് വൺ, ഇതിൻ്റെ വർക്ക് എന്ത് വരും? വർക്ക് എത്ര വരാം? ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ mgh. കാരണം എന്താ? mgh ഹൈറ്റിൽ എന്താണോ എനർജി ഉള്ളത് അതേ എനർജിയാണ് എന്തായിട്ട് മാറുക? അതിൻ്റെ താഴത്തോട്ടുള്ള അതിൻ്റെ എനർജി ആയിട്ട് മാറുക. ഫൈൻ. അപ്പോൾ അതിൻ്റെ വർക്ക് ഡൺ നമുക്ക് കിട്ടി. ദെൻ ഡിവൈഡഡ് ബൈ എത്ര ടൈം പെർ സെക്കൻഡ് ആണ്? 60 meter at a rate by time is 1 second and 90/100 ആണ് അതിൻ്റെ എഫിഷ്യൻസി. സോ മാസ് എന്ന് പറഞ്ഞാൽ 50 at a rate of 15 kilogram per second. സോ മാസ് തന്നിട്ടുണ്ട് 15 ആണെന്ന്. ദെൻ വി ഹാവ് എന്ത് തന്നിട്ടുണ്ട്? ജി നമുക്കറിയാം 10 ആണ്. ദെൻ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 60 meter ആണ്. ഇൻറ്റു 60 meter ഇസ് ദ ഹൈറ്റ് ഇൻറ്റു 90/100. ഓക്കെ, സംശയം ഉണ്ടോ മക്കളെ? നോക്കിയേ. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പവർ ജനറേറ്റർ ആണ് നമുക്ക് കാണേണ്ടത്. സോ പവർ ജനറേറ്റഡിൽ നമുക്ക് പവർ ഇൻപുട്ട് ഇൻടു എഫിഷ്യൻസി ആണ് അതിൻ്റെ പവർ ജനറേറ്ററിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദെൻ വി സബ്സ്റ്റിറ്റ്യൂട്ടഡ് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ഓർ എനർജി ബൈ ടൈം. ആ ഒരു ഹൈറ്റിലെ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ സിംപ്ലി പൊട്ടൻഷ്യൽ എനർജിയാണ്, mgh ബൈ ടൈം ആണ്, ആൻഡ് ഇൻടു എഫിഷ്യൻസി. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 8.1 kilowatt ആണ്. ബിക്കോസ് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? ഇൻറ്റു 10⁻3. ഓക്കെ, ബാക്കി എല്ലാ വാല്യൂസും ഗിവൺ ആണ്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വിൽ ഗെറ്റ് 8.1 kilowatt ആണ് നമ്മുടെ ആൻസർ. ഫൈൻ. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The potential energy of a particle varies with the distance r as shown in the figure. The force acting on the particle is equal to 0 at. Okay, so ഇതേതാ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ഇത് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ഏതാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? നമ്മുടെ ഏതൊരു ഗ്രാഫ് തന്നാലും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആക്ച്വലി എന്താണ്? ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യന് ആരെ വിത്ത് റെസ്പെക്റ്റ് ആണ്, ഗ്രാഫ് ആരൊക്കെയാണ്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമ്മൾ വളരെ ബേസിക് ആയിട്ടാണ് വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ആദ്യം നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ബേസിസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേക്ക് ഇത് കണ്ടിട്ട്
മനസ്സിലായാൽ നമുക്ക് എന്തുറപ്പിക്കാം ഈ ഒരു കൺസെപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ എല്ലാ ടോപ്പിക്സിനും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട് ഒരു ചാപ്റ്ററിൽ ഫോർ എക്സാമ്പിൾ ലോസ് ഓഫ് മോഷൻ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വർക്ക് എനർജി ആൻഡ് പവറിലെ എല്ലാ ടോപ്പിക്സും പ്രീവിയസ് ഇയേഴ്സ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്തത് തീരാൻ പോവാണ് സോ ഇത് മനസ്സിലായാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് നോക്കണം പക്ഷേ ഇത് മനസ്സിലായാൽ നമുക്ക് ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൻ്റെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫൈൻ അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഗ്രാഫിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ ഗ്രാഫ് ആരൊക്കെ വിത്ത് റെസ്പെക്റ്റ് ആണ് ഗ്രാഫ് പൊട്ടൻഷ്യൽ എനർജിയും ആർ ആണ് ഓക്കെ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ആർ ആണ് ഗ്രാഫ് ഇനി നമ്മൾ നോക്കേണ്ടത് ഫോഴ്സ് ആണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഫോഴ്സ് ആണ് അപ്പോൾ എനിക്ക് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ബന്ധം അറിയോ ഞാൻ പറഞ്ഞിരുന്നു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ലോസ് ഓഫ് മോഷൻ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യനിൽ എയ്തർ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആയിരിക്കും സ്ലോപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഏരിയ ആയിരിക്കാം അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ du/dr ആണ് അത് തന്നെയാണ് എൻ്റെ അത് തന്നെയാണ് എൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ആണ് അപ്പോൾ ആക്ച്വലി ക്വസ്റ്റ്യൻ എന്താണ് ഏതൊക്കെ പോയിന്റിലാണ് ഏതൊക്കെ പോർഷനിലാണ് എൻ്റെ ഫോഴ്സ് എന്തുള്ളത് സീറോ ഉള്ളത് അപ്പോൾ ഇത് ആക്ച്വലി ആരെ വിത്ത് റെസ്പെക്റ്റ് ആണ് ക്വസ്റ്റ്യൻ സ്ലോപ്പ് ആണ് അപ്പോൾ സ്ലോപ്പ് സീറോ ആയാൽ ആര് സീറോ ആകും ഫോഴ്സും സീറോ ആകും അപ്പോൾ സ്ലോപ്പ് സീറോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ് എന്നർത്ഥം അല്ലേ എത്ര ചെരിവുണ്ടാവുക എന്നൊക്കെയാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആക്ച്വലി സ്ലോപ്പ് സീറോ ഉള്ളത് ഏതൊക്കെ കേസിലാണ് ഒന്ന് ക്യൂയിലും ഒന്ന് ആറിലും ബിക്കോസ് അതാണ് എന്ത് പാരലൽ ആയിട്ടുള്ളത് ഓക്കെ ഈ രണ്ട് പോയിന്റിന് പാരലൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ക്യൂ ആൻഡ് ആർ സോ ആ ഒരു പോയിന്റ്സിലാണ് എന്ത് സീറോ ആകുന്നത് ഫോഴ്സ് സീറോ ആകുന്നത് ബിക്കോസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ du/dr ആണ് സ്ലോപ്പ് ആണ് ഓക്കെ സ്ലോപ്പ് സീറോ ആണ് എവിടെ ക്യൂയിലും ആറിലും സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിലെ എന്ത് സീറോ ആണ് ഫോഴ്സ് സീറോ ആണ് ഫൈൻ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇതാ നോക്കിയോ മക്കളെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ഫോഴ്സ് ഫീൽഡ് ഇസ് ഗിവൺ ബൈ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട് U is equal to a/r square minus b/r where a and b are positive constants and r is the distance of the particle from the center of the field. For stable equilibrium the distance of the particle is equilibrium stable ആകുമ്പോൾ അപ്പോൾ equilibrium എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് തന്നെ നമ്മൾ വർക്ക് എനർജിയിലുണ്ട് ഇക്വിലിബ്രിയം കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ ഫോഴ്സിൽ നിന്നാണ് ലോസ് ഓഫ് മോഷൻ നിന്നാണ് അത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു വർക്ക് എനർജി ആൻഡ് പവറിൽ ഉപയോഗിക്കുന്നു അത് തന്നെ നമ്മൾ അടുത്ത ചാപ്റ്റർ ലൈക്ക് റൊട്ടേഷണൽ ഡൈനാമിക്സിൽ നമ്മൾ വർക്ക് എനർജിയിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇക്വിലിബ്രിയം കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ആക്ച്വലി ക്വസ്റ്റ്യൻ ആരൊക്കെ വിത്ത് റെസ്പെക്റ്റ് ആണ് ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ആരാണ് ഫോഴ്സ് ആണ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഫോഴ്സ് ആണ് പക്ഷെ പച്ചക്ക് എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഫോഴ്സ് ആണ് പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്കറിയാം ഇക്വിലിബ്രിയം ആണെങ്കിൽ അവിടെ എന്ത് സീറോ ആയിരിക്കും ഫോഴ്സ് സീറോ ആയിരിക്കും ഇത് നമുക്ക് അറിയണം ഫൈൻ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം എവിടെ ഇക്വിലിബ്രിയം ഉണ്ടോ അവിടെ നമുക്ക് F=0 എന്ന് എഴുതാം പറ്റണം ഇനി ഫോഴ്സിന് നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിരുന്നു ക്വസ്റ്റ്യൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ഫോഴ്സ് മൈനസ് du/dr ആണ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് du/dr അപ്പോൾ യു ദാ തന്നിട്ടുണ്ട് അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും മക്കളെ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതിന് a/d/dr ഓഫ് a/r² മൈനസ് b/r ഓക്കെ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ് ക്ഷമയോടുകൂടി ചെയ്യണം തിരക്ക് കൂടി ചെയ്യരുത് നമ്മുടെ തെറ്റിപ്പോവും സോ r⁻² ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ന്യൂമറേറ്ററിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കുറച്ച് കുറയും ഓക്കെ സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക നമുക്ക് a ഇൻറ്റു -2r -2r ഇല്ല -2r⁻³ ആൻഡ് ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് ആ നെഗറ്റീവ് ഗ്ലാസ്സിൽ എഴുതാം -b ഇൻറ്റു -1r⁻² ഓക്കെ ഇനി നമുക്ക് മൈനസ് ഉള്ള ടേമിനൊക്കെ നമുക്ക് താഴോട്ട് കൊണ്ടുവരാം സോ -2a/r³
പ്ലസ് ബി ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആര്, ഇതാണ് നമ്മുടെ ഡി യു ബൈ ഡി ആർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഇവൻ ആരായിട്ട് ഇക്വേറ്റ് ചെയ്യണം, ഇതിന് നമ്മൾക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ ആര് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വിലിബ്രിയം കേസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ഈക്വൽ ടു ബി ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ബൈ ആർ ക്യൂബ്. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ ക്യൂബ് ഉണ്ട്, പോയി. സോ ആർ ഇസ് ഈക്വൽ ടു 2a ബൈ ബി ആണ് നമുക്ക് കിട്ടി. ആർ ഇസ് ഈക്വൽ ടു 2a ബൈ ബി. സോ 2a ബൈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, ഇക്വിലിബ്രിയം കേസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് നമുക്ക് പോകണം. ദാറ്റ് ഇസ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. നോക്കാം, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. On a frictionless surface, a block of mass m moving with a speed v collides elastically with another block of same mass m which is initially at rest. After collision, the first block moves at an angle theta to its initial direction and has a speed of v by 3. The second block speeds after the collision will be ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ആക്ച്വലി ഒരു വലിയൊരു പോയിന്റ് ഇവിടെ കിടക്കുന്നുണ്ട്. എന്താണെന്നറിയോ, നോക്കാം. ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫസ്, ഫ്രിക്ഷൻ ഇല്ല, സ്മൂത്ത് ആണ്. ഓക്കെ, ആൻഡ് എ ബോഡി ഓഫ് മാസ് എം മൂവിങ് വിത്ത് വെലോസിറ്റി വി കൊളൈഡ്സ് എലാസ്റ്റിക്കലി. എലാസ്റ്റിക് കൊളീഷൻ ആണ്. എലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ നമുക്കവിടെ എന്ത് അപ്ലൈ ചെയ്യാം, നമുക്കവിടെ കൈനറ്റിക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാം, നമുക്കവിടെ പൊട്ടൻഷ്യൽ എനർജി ലൈക്ക് മൊമെൻറ്റം കൺസർവേഷൻ, അത് എലാസ്റ്റിക് ആവട്ടെ ഇൻഎലാസ്റ്റിക് ആവട്ടെ രണ്ട് സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫൈൻ. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ അത് അനദർ ബ്ലോക്ക് ഓഫ് മാസ് എം സെയിം മാസിൽ നമ്മൾ അപ്ലൈ ചെയ്തു. വിഷയം അതല്ല. ആഫ്റ്റർ കൊളീഷൻ ഫസ്റ്റ് ബ്ലോക്ക് മൂവ്സ് വിത്ത് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഇനീഷ്യൽ ഡയറക്ഷൻ ആൻഡ് ഹാസ് സ്പീഡ് v by 3. സെക്കൻഡ് ബ്ലോക്കിൻ്റെ സ്പീഡ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഫിഗർ എങ്ങനെയാണ്. ഫസ്റ്റ് ബ്ലോക്ക് വന്നു വിത്ത് വെലോസിറ്റി v, വേറൊരാളായിട്ട് സെയിം മാസിനായിട്ട് തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. ശേഷം ഫസ്റ്റ് ബ്ലോക്ക് പോയി വിത്ത് വെലോസിറ്റി v by 3 അറ്റ് ആൻ ആംഗിൾ തീറ്റ. ചോദ്യം എന്താണെന്നറിയോ, സെക്കൻഡ് ബ്ലോക്കിൻ്റെ വെലോസിറ്റി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ബ്ലോക്കിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഇത് ഒരു എലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇതൊരു എലാസ്റ്റിക് കൊളീഷൻ ആണ്. എലാസ്റ്റിക് കൊളീഷൻ ആയത് കൊണ്ട് തന്നെ എൻ്റെ എനർജി എന്താണ്, കൺസേർവ്ഡ് ആയിരിക്കും. ഇനീഷ്യൽ എനർജി മസ്റ്റ് ബി ഈക്വൽ ടു എന്ത്, ഫൈനൽ എനർജി. സോ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സിംപ്ലി ആര് മാത്രമേ ഉള്ളൂ, ഹാഫ് mv² പ്ലസ് ഇനീഷ്യലി ഈ ചങ്ങായി വാസ് സെറ്റിംഗ് സിംപ്ലി 0. അവന് വെലോസിറ്റി ഒന്നും ഉണ്ടായില്ല, ബിക്കോസ് ഇനീഷ്യലി അവൻ്റെ വെലോസിറ്റി 0 ആയിരുന്നു. ഓക്കെ, അടിച്ചതിന് ശേഷം ഹാഫ് എം അവൻ്റെ വെലോസിറ്റി എന്തായി, v² by 9 അല്ലേ, v by 3 ആണ് അതിൻ്റെ വെലോസിറ്റി. സോ v by 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv². എല്ലാതും സെയിം മാസ് ആണ്. സോ ഹാഫ് എം എല്ലാം പോയി. ഫൈനലി v² സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2√2/3v എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 2√2/3v. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. കൊളീഷൻ എലാസ്റ്റിക് ആണോ ഇൻഎലാസ്റ്റിക് ആണോ എന്നറിയണം. എലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് മൊമെൻറ്റം കൺസർവേഷനും എനർജി കൺസർവേഷനും നമുക്ക് വെക്കാം. ഓക്കെ, ഇൻഎലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ആകെ മൊമെൻറ്റം കൺസർവേഷൻ മാത്രമേ നമുക്ക് വെക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ലാസ്റ്റ് ചാപ്റ്റർ, റൊട്ടേഷണൽ ഡൈനാമിക്സ്. ഓക്കെ, സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ദി റൊട്ടേഷണൽ ഡൈനാമിക്സ് അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ എന്നൊക്കെ നമുക്ക് ഇവനെ പറയാം. ഓക്കെ, സോ ഫൈനൽ കൺക്ലൂഷൻ ആണ് മെക്കാനിക്സ് പാർട്ടിൻ്റെ. ഒരു ഗ്രാവിറ്റേഷനും കൂടി വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ആ ഒരു സീരീസ് ആണ് ലൈക്ക് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കടക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത്, നിങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. ആക്ച്വലി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ നിന്നാണ്. ഓക്കെ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ നിന്ന് ഫസ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് എന്ത്, സെൻറ്റർ ഓഫ് മാസ്. കുറേ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും,
ഒക്കെ ഓക്കെ കുറേ പാർട്ടുകളുണ്ട്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്താണ്, പിന്നെ അതിൻ്റെ വെലോസിറ്റി എന്താണ്, അതിൻ്റെ ആക്സലറേഷൻ എന്താണ്. ഫൈൻ. പിന്നെ വരുന്നത് അടുത്ത പാർട്ടിക്കിൾ വരുന്നതാണ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷനിൽ തന്നെ ആക്ച്വലി നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. മോഷൻ്റെ പ്ലെയിനിൽ സർക്കുലർ മോഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ആംഗുലർ വെലോസിറ്റി എന്താണ്, ആംഗുലർ ആക്സിലറേഷൻ എന്താണ്. സോ അതിന് നമ്മൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള എഫക്റ്റുകളൊക്കെ പഠിക്കും. ലൈക്ക് ഫോഴ്സിന് കൗണ്ടർ പാർട്ടായിട്ട് നമ്മൾ ടോർക്ക് പഠിക്കും, ലീനിയർ മൊമെൻറ്റത്തിന് കൗണ്ടർ പാർട്ടായിട്ട് നമ്മൾ ആംഗുലർ മൊമെൻറ്റം പഠിക്കും, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ പഠിക്കും, ടോർക്ക് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ പഠിക്കും, ആൻഡ് ലീനിയർ മോഷനിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളുടെ കൗണ്ടർ പാർട്ട് റൊട്ടേഷണൽ അനലോഗി നമ്മൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിരുന്നു. എവിടെ? ലോസ് ഓഫ് മോഷനിലും വർക്ക് എനർജിയിലും പഠിച്ചിരുന്നു. ഇക്വിലിബ്രിയം ഇൻ റൊട്ടേഷണൽ ഡൈനാമിക്സ് നമ്മൾ പഠിക്കും. വർക്ക് എനർജി തിയറം നമ്മൾ പഠിച്ചിരുന്നു. എവിടെ? വർക്ക് എനർജി സ്ട്രെയിറ്റ് ലൈനിൽ, അത് വർക്ക് ഡൺ ഇൻ റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ പാരലൽ ആക്സിസ് തിയറം പഠിക്കും, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പഠിക്കും, റോളിംഗ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓവറോൾ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഈ ഒരു കൺസെപ്റ്റുകളെല്ലാം നമുക്ക് അറിയണം. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 3 point masses M1, M2, M3 are placed at the corners of a thin massless rectangular sheet. Okay, ആ ഷീറ്റിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ലൊക്കേറ്റഡ് അറ്റ് ദ പോയിന്റ്. എവിടെയാണ് എൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് നമുക്ക് അറിയണം. പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് കോർഡിനേറ്റിൻ്റെ XCOM is equal to M1x1 plus M2x2 plus M3x3 divided by M1 plus M2 plus M3. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ആരെ എഴുതാം, ഇതുപോലെ തന്നെ നമുക്ക് y ആക്സിസിൻ്റെ എഴുതാം. M1y1 plus M2y2 plus M3y3 divided by M1 plus M2 plus M3. അതും കൂടെ നമുക്ക് എഴുതാം, കാരണം ഇവിടെ y ആക്സിസിലുണ്ട് M1y1 plus M2y2 plus M3y3 divided by M1 plus M2 plus M3. ഓക്കെ, ഇനി നമുക്ക് z ആക്സിസിൻ്റെ എഴുതേണ്ട ആവശ്യമില്ല, ഇത് 2 ഡയമെൻഷനിൽ ആയതുകൊണ്ട് തന്നെ. സോ ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വി ഹാവ് ടു ഫിക്സ് അവർ ഒറിജിൻ. നമ്മുടെ ഒറിജിൻ ഏതാണ് എന്ന് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. ഒറിജിനെ വിത്ത് റെസ്പെക്ട് ടു ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഒറിജിൻ ആക്ച്വലി എവിടെയാണ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്തു. ആക്ച്വലി നമ്മൾ എടുക്കുകയാണ് ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആണ്. ഓക്കെ, സെൻറ്ററിൽ ഇവിടെയാണ് നമ്മൾ ഒറിജിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒറിജിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ എന്താ, x1 എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് മാസ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. ശ്രദ്ധിക്കണേ മക്കളെ, x1 എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ദി ഫസ്റ്റ് മാസ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്. ഓക്കെ, x2 എന്ന് പറഞ്ഞാലോ പൊസിഷൻ ഓഫ് ദി സെക്കൻഡ് മാസ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. x3 എന്ന് പറഞ്ഞാലോ പൊസിഷൻ ഓഫ് ദി തേർഡ് മാസ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. അപ്പോൾ ഇതാണ് ഒറിജിൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1ൻ്റെ വാല്യൂ എന്താ, 1.6 into 0, കാരണം അത് ഒറിജിനിൽ തന്നെയാണ്. പ്ലസ് M2ൻ്റെ വാല്യൂ എന്താ, M2ൻ്റെ വാല്യൂ ഇസ് 2 into what is this distance, 1.2, പ്ലസ് M3ൻ്റെ വാല്യൂ എന്താ, 2.4 ആണ്. M3ൻ്റെ വാല്യൂ എത്ര ദൂരത്താണുള്ളത്, 1 meter into 1 divided by 1.6 plus 2.4 plus 2. സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.4 meter കിട്ടും. ഓക്കെ, അടുത്തത് YCOM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M1 എത്രയാ, 1.6 into y എവിടെയാ, ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ y ഇസ് ഇൻ ദ ഒറിജിൻ 0 പ്ലസ് M2 ഇതാണ് 2. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ y ആക്സിസിൽ വല്ല കോർഡിനേറ്റ് ഉണ്ടോ, ഇല്ല. സോ ദാറ്റ് ഇസ് 2 into 0 പ്ലസ് തേർഡ് പാർട്ടിക്കിൾ 2.4 into എത്ര ദൂരത്താണുള്ളത്, 1. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ഡിവൈഡഡ് ബൈ 1.6 പ്ലസ് 2.4 പ്ലസ് 2. നേരത്തെ ചെറിയൊരു കറക്ഷൻ, നേരത്തെ നമ്മളിതാ ഇത് y ആക്സിസിലാണ് M3 ഉണ്ടായിരുന്നത്. സോ 2.4 into ആക്ച്വലി 0 ആണ് നമുക്ക് കൊടുക്കേണ്ടത്, ബിക്കോസ്
വൈ തേർഡ് പാർട്ടിക്കിൾ ഉള്ളത് വൈ ആക്സിലാണ്. അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? എക്സ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഫൈൻ. സോ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ അഗെയിൻ 0.4 മീറ്റർ ആണ്. ഓക്കെ, ബോത്ത് ആർ എന്താണ്? സിമെട്രിക്കൽ ആണ്. സോ വിൽ ഗെറ്റ് 0.4, 0.4 ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓക്കെ ഫൈൻ. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയേ. Moment of inertia of a thin uniform circular disc about its one of the diameter is I. The moment of inertia about an axis tangent to it and perpendicular to its plane. It's a whole question. Similar type of question was there in 2022. തൊട്ട് കഴിഞ്ഞ വർഷം നമുക്ക് നീറ്റിന് വന്നത് ഓൾമോസ്റ്റ് സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഓൾമോസ്റ്റ് പാരലൽ ആക്സിസ് തിയറി അപ്ലൈ ചെയ്യുക, ഫോർമുല അറിയോ എന്ന് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ മക്കളെ നോക്കാം നമുക്ക്. ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ തിൻ യൂണിഫോം സർക്കുലർ ഡിസ്ക് അബൌട്ട് ഇറ്റ്സ് ഡയാമീറ്റർ. അപ്പോൾ സർക്കുലർ ഡിസ്കിൻ്റെ ഡയാമീറ്റർ ആണ് ആക്ച്വലി എന്ത്? ഐ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്കുലർ ഡിസ്കിൻ്റെ ആദ്യ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയണം. ഇത് ഏതാ ആക്സിസ്? ഇത് സർക്കുലർ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ mr²/2 ആണ്. ഓക്കെ, അബൌട്ട് ഡയാമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്? ഡയാമീറ്ററിൽ ആക്ച്വലി ഇറ്റ് വിൽ ബി ഐ. അത് എന്ന് പറഞ്ഞാൽ mr²/2 അല്ല വരിക, mr²/4 ആണ് വരിക. അത് എവിടുന്നാ വന്നേ? അത് ആക്ച്വലി നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് mr²/4 plus mr²/4 is equal to mr²/2. ഓക്കെ, ആ ഡെറിവേഷനിലൂടെ ഞാൻ പോകുന്നില്ല, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ mr²/2 ആണ്. ഓക്കെ, അപ്പോൾ ഡയാമീറ്ററിലുള്ള ആക്സിസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. പക്ഷെ നമുക്ക് കാണേണ്ടതൊന്നുമല്ല. ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് an axis tangent to it and perpendicular to its plane. എന്താ പറഞ്ഞത്? ടാൻജന്റ് ടു ഇറ്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടാൻജന്റ് ടു ഇറ്റ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് എന്താ അപ്ലൈ ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യണം. സോ ടാൻജന്റ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് I" എന്ന് വിളിക്കാം. എന്താണ് ഇതിൻ്റെ അത്? mr²/4 അതാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി എന്താ പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ മക്കളെ. പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെന്റർ ഓഫ് മാസ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ അത് വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സെന്റർ ഓഫ് മാസിൽ കൂടെ mr²/4 പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഇത് എത്ര ഡിസ്റ്റൻസിൽ? 6 ആണ്. സോ ഇതാണ് ആക്ച്വലി എന്ത് വരിക? നമുക്ക് എന്തായിട്ട് വരിക? നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി പാരലൽ ആയിട്ട് വരിക. ഫൈൻ. ഇനി നമുക്ക് ആക്ച്വലി എന്ത് അപ്ലൈ ചെയ്യണം? ഇതാണ് നമ്മുടെ I" എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ I" എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പാരലൽ ആയിട്ടുള്ള ആക്സിസ്, ഇതാണ് നമ്മുടെ ടാൻജന്റും ആൻഡ് പാരലൽ ടു ദ ഡയാമീറ്ററുള്ള ആക്സിസ്. പക്ഷെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അതല്ല, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇത് കാണുന്നുണ്ടോ? നമുക്ക് കിട്ടിയത് ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ഇതാണ് നമ്മുടെ ഈ കിടക്കുന്ന സാധനം. അതെത്രയാ? 5 mr²/4 ആണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ അതല്ല ആൻസർ, അതല്ല ആൻസർ. ഓക്കെ, പക്ഷേ ഇവിടെ mr² ടേംസിലൊന്നും അല്ല കേട്ടോ, ഐൻ്റെ ടേംസിലാണ്. അത് നമുക്ക് ലാസ്റ്റിലോട്ട് വരാം. സോ ആക്ച്വലി 5I അല്ല ആൻസർ. ഓക്കെ, കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഈ ഡയാമീറ്റർ എന്നോട് ചോദിച്ചുള്ളത് പെർപെൻഡിക്കുലർ. സി ദ ക്വസ്റ്റ്യൻ മൈ ഡിയേഴ്സ്, പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്, എൻ്റെ വെർട്ടിക്കലാണ് വേണ്ടത്. അപ്പോൾ ഇതറിയാം, ഇത് ഓൾറെഡി ഇതൊരു ഡയമീറ്റർ ആണ്, ഇതും ഒരു ഡയമീറ്റർ ആണ്. സോ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈയിങ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് കഴിഞ്ഞാൽ 5/4 mr², അതാണ് ഈ വാല്യൂ, പ്ലസ് ഇതിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള വാല്യൂ, പ്ലസ് ഡയമീറ്ററിലൂടെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? mr²/4 ആണ് ഡയമീറ്ററിൻ്റെ വാല്യൂ. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു, ഇതൊരു പ്ലെയിൻ ആണ്, ഇത് y ആക്സ് എന്ന് വിചാരിക്കുക, ഇത് x ആക്സ് എന്ന് വിചാരിക്കുക. സോ x ആക്സിൻ്റെ പ്ലസ് y ആക്സ് സ്ക്വയർ വിൽ ഗെറ്റ് ദ z ആക്സ് സ്ക്വയർ. അതാണ് എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. സോ ആൻസർ എത്ര വരിക മക്കളെ? നമുക്ക് ആൻസർ വരിക 6/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 mr². 3/2 mr² ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ ഓപ്ഷൻസിൽ ഒന്നിൽ പോലും എന്തില്ല? 3/2 mr² എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എല്ലാം ഐൻ്റെ ടേംസിലാണ്. ഐ എന്ന് പറഞ്ഞാൽ
mr square by 4 ആ ഒരു ടേംസിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു സോ mr square by 4 സോ ദ ആൻസർ ഇസ് ഏതാണ് 6i ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഒരു വർഷം ഈ കൊല്ലം നീറ്റിന് ചോദിച്ച പാറ്റേണിൻ്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് അഗെയിൻ മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കാം നമുക്ക് 4 spheres of diameter 2a and mass m are placed with their centers on a 4 corners of a square of side b. Then the moment of inertia of the system about an axis about one of the sides of the square is എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഫിഗർ ഒന്ന് വരക്കാം 4 spheres 1 2 3 4 ഓക്കെ ആ ഒരു 4 സ്പിയേഴ്സിൻ്റെ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ 2a ആണ് ഓക്കെ 2a ആണ് ഡയാമീറ്റർ ഫൈൻ ഇനി അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ m ആണ് പ്ലേസ്ഡ് വിത്ത് ദർ സെൻറ്റേഴ്സ് ഓൺ ദ 4 കോർണേഴ്സ് ഓഫ് ദ സ്ക്വയർ ഓഫ് സൈഡ് ബി അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് എവിടെയുള്ളത് ഇതൊരു ബി സൈഡുള്ള ഒരു സ്ക്വയറിലാണ് ഉള്ളത് ഫൈൻ ക്വസ്റ്റ്യൻ എന്താ ദ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ സിസ്റ്റം അബൌട്ട് ആൻ ആക്സിസ് about one of the side of the square ഏതെങ്കിലും ഒരു സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഏതെങ്കിലും ഒരു സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ക്വസ്റ്റ്യൻ ഫൈൻ അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ആദ്യം ചൂസ് ചെയ്യാം ഏതാ ഒരു സൈഡ് ലെറ്റ്സ് ചൂസ് ജസ്റ്റ് ഇത് നമുക്കൊരു ഒരു സൈഡായിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താ ഇവിടെ നമുക്ക് കൊടുക്കാം ഇവിടെ നമുക്ക് അറിയാം ആക്ച്വലി ഈ സാധനം എന്ന് പറഞ്ഞാൽ എത്ര സ്പിയറിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ജസ്റ്റ് എ സ്കേലാർ ക്വാണ്ടിറ്റി അപ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ടോട്ടൽ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി മൊമെന്റ് ഓഫ് ഇനേഷ്യ സം ആഡ് ചെയ്താൽ മതി ബൈ യൂസിങ് പാരലൽ ആക്സിസ് തിയറോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറോ ഏതാണോ നമുക്ക് അവിടെ വേണ്ടത് അത് അപ്പോൾ ഈ ഫസ്റ്റ് രണ്ടെണ്ണത്തിൻ്റെയും ആക്സിസിലൂടെയാണ് സെൻറ്ററിലൂടെയാണ് എന്ത് പാസ് ചെയ്യുന്നത് ആക്സിസ് പാസ് ചെയ്യുന്നത് സോ നമുക്ക് എന്ത് കൊടുക്കാം 2 into 2/5 ma സ്ക്വയർ ഓക്കെ ആർ 2a ഡയാമീറ്റർ ആണ് അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരായി a സ്ക്വയർ ആയി ഓക്കെ ഫൈൻ ഇനി ഇതാ പ്ലസ് കഴിഞ്ഞിട്ടില്ല ഇവനെ വിത്ത് റെസ്പെക്ട് ടു ഇതാ ഈ രണ്ടെണ്ണത്തിൻ്റെ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയുണ്ട് രണ്ടെണ്ണം ബാക്കി ഓക്കെ അപ്പോൾ ആ രണ്ട് പേരുടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം ആ രണ്ട് പേരെ നമ്മൾ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യണം പാരലൽ ആക്സിസ് തിയറം വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് അർത്ഥം മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് അത് എത്രയാ 2/5 ma സ്ക്വയർ പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം mb സ്ക്വയർ ഇങ്ങനെ എത്ര പേരുണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ രണ്ടാളുണ്ട് ഇവനെ വിത്ത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് ദ 2 ഓക്കെ ഒന്നുകൂടെ പറയാം നല്ല ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ചോട്ടോ 4 ആരുള്ളത് നമ്മുടെ കയ്യിൽ 4 സ്പിയർ ആണ് നമ്മുടെ കയ്യിലുള്ളത് ആ 4 സ്പിയറിൻ്റെ നമ്മൾ ഒരു ആക്സിസിലൂടെ നമ്മൾ എന്ത് കടത്തി വിട്ടു നമ്മൾ ഒരു സൈഡിലൂടെ ഒരു 2 പേർ പാസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരു ആക്സിസ് കടത്തി വിട്ടു അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ചോദ്യം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു 2 പേരുടെ ആക്സിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ 2/5 ma സ്ക്വയർ അപ്പോൾ ഇതും കഴിഞ്ഞു ഇനി നമുക്ക് പെൻഡിങ് ആയി കിടക്കുന്നത് ഇവനുമാണ് ഈ രണ്ടെണ്ണമാണ് അപ്പോൾ ആ ഒരു പെൻഡിങ്ങിന് നമ്മൾ എന്താ അപ്ലൈ ചെയ്യാൻ പോവാണ് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ് എന്താ പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് അപ്പോൾ ഇതിലൂടെ പോകുന്ന സെൻറ്റർ ഓഫ് മാസ് അത്രയാ 2/5 ma സ്ക്വയർ ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഇവർ പ്രൊഡക്റ്റ് ഓഫ് ദ മാസ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എത്രയാ mb സ്ക്വയർ അങ്ങനെ ഇവ മാത്രമല്ല ഉള്ളത് ഇവനുണ്ട് അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു സോ ഫൈനലി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 4/5 ma സ്ക്വയർ പ്ലസ് 4/5 ma സ്ക്വയർ പ്ലസ് 2 mb സ്ക്വയർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക 8/5 ma സ്ക്വയർ പ്ലസ് 2 mb സ്ക്വയർ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സോ നമുക്ക് ഈ ഒരു പാറ്റേണിലെല്ലാം നീറ്റിന് മുൻകാല വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ പ്രാക്ടീസ് ചെയ്യുക ശ്രദ്ധിക്കുക നോക്കാം മക്കളെ ക്വസ്റ്റ്യൻ A wheel starts from rest and attains an angular velocity of 20 radian per second after being uniformly accelerated for 10 seconds. Okay, the total angle in radian through which it has turned in 10 seconds is എന്താ ചോദിച്ചിട്ടുള്ളത് ആംഗിൾ ഇൻ റേഡിയൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി 0 ആണ്
അറ്റൈൻസ് എ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ ടൈമും തന്നിട്ടുണ്ട്, എത്ര ആംഗിളാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഏത് ഇക്വേഷനാണ് നമ്മൾക്ക് ഈ ഒരു ആളുകളെയൊക്കെ കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ അറിയുന്നത് എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഏത് ഇക്വേഷനാണ് നമുക്കുള്ളത്? എഫ് എസ് തീറ്റ ആണ് കാണേണ്ടത്. സോ തീറ്റ ഇസ് ഈക്വൽ ടു നമ്മൾ ഫോർമുല എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. ഇതല്ല ഇക്വേഷൻ നമ്മുടെ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ യു നമുക്ക് തന്നിട്ടില്ല, അല്ല യു 0 ആണ്, യു ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പക്ഷേ എന്ത് തന്നിട്ടില്ല? ആൽഫ ഇസ് നോട്ട് ഗിവൺ, ആൽഫ തന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൽഫ കണ്ടുപിടിക്കാം. ഇതേ പാറ്റേണിൽ 2021 2022 ഓക്കെ ആ ഒരു എല്ലാ വർഷവും RPMൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. റൊട്ടേഷൻസ് പെർ മിനിറ്റ്, റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തതും. ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. സോ ഒമേഗ ഐ ഇസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ ഐ ഇനീഷ്യൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ ഇത് ഒമേഗ ഫൈനലാണ്. സോ ഒമേഗ ഫൈനൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 20 is equal to 0 plus alpha അറിഞ്ഞൂടെ എത്ര സെക്കൻഡ്? 10 സെക്കൻഡ്. സോ ആൽഫ ഇസ് ഈക്വൽ ടു 2 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത്? ആൽഫ. ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ കിട്ടി. ഇനി നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആൽഫ ടി സ്ക്വയർ. ആൽഫ എന്ന് പറഞ്ഞാൽ 2 ആണ്, ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ആണ്, 100. സോ ദ ആൻസർ ഇസ് 100 റേഡിയൻ. ഓക്കെ, സോ 100 റേഡിയൻ ആണ്. സോ ദാറ്റ് ഇസ് 100 ആണ് കറക്റ്റ്. 100 റേഡിയൻ അല്ല, yes 100 radian, it's not 100 pi ഇതല്ല. ഓക്കെ, സോ തേർഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കി മക്കളെ, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതാ നോക്കി, എ വീൽ ഹാവിംഗ് മൊമെന്റ് ഓഫ് ഇനീഷ്യ 4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ അബൌട്ട് ഇറ്റ്സ് സിമെട്രിക്കൽ ആക്സസ് റൊട്ടേറ്റ്സ് അറ്റ് എ റേറ്റ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു RPMൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിടരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റൊട്ടേഷൻസ് പെർ മിനിറ്റ് അബൌട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ദ ടോർക്ക് വിച്ച് ക്യാൻ സ്റ്റോപ്പ് ദ റൊട്ടേഷൻ ഓഫ് ദ വീൽ ഇസ്, ടോർക്കാണ് ചോദിച്ചിട്ടുള്ളത് ഇൻ 1 മിനിറ്റ്. അപ്പോൾ ടോർക്കിൻ്റെ ഫോർമുല എന്താ? ആർ ക്രോസ് എഫ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. പക്ഷേ അവിടെ നമുക്ക് ആറോ ഫോഴ്സോ ഒന്നും തന്നെ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർ ക്രോസ് എഫ്, ആർ എഫ് എന്ന സാധനം നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, സോ പിന്നെയുള്ള നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫയാണ്. സോ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനീഷ്യ. ഓക്കെ, ദിയ ഹുവ ഹേ തന്നിട്ടുണ്ട്. പക്ഷേ എന്ത് തരൂല? എന്ത് തരൂല? ദീ സാധനം തരത്തില്ല. ഓക്കെ, തരൂല. ആൽഫ വിൽ നോട്ട് ബി ഗിവൺ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആൽഫ തരൂല. ആൽഫ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ കണ്ടുപിടിക്കാനാണ് ഈ ഒരു സാധനങ്ങളൊക്കെ തന്നിട്ടുള്ളത്. RPM തന്നിട്ടുണ്ട്, റൊട്ടേഷൻ തന്നിട്ടുണ്ട്, 1 മിനിറ്റ് എന്ന് നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആൽഫ കാണാൻ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ ടി ആണ്. ഒമേഗ ബൈ ടി വെലോസിറ്റി, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി ബൈ ടി നമ്മൾ പഠിക്കൂലേ. അതേപോലെ തന്നെ ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ ടി. ഒമേഗ ഇസ് ഈക്വൽ ടു എത്രയാണ്? ഒമേഗ എത്രയാ? 240 റൊട്ടേഷൻസ്. ഒമേഗ എന്ന് പറഞ്ഞാലേ തീറ്റ ബൈ ടി. യെസ് ഓർ നോ? യെസ് അല്ലേ? ഒമേഗ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 240 ആണ് ഡിസ്പ്ലേസ്മെന്റ്. റൊട്ടേഷൻ ആണ്. സോ 1 റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു 2 പൈ റേഡിയൻ. സോ 240 റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു 240. ആൻഡ് ടൈം 1 മിനിറ്റ്. RPM rotations per minute. 1 minute is equal to 60 seconds. So this is our what? This is our omega and by t. So there are 2 times എന്ത് വരുന്നുണ്ട്? 60 comes in the denominator. ഇത് ശ്രദ്ധിക്കണേ മക്കളെ. ഈ 60 2 പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി പറയാം. ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ ടി. തീറ്റ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. 1 റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു 240 റെവല്യൂഷൻസ് ആണ്. 1 റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു 2 പൈ റേഡിയൻ ആണ്. അങ്ങനെ 240 റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആവും?
2 pi into 240. എത്ര സമയം per minute rpm. So 1 minute is equal to 60 seconds. So we are having another time here 60. So alpha കിട്ടി നമുക്ക് alpha substitute ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 8 pi by 60 ആണ് radian per second square. alpha കിട്ടി. So next we can calculate torque I alpha I4 into 8 pi by 60. The answer is 8 pi by 15 Newton meter. 8 pi by 15 Newton meter. Okay. Question clear alle makkale? Okay. Option 2 ആണ് correct. ഒന്നുമില്ല, ടോ is equal to I alpha എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൽഫ ക്വസ്റ്റ്യനിൽ തരൂല. ആൽഫ നമ്മൾ കണ്ടുപിടിച്ചു, സോൾവ് ചെയ്തു, ഡൺ. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എല്ലാം പല തവണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഫോഴ്സ് F is equal to 2I plus 3J minus 5K acts at a point R1 is equal to തന്നിട്ടുണ്ട് 2I plus 4J plus 7K and the torque of the force about the point. Okay, the torque of the point, the torque of force about the point. ഈ ഒരു about ശ്രദ്ധിക്കണേ. ഈ ഒരു point ഇതിലെ വേർഡ്, വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ് ഫോർ മീ പേഴ്സണലി ഇസ് about the point. about എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫൈൻ, ആദ്യം നമുക്ക് എന്താണ് ടോർക്ക് കാണാം. റൈറ്റ്, ആദ്യം കാണാൻ എന്താ ടോർക്ക് അല്ലേ? ടോർക്ക് is equal to എന്താണ്? ടോർക്ക് is equal to R cross F ആണ്. റൈറ്റ്, R cross F. സോ R cross F എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? രണ്ട് R ഉണ്ട് ഇവിടെ. this one and this one. this one and this one. നമ്മളിവിടെ R വെക്ടർ എടുക്കുമ്പോൾ എന്തെടുക്കും? R വെക്ടർ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ എന്തെടുക്കും എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തെടുക്കുക നമ്മൾ? R2 മൈനസ് R1 എടുക്കുമോ, അതല്ല R1 മൈനസ് R2 എടുക്കുമോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം R വെക്ടർ എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ R2 മൈനസ് R1 ആണ്. ബട്ട് ഇതെടുത്താൽ മക്കളെ തെറ്റിപ്പോവും. ദാറ്റ് ഈസ് റോങ്. ഓക്കെ, ദിസ് ഈസ് റോങ്. റോങ്. കാരണം എന്താ? കാരണം അതാണ് ഞാൻ ഇനീഷ്യലി പറഞ്ഞത്. എബൌട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എബൌട്ട് എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിനെ വിത്ത് റെസ്പെക്ട് ടു എന്നാണ് വേർഡ്. ആ പോയിന്റിൽ വിത്ത് റെസ്പെക്ട് ടു. സാധാരണ എബൌട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, എബൌട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ശേഷം വരുന്നത് ഒറിജിൻ എന്ന് പറഞ്ഞ വേർഡ് ആയിരിക്കും. എബൌട്ട്, ഒറിജിൻ. ശ്രദ്ധിച്ചോ? നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ എടുത്തോ അല്ലെങ്കിൽ ഇനി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനിൽ എബൌട്ട് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിനെ വിത്ത് റെസ്പെക്ട് ടു. സോ അതാണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ്. അപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ്? നമ്മുടെ എൻ്റെ മോനെ ഡാർക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ഏതാ? R2 ആണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ R2 ആണ് ഇനീഷ്യൽ പോയിന്റ് ബിക്കോസ് R2 ആണ് തന്നുള്ളത്. എബൌട്ട് എന്ന് പറയുന്ന വേർഡിന് ശേഷം തന്നുള്ളത് R2 എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു. സോ അതാണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ്. സോ നമ്മൾ R വെക്ടർ എടുക്കേണ്ടത് R2 മൈനസ് R1 ആയിട്ടല്ല, R1 മൈനസ് R2 ക്രോസ് F ആണ് നമ്മൾ എന്തെടുക്കേണ്ടത്? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആയിട്ട് എടുക്കേണ്ടത്. ഫൈൻ. സോ R1 എന്ന് പറഞ്ഞാൽ എന്താണ്? R1 എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 2I പ്ലസ് 4J പ്ലസ് 7K മൈനസ് I പ്ലസ് 2J പ്ലസ് 3K. ഓക്കെ, I പ്ലസ് 2J പ്ലസ് 3K. ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? ഇതാണ് നമ്മുടെ R വെക്ടർ എന്ന് പറഞ്ഞാൽ. ഇതിന് നമ്മൾ എന്തായിട്ട് ക്രോസ് ചെയ്യണം? ഇതിന് നമ്മൾ F ആയിട്ട് ക്രോസ് ചെയ്യണം. F തന്നിട്ടുണ്ട് 2I പ്ലസ് 3J മൈനസ് 5K. അപ്പോൾ ആദ്യം ക്ഷമയോടുകൂടി ഒന്ന് സോൾവ് ചെയ്യുക. 2 മൈനസ് I ദാറ്റ് ഇസ് I ക്യാപ് പ്ലസ് 4 മൈനസ് 2 ദാറ്റ് ഇസ് 2J 7 മൈനസ് 3 ദാറ്റ് ഇസ് 5 4K. ഇതാണ് നമ്മുടെ R ക്രോസ് 2I പ്ലസ് 3J മൈനസ് 5K. ഇതാണ് നമ്മുടെ Z വെക്ടർ. ദാറ്റ് ഈസ് അവർ ഫോഴ്സ്. സോ നമുക്ക് R ആയി, നമുക്ക് F ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്കിത് സോൾവ് ചെയ്യണം. എങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് സോൾവ് ചെയ്യാറിയില്ലേ? IJK. ഓക്കെ, സോ ഫസ്റ്റത്തെ I കമ്പോണൻറ്റ് ആരൊക്കെയാണ്? ഫസ്റ്റത്തെ I കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ 1, പിന്നത്തെ താര 2, പിന്നത്തെ താര 4, ഇവിടുത്തത് ഫോഴ്സിൻ്റെ ആര 2,
പിന്നെ തരാ 3, പിന്നെ തരാ -5 ഇതാ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിൻ്റെ രീതി. അറിയില്ലേ മക്കളെ? ഇനി നമുക്ക് ആദ്യം ആരെ വേണം? ആദ്യം നമ്മൾ ഫസ്റ്റ് കോളം എടുത്തു, അതിൽ നമ്മൾ I ആണ് എടുക്കുന്നത്. സോ I 2 into -5 minus 3 into 4. ഓക്കെ, ഞാൻ സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ബേസിക് ക്രോസ് പ്രൊഡക്റ്റ്. പിന്നെ നമ്മൾ എന്തെടുക്കണം? -j, പിന്നെ എടുക്കേണ്ടത് -j ആണ്. ഈ റോയും ഈ കോളവും ഡിലീറ്റ് ചെയ്തു. 1 into -5 1 into -5 minus 2 into 4 കഴിഞ്ഞു. പ്ലസ് k എടുത്തു. k എടുക്കുമ്പോൾ 1 into 3 minus 2 into 2. ഓക്കെ, സോ സോൾവ് ചെയ്യുക. ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ബാക്കി കാൽക്കുലേഷൻസ് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യണം. ജസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിക്കാൻ കാര്യമുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ R വെക്ടർ എടുക്കുന്നതാണ്. ഓക്കെ, R വെക്ടർ എടുക്കുമ്പോൾ എബൌട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ആംഗുലർ മൊമെന്റത്തിന്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു പോയിന്റ് എബൌട്ട് എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഈ ഒരു എബൌട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റി പോകും. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഏതാ ക്വസ്റ്റ്യൻ നോക്കി? ഫോർ ഇക്വിലിബ്രിയം ഓഫ് ദ സിസ്റ്റം ദ വാല്യൂ ഓഫ് m ഷുഡ് ബി. ഇക്വിലിബ്രിയം നമ്മളിപ്പോൾ എത്രാമത്തെ ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യുന്നത്? ഓക്കെ, ഇക്വിലിബ്രിയം നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇക്വിലിബ്രിയം നമ്മൾ വർക്ക് എനർജി ആൻഡ് പവറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇക്വിലിബ്രിയം നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? ചില കൺസെപ്റ്റുകൾ 3 ചാപ്റ്ററിൽ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 ചാപ്റ്ററും നമ്മൾ ഒരൊറ്റ സീക്വൻസിൽ ഒറ്റ സ്ട്രെച്ചിന് പഠിക്കുന്നതും റിവൈസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വരിക. ഓരോ ചാപ്റ്റർ റാൻഡംലി നമ്മൾ എടുക്കുന്നതിനേക്കാളും ഒരൊറ്റ സ്ട്രെച്ചിൽ 3 ചാപ്റ്റർ പഠിക്കുന്നതാണ് എളുപ്പം. ഓക്കെ, ഫൈൻ. അപ്പോൾ നോക്കി, ഫോർ ഇക്വിലിബ്രിയം ഓഫ് ദ സിസ്റ്റം ദ വാല്യൂ ഓഫ് m ഷുഡ് ബി. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു റൊട്ടേഷണൽ ഡൈനാമിക്സിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? that should be ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് ദാറ്റ് മസ്റ്റ് ബി റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഷുഡ് ബി 0, ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ടോർക്ക് മസ്റ്റ് ബി 0. ഓക്കെ, രണ്ടും 2 പോയിന്റ്സ് ആണ്. ചില ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് 2 ഇക്വേഷനും സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താണ് നോക്കി ക്വസ്റ്റ്യൻ? നെറ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു 0 ഫോർ എന്ത്? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ നെറ്റ് ടോർക്ക് 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആക്ച്വലി ആരൊക്കെ കൊണ്ട് ടോർക്ക് ഉണ്ടാവും? ഇവിടെ ദാ ഈ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ടോർക്ക് ഉണ്ടാക്കൂലേ? ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ടാക്കുക. ബിക്കോസ് ദർ ഇസ് എൻ ആക്ടിങ് 12G ആക്ട് ചെയ്യും. പിന്നെയോ ഇവിടെ ഒരു mg ആക്ട് ചെയ്യും. ഇവനോ ഇവിടെ ഒരു 3g ആക്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഇങ്ങോട്ടൊരു ഫോഴ്സ്. ഓക്കെ, സോ ഇങ്ങോട്ടുള്ള ഫോഴ്സും ഇങ്ങോട്ടുള്ള ഫോഴ്സും ഇങ്ങോട്ടുള്ള ഫോഴ്സും കൊണ്ടുള്ള നെറ്റ് ടോർക്ക് എന്താവണം? നെറ്റ് ടോർക്ക് 0 ആവണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ടോർക്ക് അതാരാ? അതെന്ന് പറഞ്ഞാൽ 12G. ഓക്കെ, അത് ലെറ്റ്സ് സേ ദാറ്റ് ഇസ് ഇൻ ദ വിച്ച് ഡയറക്ഷൻ? ദാറ്റ്സ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈവൻ ഇങ്ങോട്ടുണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് നോക്കിയേ, അതേതാ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ 3G ഇങ്ങോട്ടുണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ R ക്രോസ് F ആണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ. സോ അതിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും, ദാറ്റ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അറ്റ് ഇക്വിലിബ്രിയം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെയും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെയും ടോർക്ക് എന്തായിരിക്കണം? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ 12G മസ്റ്റ് ബി ഈക്വൽ ടു ആർക്ക് ഈക്വൽ ആയിരിക്കണം? m ഇൻറ്റു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? L/2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 12Gൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 12G അല്ല, 12G ഇൻറ്റു L. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, സോ 12G ഇൻറ്റു L ആണ്. ഇനി m ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? L/2 പ്ലസ് ഇവിടെ വരെയുള്ള മാസ് എന്ന് പറഞ്ഞാൽ 3G, അതാണ് ഇതിൻ്റെ മാസ്. ആൻഡ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിക്കണേ, 3 കിലോഗ്രാമിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് L/2 ഇവിടം വരെ ഉണ്ട്, പിന്നെ L ഉണ്ട്. സോ മൊത്തത്തിൽ എത്ര വരും? 3L/2 വരും.
ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓവറോൾ ടോർക്ക് എന്ന് പറഞ്ഞത്. ഫൈൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ക്യാൻസൽ ചെയ്യാം? ജി ക്യാൻസൽ ചെയ്യാം. ഇവിടെയും ഒരു ജി ഉണ്ടായിരുന്നു, അതും ക്യാൻസൽ ചെയ്തു. ഈ ഒരു ജിയും ക്യാൻസൽ ചെയ്തു. എൽ നമുക്ക് 3L/2 അല്ലേ? സോ ഇറ്റ് ദസ് ബൈ 2 എൽ ആണ്. എൽ പോയി. സോ ദിസ് വിൽ ബി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 12 is equal to ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 9/2 ദാറ്റ് ഇസ് 4.5 എൽ ഈക്വൽ ടു പ്ലസ് m/2 എൽ. എല്ലും നമുക്ക് കളയാം അല്ലേ? എല്ലും നമുക്ക് കളയാം. സോ ഫൈനലി എം ഇസ് ഈക്വൽ ടു നമുക്ക് 15 കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 12 മൈനസ് 4.5 ഇൻറ്റു 2 ദാറ്റ് ഇസ് 15 കിലോഗ്രാം. ഓക്കെ, സോ ആ 15 കിലോഗ്രാം വന്നാലാണ് നമുക്ക് എന്താവുക? ആ ഒരു സിസ്റ്റം, ആ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിൽ ആവുക. ഫൈൻ, വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ലിറ്റിൽ ബിറ്റ് ക്ലാരിറ്റി കുറവുണ്ട്. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ആ ഒരു ക്ലാരിറ്റി അത്ര പോരാ. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോട്ടാ. പ്രീവിയസ് ഇയേഴ്സ് ആണ്, സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. The uniform rod of mass m and length l is suspended by 2 strings at its end as shown. When one of the string is cut, the rod starts falling with an initial angular acceleration. എന്താ ക്വസ്റ്റ്യൻ? നമ്മൾക്ക് ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്, ലൈക്ക് ഈ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ആംഗുലർ ആക്സിലറേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക? ഈ ഒരു റോഡ് ഇങ്ങനെ താഴോട്ട് വരും വിത്ത് ആൻ ആംഗുലർ ആക്സിലറേഷൻ. ആ ഒരു റോഡിന് മാസ് ഉണ്ട്, ആ ഒരു റോഡിന് എന്തുണ്ടാവാം? ടോർക്ക് ഉണ്ടാവാം. സോ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ത്? ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഓക്കെ, ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പോൾ ഈ ഒരു ടോർക്ക് ഉണ്ടാക്കാൻ കാരണം എന്താണ്? ഈ ഒരു ടോർക്ക് ഉണ്ടാക്കാൻ കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇതിൻ്റെ താഴോട്ടുള്ള എം ജി ആണ്. ഓക്കെ, അപ്പോൾ ടോർക്ക് ഉണ്ടാക്കുന്ന ഫോമുല എന്താ? ആർ ക്രോസ് എഫ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എം ജി എന്ന് പറഞ്ഞാലല്ലോ മക്കളെ ഇത്ര ദൂരത്താണ്. ആക്ച്വലി ഇതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിലാണ് ആക്ട് ചെയ്യുക. ഈ ഒരു റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണ് ഇതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി സിംപ്ലി L/2. L/2 ഇൻറ്റു ആർ. സോ L/2 ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആൻഡ് അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എം ജി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ, മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ എവിടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ? ഈ റോഡിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എവിടെ? ഞാൻ പറഞ്ഞിരുന്നു മൊമെന്റ് ഓഫ് ഇനേഷ്യ എവിടെയാണ് എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു അറ്റത്ത്, ഈ ഒരു കയറിൻ്റെ അറ്റത്തുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ട് പഠിച്ചോറാ ml²/3 ഇൻറ്റു ആൽഫ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തത്? ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫയാണ്. ടോർക്ക് ഉണ്ടാക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്. ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? സെൻറ്റർ ഓഫ് മാസിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യാം. ആ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എൽ ഡിസ്റ്റൻസിലാണെങ്കിൽ അവൻ്റെ എത്ര ഡിസ്റ്റൻസിലായിരിക്കും? L/2 ഡിസ്റ്റൻസിലായിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. സോ L/2 ഇൻറ്റു എം ജി ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്തായിട്ട് വരിക? ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ടോർക്ക് ആയിട്ട് വരിക. റൈറ്റ് സൈഡിലെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഐ ആൽഫ. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് 1 end, ദാറ്റ് ഈസ് ml²/12. ml²/3 ആണ്. 12 എന്ന് പറഞ്ഞാൽ എന്താ? നടുക്ക് കൂടിയാണ്. ആൻഡ് അതിൽ നിന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൽഫ കിട്ടും. ആൽഫ വിൽ ബി 3/4 g ആണ് നമുക്ക് കിട്ടുക. സോ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓക്കെ, 3/4 ഇൻറ്റു ജി. ഫൈൻ. സോ ഇവിടെ നമുക്ക് ലെങ്ത് എല്ലാം തന്നിട്ടില്ലേ? യെസ്, ആൽഫ ഇസ് ഈക്വൽ 3/4 2 ആണ്. സോറി. ഓക്കെ, 3/4 3 ആൽഫ സോൾവ് ചെയ്യണോ അല്ലേ? എം പോയി, എൽ പോയി. സോ ജി ഇൻറ്റു 3/2 എൽ ആണ് നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണ്. ഫൈൻ. സോ ഏത് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ 3rd ആണ് കറക്റ്റ്. നോട്ട് ദ 4th one. 4th one അല്ല, 3rd one ആണ് കറക്റ്റ്. ഫൈൻ. ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. എ സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് 2 kilogram ആൻഡ് റേഡിയസ് 10 centimeter rolls without slipping with the speed of
2 meter per second. The total kinetic energy of the disk is. അപ്പോൾ rolling without slipping എന്ന് പറഞ്ഞാൽ it's a pure rolling ആണ്. അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള very important concept V is equal to R omega. Okay, it's a condition for the pure rolling. Pure rolling ന്റെ condition ആണ്. So നമുക്ക് total kinetic energy ആണ് question. Total kinetic energy. Total kinetic energy is equal to kinetic energy of rotation plus kinetic energy of translation. Okay, kinetic energy of rotation plus kinetic energy of the translation. Kinetic energy of rotation are half m v square plus kinetic energy of the translation are kinetic energy of the translation ആണ് half m v square. Kinetic energy of rotation ആണ് half I omega square ആണ്. And half I എന്താ? It's the disk. Circular disk in a moment of inertia എന്താണ്? It's 1/2 mr square. Okay, so 1/2 mv square plus 1/2 half I we can write I am 1/2 mr square omega square. Mr square ആണ് moment of inertia. Mr square by 2 ആണ് moment of inertia of the disk. So r square omega square we can substitute as v square. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. So നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. It is v square. So mass തന്നിട്ടുണ്ട്, velocity തന്നിട്ടുണ്ട്, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ finally we'll get it as 6 joule. Okay, 6 joule ആണ് ആൻസർ. Okay, so മക്കളെ നമ്മൾ പോസ് ചെയ്യാണ്. Then പറഞ്ഞത് ലോസ് ഓഫ് മോഷൻ്റെ ചാപ്റ്ററിലെ വൺ ഓഫ് ദി സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വർക്ക് എനർജിയിലെ ഓൾമോസ്റ്റ് എല്ലാ തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെയും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് അവസാനിക്കുന്നില്ല. ദർ ആർ സോ മെനി ക്വസ്റ്റ്യൻസ് നമുക്ക് NCERT സോൾവ്ഡ്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ പാറ്റേണിലുള്ള ഒരേ കൺസെപ്ഷ്യലൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ മോഡലിൽ തന്നെ ആയിരിക്കുള്ളൂ ഇൻഷാല്ലാ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവുക. സോ ആ ഒരു മോഡലിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. എഗെയിൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് തന്നെ ഞാൻ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാണ്, കുറേ പുസ്തകത്തിൽ നിന്ന് വലിച്ചു വാരി ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് പഠിക്കാതെ ഏതെങ്കിലും പെർട്ടിക്കുലർ പാറ്റേണിൽ ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇയേഴ്സ് NCERT ആ ഒരു പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, keep on practice ചെയ്യാം. and all the very best. നമുക്ക് ഇനിയും കാണാം. Thank you so much.